ഏഴ് ദിവസം മുതൽ 14 ദിവസം വരെ ഞാനിപ്പോൾ ഒരു നിങ്ങൾ പറഞ്ഞ ഒരു കോർ സോണിൽ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ അകപ്പെടുകയാണെങ്കിൽ എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒന്ന് ഇങ്ങനെയൊക്കെ പോയിട്ട് ഞാൻ പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. ആരും നമ്മളവിടെ ഒന്ന് മാറാൻ നോക്കി, ആന പിന്നാലെ ഓടി, ഞാൻ കാരണം വന്ന് അവൻ്റെ ജീവനും കൂടെ പോകുന്നൊരവസ്ഥ. രണ്ടുപേരും കൂടെ ആനയുടെ മുമ്പെന്ന് അന്തം വിട്ട് ഓടിയുമ്പോൾ കാലിലെ ചെരുപ്പൊക്കെ മാറി. ഞാൻ ആ നിമിഷം ഭാര്യയും കുഞ്ഞുങ്ങളെ എല്ലാവരെയും കണ്ട ആ ഒരു നിമിഷം. ആ ഒരു മൊമെന്റിൽ എൻ്റെ അമ്മ സത്യത്തിൽ ആ ഒരു നിമിഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാവരെയും കണ്ടു. ചന്ദനം എന്ന് പറഞ്ഞാൽ സർക്കാർ റിസർവ് മരമാണ്. ചന്ദനം ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ വീട്ടിലുണ്ടെങ്കിൽ വളർത്തുന്നതിന് യാതൊരു കുറ്റമില്ല, ആർക്കത് വളർത്താം, ഒരു പ്രശ്നമില്ല, വളർത്താം. പക്ഷേ അത് മുറിക്കാൻ സമയമാകുമ്പോൾ നിങ്ങളുടെ കാരണം എന്താ വെച്ചാൽ എനിക്ക് അത് പോടായതുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ട് മുറിക്കുന്നത് വനംവകുപ്പ് വെച്ചാൽ അവരൊന്ന് മുറിച്ചിട്ട് ഉദ്യോഗസ്ഥരൊന്ന് മുറിച്ചിട്ട് അത് ലേലവിധേയമാക്കിയിട്ട് അതിൻ്റെ ലാഭം നിങ്ങൾക്ക് തരും. കടുവ സെൻസസ് തരണമല്ലോ, നിങ്ങളെങ്ങനെ കടുവ എണ്ണ എടുക്കേ? അത് പോസിബിൾ ആണ്? ഒരു ഊഹാപോഹമാണ്? അത് കറക്റ്റ് കിട്ടും? ഊഹാപോഹമല്ല, അത് ഊഹാപോഹമായിട്ട് തന്നെ കണക്കാക്കണ്ട. കടുവ സെൻസസ്, ആന സെൻസസ് ഒക്കെ സയന്റിഫിക് ആയിട്ട് ഉള്ള രീതി തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ അല്ലേ? വെൽക്കം ടു വൈ ദ ഹെൽ നോട്ട്. ഇന്ന് നമ്മളുടെ കൂടെ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഗസ്റ്റ് ഉണ്ട്. നമ്മളുടെ രാവിലെ നമ്മളെ കൂടെ ബാഡ്മിൻ്റൺ കളിക്കുന്ന നമ്മുടെ ഫ്രണ്ടാണ് വിനോദ് ഭായി. ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എന്താ ചെയ്യുന്നത്? എൻ്റെ പേര് വിനോദ് എന്നാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിൽ നിലവിൽ ജോലി നോക്കി വരുവാണ്. നിലവിൽ മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ സിവിൽ സ്റ്റേഷൻ തന്നെ. അപ്പോൾ സെക്ഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങളുടെ അണ്ടറിൽ വരുന്നത്? ഓഫീസ് വർക്കാണോ അതോ? ഇല്ല, ഓഫീസ് വർക്കും ഉണ്ട്, ഫീൽഡിലെ ജോലിയുണ്ട്. അപ്പോൾ ഒരു ഔട്ട് പോസ്റ്റിലെ ജോലി ചെയ്യേണ്ടത് മീൻസ് ഔട്ട് പോസ്റ്റിലെ ജോലിക്ക് നേതൃത്വം കൊടുക്കേണ്ടത് അവിടുത്തെ ഫോറസ്റ്റാണ്. അവർ തസ്തികയിലാണ്. ഔട്ട് പോസ്റ്റ് എന്നാൽ പുറത്തുള്ള കാടിൻ്റെ പുറത്തുള്ള? ഇല്ല, നമ്മൾ കാട്ടിൽ വരുമ്പോൾ ഔട്ട് പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു കാടിനെ ചെറിയ ബ്ലോക്കുകളായിട്ട് തിരിക്കും. അപ്പോൾ ആ ഒരു ബ്ലോക്ക് നോക്കാൻ ഒരു ഫോറസ്റ്റും 2-3 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, വാച്ചർമാർ, അങ്ങനെ ഒരു തസ്തിക, ഒരു പാറ്റേൺ. ആ ഒരു പാറ്റേണിൽ ആ ഒരു കാടിൻ്റെ ഭാഗം നിങ്ങൾക്ക് ഫുള്ളായിട്ട് അറിയാൻ പറ്റുമോ? മീൻസ് തീർച്ചയായും ഫുള്ളായിട്ട് നിങ്ങൾ സർവേ ചെയ്തിട്ടുണ്ടോ? ഉറപ്പായിട്ടും അറിയാൻ പറ്റും. കാരണം നമ്മളെ സംബന്ധിച്ച്, ഈ ഒരു വനം ജീവനക്കാരനെ സംബന്ധിച്ച് ഒരു നാടാറുമാസം കാടാറുമാസം സ്റ്റൈലാണ്. സ്വാഭാവികമായിട്ടും കാട്ടിൽ നിൽക്കുന്ന 6 മാസം സ്വാഭാവികമായിട്ടും നമ്മൾ രാവിലെ എണീറ്റിട്ട് നടക്കുമല്ലോ. നമ്മൾ പുറത്ത് നടക്കുന്നൊരു അനുഭവമല്ല കാട്ടിൽ നടന്നാൽ. പുറത്ത് നമ്മളിപ്പോൾ രാവിലെ കളിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു 4-5 കളി കളിച്ച് തളരും. പക്ഷെ ഒരു പുറത്ത് നടക്കുമ്പോൾ ഒരു 4 കിലോമീറ്റർ നമ്മൾ ഓടിയാൽ തളരും. പക്ഷെ കാട്ടിലതല്ല, കാട്ടിൽ നമ്മൾ തളരില്ല. കാരണം അവിടെ കാർബൺ ഓക്സിജൻ മാത്രമേ ഉള്ളൂ. ആരും അന്തരീക്ഷത്തെ മലിനമാക്കുന്നില്ല, അശുദ്ധവായുവാണ്. അപ്പോൾ ആ ഫ്രഷ് എയർ ശ്വസിച്ച് ഞങ്ങളിങ്ങനെ അപ്പോൾ സ്വാഭാവികമായിട്ടും നടത്തം ഒരു വനപാലകൻ്റെ പ്രഥമ കർത്തവ്യമാണ്. ഇനി കർത്തവ്യം അല്ലെങ്കിൽ കൂടെ നമ്മൾ നടത്തം നമ്മുടെ ഭാഗമായിട്ട് മാറും. കാരണം ഒരിടത്ത് നിന്ന് വേറൊരിടത്തേക്ക് പോകാൻ വേറെ സോഴ്സില്ല, വണ്ടിയൊന്നും കൊണ്ട് പോയിട്ട് കാര്യമില്ല, പോകില്ല. കാരണം കാടെന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ഇപ്പം പെട്ടെന്ന് ഇപ്പോൾ ഒരു കാടെന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ മനസ്സിൽ തോന്നുന്നത് ഇപ്പം പറഞ്ഞതുപോലെ വണ്ടിയൊക്കെ പോകുന്ന സ്ഥലമെന്നാണ്. മനുഷ്യൻ്റെ പാദസ്പർശം ഏൽക്കാത്ത സ്ഥലമുണ്ട് കാട്ടിൽ, മനസ്സിലായില്ലേ? അതായത് നമ്മൾ കോർ സോണൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ജീവികളുടെ പ്രജനനം മാത്രം നടക്കുന്നൊരു സ്ഥലമാണ്. കോർ സോൺ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള, അതായത് നമ്മളെ ഈ കണ്ണുണ്ടല്ലോ, ഈ കണ്ണിൻ്റെ വെള്ളയും കണ്ണിൻ്റെ കൃഷ്ണമണിയും. അപ്പോൾ ഈ വെള്ളയെ നമുക്ക് ബഫറായിട്ട് എടുക്കാം, പക്ഷെ സംരക്ഷിക്കപ്പെടേണ്ട അകത്ത് കാണുന്ന കറുത്ത ആ ഒരു ഭാഗം കൃഷ്ണമണി, അതാണ് കോർ സോൺ എന്ന് പറയുന്നത്. ഈ ഒരു ജീവിയുടെ പ്രജനനം, പ്രസവം, അതൊക്കെ നടക്കുന്ന ഈ കോർ സോണിലാണ് ഭൂരിഭാഗം. അപ്പോൾ അവിടെയൊന്നും മനുഷ്യൻ്റെ പാദസ്പർശം ഇനി എത്തിയിട്ടില്ല, എത്താൻ പാടില്ല എന്നുള്ളതാണോ ശരിക്കും? മനുഷ്യൻ എവിടെ എത്തുമോ അവിടെയൊക്കെ മനുഷ്യൻ ഇല്ലാതെ. റൂമി മസ്നവി എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതിനകത്ത് റൂമി പറയുന്നുണ്ട്, ഈ ഭൂമിയിലെ സൗന്ദര്യമുള്ള എല്ലാത്തിനെയും മനുഷ്യൻ നശിപ്പിക്കും. മനുഷ്യൻ എവിടെ എത്തിയോ അതിൻ്റെ തനതാവസ്ഥ നഷ്ടപ്പെട്ടു. കാരണം എന്താ പറയുക, ഈ ബുദ്ധിവികാസം സംഭവിച്ച ഒരു ജീവിയാണ് മനുഷ്യൻ, ഒരു ജന്തുവാണ് മനുഷ്യൻ. അപ്പോൾ ഈ ബുദ്ധിവികാസം സംഭവിച്ചതോടെ, മസ്തിഷ്ക വികാസം സംഭവിച്ചതോടെ അവനവിടെ എത്തിയാൽ അതിനുള്ള എന്തെങ്കിലും നമ്മളത് കാട്ടിക്കൂട്ടി മാറ്റും. ബേസിക് അവിടെ നാച്ചുറലായിട്ട് കളയും. കാരണം നമുക്കവിടെ ബിൽഡിംഗ് കെട്ടണമെന്ന് തോന്നും, അവിടെ നമ്മുടേതായ എന്തെങ്കിലുമൊക്കെ നമ്മൾ മരം മുറിച്ച അല്ലേ. ബിൽഡിംഗ് കെട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ മരം മുറിക്കണം. അപ്പോൾ മരം മുറിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും വാള് വരണം, യന്ത്രം വരണം, മനുഷ്യൻ വരണം. അപ്പോൾ അതിൻ്റെ തനതാവസ്ഥ നഷ്ടപ്പെടും. അതെ, സത്യം തന്നെയാണ്. നിങ്ങളോട് ഫസ്റ്റ് തന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ട് തുടങ്ങാമെന്നുണ്ടായിരുന്നു എനിക്ക്. ഫോറസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞപ്പോഴേ
എനിക്ക് മേജറായിട്ട് എനിക്ക് എന്താ പറയുക ഫസ്റ്റ് തന്നെ എൻ്റെ ഉള്ളിൽ അന്ന് കണ്ടപ്പോൾ തൊട്ടിട്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ചോദ്യമായിരുന്നു. പക്ഷേ ഈ മൊമെൻറ്റിലേക്ക് ഞാൻ എടുത്തു വെച്ചതായിരുന്നു സത്യത്തിൽ. അതായതൊരു 7 ദിവസം മുതൽ ഒരു 14 ദിവസം വരെ ഞാനിപ്പോൾ ഒരു നിങ്ങൾ പറഞ്ഞ ഒരു കോർ സോണിൽ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ അകപ്പെടുകയാണെങ്കിൽ എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ആമസോണിലെ കുട്ടികൾ ഇപ്പോൾ അടുത്ത് ഒരു മാസത്തെ സർവൈവ് ചെയ്തല്ലോ. അതെ അതെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ബേസിക് സ്കിൽസൊക്കെ ഒന്ന് ആമസോണിൽ സർവൈവ് ചെയ്ത് തന്നെ നമുക്ക് എന്താ പറയുക, കാടെന്ന് പറയുന്ന ഒരു സത്യമാണ്. എന്താ പറയുക, അവിടെ അകപ്പെട്ട ആരും മറ്റൊരവസ്ഥ വരില്ല. കാരണം അതിൻ്റെ ഒരു വെർജിനിറ്റി, അതിൻ്റെ സത്യവും അങ്ങനെയാണ്. പിന്നെ ഒരു കാടിൽ അകപ്പെട്ട് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു കാടിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് അകപ്പെടാനുണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. പല സാഹചര്യങ്ങളിൽ അകപ്പെടാം. ഉദാഹരണത്തിന് നോർമൽ കേസിൽ നമ്മളൊക്കെ കാട്ടിൽ പോകുമ്പോൾ കാടിനെ നന്നായി അറിയാവുന്ന ആൾ, അതായത് ഈ ശരിക്കും നമ്മുടെ ഗോത്രവർഗ്ഗക്കാർ നമ്മളോടൊപ്പം ഉണ്ടാവും, അത് ആദിവാസി. ഞാൻ കരിമ്പുഴ വൈൽഡ് ലൈഫ് സെഞ്ചുറിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന 2ാമത്തെ ആദിവാസി വിഭാഗം, ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന 2ാമത്തെ ആദിവാസി വിഭാഗം, അത് അവരുടെ പേര് ചോല നായ്ക്കർ എന്നാണ്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്നത് ആൻഡമാനിലെ ജെറാസ് ആണ്. അവരിപ്പോഴും ഇല്ല. ഞാനീ പറഞ്ഞ 2ാമത്തെ ഏറ്റവും പഴക്കം ചെന്ന ഗോത്രവർഗ്ഗക്കാരെന്ന് പറയുന്നത് ഈ ചോല നായ്ക്കാർ. ഇവരിപ്പം താമസിക്കുന്നത് വനാതിർത്തിയിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ മാറി മാഞ്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. മാഞ്ചേരി പാണപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഏത് കാട്ടിലാണ്? ഇത് കരിമ്പുഴ വൈൽഡ് ലൈഫ് സെഞ്ചുറിയിൽ. അപ്പോൾ അവിടെയാണ് ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന 2ാമത്തെ ആദിവാസി വിഭാഗം ആൾക്കാർ താമസിക്കുന്നത്. എന്ത് പറയാൻ, നമ്മൾ പറഞ്ഞു വന്ന ഞാൻ സബ്ജക്റ്റ് വിട്ടേ. അല്ലല്ല, അവർ ഏഷ്യയിലെ 2ാമത്തെ, നമ്മൾ അങ്ങനത്തെ കാട്ടിൻ്റെ ഉള്ളിൽ നടക്കുമ്പോൾ അങ്ങനെ ആദിവാസി ആൾക്കാർ, ഓക്കെ, നമ്മൾ കാട്ടിനുള്ളിൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ സംബന്ധിച്ച് ഇന്നും ഇവർ പഴമയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മളെ എന്ത് പറയാൻ, ആദിമ മനുഷ്യൻ്റെ അതേ രൂപം ഇന്നും പിന്തുടരുന്നൊരു വിഭാഗമാണ്. അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാവില്ല. അവർ മലയാളം സംസാരിക്കുന്നത്, പക്ഷെ നമുക്ക് മനസ്സിലാവില്ല. അവരുടെ ഭാഷ വേറൊരു ഭാഷയാണ്. അവരിപ്പോഴും ഗുഹകളിലാണ് ജീവിക്കുന്നത്. ഇപ്പം നമുക്ക്, ഞാൻ അവരുടെ ഗുഹയിൽ ഈ ആർത്തല ഭാഗത്ത് ഇവർ താമസിക്കുന്ന ഒരു ഗുഹയിൽ പോയിട്ടുണ്ട്. ചോള നായ്ക്കരല്ല, മറ്റൊരു ഭാഗമാണ്. അതിനകത്തേക്ക് കയറുമ്പോൾ 4 മുറികൾ, ഒരു ഗുഹയ്ക്കകത്ത് കയറുമ്പോൾ 4 മുറികളാണ്. ഗുഹ ഇപ്പോഴും ഗുഹയിൽ താമസിക്കുന്ന ഒരു വിഭാഗമാണ് ചോള നായ്ക്കർ വിഭാഗം. അപ്പോൾ ഇവർ ഞങ്ങൾ പോകുമ്പോൾ ഇൻറ്റീരിയറായിട്ട് നമ്മൾ ഇന്ന് വരെ പോകാത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇവരെ കൊണ്ടുപോകും. അപ്പോൾ ഇവരെ ജനിച്ചത് അതിനകത്താണ്. ഇവരെ നമുക്ക് നമ്മളെ വീടിൻ്റെ അകം അറിയാവുന്നത് പോലെ ഇവർക്ക് ഈ കാടിനകം അറിയാം. അതെ. ഇനി ഇപ്പം നിങ്ങൾ പറഞ്ഞു കാടിനകത്ത് അകപ്പെട്ട ഈ അകപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്, ഇപ്പം നമ്മൾ പോകുന്ന ഒരിക്കലും ആന കണ്ടു, അല്ലെങ്കിൽ ആന കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെതായ ഇത് തോന്നും. കാരണം നമുക്ക് ആദ്യം അതിനെ ദൂരെ നിന്നൊരു ഫോട്ടോ എടുക്കണം തോന്നും, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സെൽഫി എടുക്കണം തോന്നും. നമ്മുടെ ആഗ്രഹം ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അത് മിണ്ടാതെ നിന്ന് തരുമെങ്കിൽ ഇത് മാറും. അപ്പോഴായിരിക്കും അതിൻ്റെ തനത് സ്വഭാവം കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികം നമ്മൾ ചിതറി ഓടുമ്പോൾ ഈ പറഞ്ഞ കണക്ക് മേ ബി എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാം. കാരണം മൊബൈൽ കണക്ഷൻ ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം, നാട്ടിൽ ആൾക്കാരുള്ള സ്ഥലം നോക്കിയിട്ട് മൊബൈൽക്കാർ ആ ടവർ സെറ്റ് ചെയ്യുള്ളൂ. അതിനകത്ത് ഇതില്ല, പലപ്പോഴും റേഞ്ച് കിട്ടാറില്ല. അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ വണ്ടിയില്ല, കുടിക്കാൻ ഒന്നുമില്ല, മറ്റ് സോഴ്സുകളൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഒറ്റപ്പെടും. അങ്ങനെ ഒറ്റപ്പെട്ടാൽ എങ്ങനെ രക്ഷപ്പെട്ടു വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് എത്രയും പെട്ടെന്ന് കാടിന് പുറത്തെത്തുക എന്നുള്ളതാണ് പ്രഥമ ലക്ഷ്യം. ടാസ്ക്. പക്ഷേ കാടിനുള്ളിൽ ഒരു മനുഷ്യന് ഏറ്റവും വേണ്ട ഗുണമെന്ന് പറയുന്നത് ക്ഷമയാണ്. എത്രയും പെട്ടെന്ന് ഒട്ടുമെന്ന് ഒരു ഓട്ട മത്സരമൊന്നും അല്ല. നമ്മൾ എല്ലാ വെള്ളം, അതായത് വെള്ളത്തിൻ്റെ ഒഴുക്ക് എപ്പോഴും മുകളിൽ നിന്ന് താഴേക്കായിരിക്കും, ഉറപ്പാണല്ലോ. കാരണം മുകളിലേക്ക് ഒഴുകില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു അരുവി നോക്കി പോവുക. അപ്പോൾ ഒരു അരുവി കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞു കാടിനകത്ത് എത്ര നടന്നാലും നമ്മൾ തളരില്ല. ഞാൻ കാടിനകത്ത് 30 വെറുതെ ഇരുന്ന് തള്ളുന്നതായിട്ട് കരുതുന്നു, 30-32 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. അത് ഒരു വഴിതെറ്റിയിട്ട് 2 ദിവസം അങ്ങനെ നടക്കേണ്ടി വന്നു. എൻ്റെ ഒപ്പം അന്നൊരു DF ഉണ്ടായിരുന്നു, സജീവ്കുമാർ സാർ, അദ്ദേഹം റിട്ടയറായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, റേഞ്ച് ഓഫീസർ ഉണ്ടായിരുന്നു രാകേഷ് സാറ്, കൂടെ ഉണ്ടായിരുന്ന ഒരു ടിജോ വിപിൻ, അങ്ങനെ കുറച്ചധികം ആൾക്കാരുണ്ട്. അവരൊന്നും മറക്കാൻ പറ്റില്ല. കാരണം വഴിതെറ്റി നടക്കുമ്പോൾ എല്ലാം കഴിഞ്ഞു വന്നൊരു ബുദ്ധി നടക്കുമ്പോഴേ ഒരിക്കലും അവർ മറക്കാൻ പറ്റില്ല. വഴി തെറ്റാ ചെയ്തത് ഞങ്ങൾ ഈ പറഞ്ഞ സബ്ജക്റ്റ് മാറിപ്പോൾ നമ്മൾ വഴി തെറ്റാന്ന് ഞങ്ങൾ മുക്കുരുത്തി ബീക്കിലാണ് പോയത്. മുക്കുരുത്തി ബീക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈറ്റ് കൂടിയൊരു സ്ഥലമാണ്, നമ്മുടെ ഊട്ടിയുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അവിടെ പോയിട്ട് ഞങ്ങൾ നിലമ്പൂർ കാടുകളിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്നതാണ്. ഇത് ഞങ്ങൾ വല്ലപ്പോഴേ പോവുള്ളൂ, എന്നും പോകുന്ന സ്ഥലമല്ല. 2 മാസം 3 മാസം കൂടുമ്പോൾ ഒരു 2 ദിവസം യാത്ര പറഞ്ഞ് ഭക്ഷണമൊക്കെ കരുതി ചെക്ക് ചെയ്യാനാണ് പോകുന്നതെങ്കിലും ഈ നമ്മുടെ റൂമിയുടെ തന്നെ പറയുന്നുണ്ട്,
ലക്ഷ്യം നമ്മുടെ ലക്ഷ്യമാർഗത്തെ നമ്മുടെ ലക്ഷ്യമാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് ഒരിക്കലല്ല. ആ ലക്ഷ്യത്തെ പ്രണയിക്കുന്നതിനോടൊപ്പം വഴിയെയും പ്രണയിക്കണം, ആ വഴിയിലുള്ള അനുഭവങ്ങളെയും പ്രണയിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ടീമാണ് പോയാന്ന്. അപ്പോൾ അങ്ങനെ വഴിതെറ്റി കാട്ടണം നടക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയുകയാണ്. അങ്ങനെ നടക്കേണ്ടി വന്നിട്ടുണ്ട് 2 ദിവസം. അത് രസമല്ല. അവസാനം തമിഴ്നാട്ടിൽ നിന്നൊക്കെ അവരങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, കേരളത്തിലുള്ളവർ എന്ത് തമിഴ്നാട്ടിലൊക്കെ വന്ന് നടക്കുന്നതെന്നുള്ള രൂപത്തിൽ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞതെന്നല്ല, നമ്മൾ വഴിതെറ്റി കഴിഞ്ഞാൽ ആദ്യം ഒരു അരുവിയുടെ അടുത്ത് പോവുക. ഈ അരുവി എന്തായാലും താഴേക്ക് ഒഴുകും, താഴേക്ക് ഒഴുകി നാട്ടിൽ വരും. എല്ലാ പുഴകളും ഉത്ഭവിക്കുന്നത്, നമ്മുടെ 44 നദിയും, നമുക്ക് 44 നദിയാണ്, നദികൾ ഉത്ഭവിക്കുന്നത് ഏതെങ്കിലും മലയുടെ മുകളിൽ നിന്നായിരിക്കും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും വെള്ളത്തിൻ്റെ ഒഴുക്ക് അരുവിയിലെത്തുക, അരുവിയിലെത്തിയിട്ട് വെള്ളം എങ്ങനെ ഒഴുകുന്നു ആ വാക്കിൽ നമ്മൾ നടക്കുക. അപ്പോൾ നമുക്ക് കുടിക്കാൻ വെള്ളമായി. ഈ കാടിലെ ജലം എന്ന് പറയുന്നത് ഒരുപാട് ഔഷധങ്ങളുള്ള ജലമാണ്. കാരണം ഒരു വാട്ടർ സോഴ്സ് മലിനമാകുന്നത് കാടിന് പുറത്തെത്തുമ്പോഴാണ്. കാടിന് പുറത്തെത്തുമ്പോൾ നമ്മൾ മനുഷ്യൻ്റെ പെരുമാറ്റമായി. മനുഷ്യൻ എവിടെയുണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞു, റൂമി പറഞ്ഞില്ലേ, മനുഷ്യൻ എവിടെയുണ്ടോ അവിടെ മുതൽ അത് മലിനാസമായി. കാരണം അവിടെ പ്ലാസ്റ്റിക് വരും, എല്ലാവരും അവിടെ മുതൽ. പക്ഷേ ഈ കാടിനകത്തെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യനെ പോലും പാദസ്പർശമാക്കാതെ അത്രയും പവിത്ര. പിന്നെ അതാകെ ഉപയോഗിക്കുന്ന ഗോത്രവർഗ്ഗക്കാർ മാത്രമായിരിക്കും. ഈ ഗോത്രവർഗ്ഗക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർ എന്തു പറയാം, ഈ മലയെയും ഇതിനെല്ലാം ഈശ്വര തുല്യമായി, ദൈവ തുല്യമായിട്ട് കാണുന്നൊരു വിഭാഗമാണ്. മല ദൈവങ്ങളെന്ന പ്രയോഗമുണ്ട്. ഈ മല ദൈവമായ മലയെ ദൈവമായിട്ട് കാണുവാണ്. എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ മലയെ ദൈവമായിട്ട് കാണുവാണ്. ആ ഒരു കൺസെപ്റ്റ് ആലോചിച്ച് നോക്കിയാൽ അവരുടെ ട്രീറ്റ് ചെയ്യുന്നു. അതെ, കാരണം അവർക്ക് ജീവൻ കൊടുക്കുന്ന, അവരുടെ അന്നദാനം, അവർക്ക് ആഹാരം കൊടുക്കുന്നവരാണ് ഈ കാടാണ്. അതുകൊണ്ട് അവരതിനെ മറ്റൊരു നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുണ്ട്, എന്തോ പാടാറിഞ്ഞൂടെ, പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ, ഞാനൊരാസ്വാദകൻ, അന്തവനഗായകൻ. അപ്പോൾ ഇവൻ കാടിനെ ആരാധിക്കുകയാണ്, പ്രകൃതി ആരാധിക്കുകയാണ്, പ്രകൃതീശ്വരി. അത് ആരാധിക്കുന്ന എല്ലാവരും നമ്മൾ സ്ത്രീകളായിട്ട് ഒരു കൺസെപ്റ്റ് ഉണ്ട്. പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ, ഞാനൊരാസ്വാദകൻ, അന്ധവനഗായകൻ. അന്താന്നൊരു പ്രയോഗം ഉപയോഗിക്കാൻ കാരണം കൈയൊന്നും വേണ്ടല്ലോ, എനിക്ക് പാടാറിഞ്ഞൂടെന്ന് അതല്ല ഞാൻ പറഞ്ഞു തരുന്നല്ല. ഈ അന്താന്നൊരു പ്രയോഗം അതിനകത്ത് നടത്താൻ കാരണം ആ കഥാപാത്രം ഒരു അന്ധനായ കഥാപാത്രമാണ് ആ സിനിമയിൽ. അതുകൊണ്ടാണ് പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ, ആ പ്രകൃതിയെ ആരാധിക്കുകയാണ്, നിന്റെ അതേസമയം ഞാൻ ആസ്വദിക്കുകയാണ്, ഞാനൊരു വനഗായകൻ. അന്താന്ന് പറഞ്ഞ പ്രയോഗം സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ പ്രകൃതിയെ ആരാധിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഗോത്രവർഗ്ഗക്കാർ. അപ്പൊ അവര് വെള്ളം നമുക്കപ്പോ ഒരു നേരെ പോയിട്ട് കുടിക്കാം. ഈ സിമ്പിളാക്കി പറഞ്ഞത്, ഒരു സിയാറ്റിൽ മൂപ്പൻ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവോ? സിയാറ്റിൽ മൂപ്പൻ എന്ന് പറഞ്ഞാൽ ഒരു ഗോത്രവർഗ്ഗക്കാരനായിരുന്നു. എവിടെയെന്ന് ചോദിച്ചാൽ അമേരിക്കയിലാണ്. അമേരിക്കയിലെ വാഷിങ്ടൺ അടുത്ത് കെന്റ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഈ കെന്റിന് സമീപമാണ് ഈ പറഞ്ഞ സിയാറ്റിൽ. ഈ സിയാറ്റിൽ മൂപ്പന് ഈ സിയാറ്റിൽ എന്ന പേര്, ഇന്ന് ആ സ്ഥലം സിയാറ്റിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ സിയാറ്റിൽ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടാൻ കാരണം ഈ മൂപ്പന്റെ പേര്, ഈ മൂപ്പർ ഒരു ഗോത്രവർഗ്ഗക്കാരൻ, ഒരു ആദിവാസിയാണ്. ആലോചിക്കുക, അമേരിക്കയിലെ ഒരു സ്ഥലം ഒരു ഗോത്രവർഗ്ഗക്കാരുടെ പേരിൽ അറിയപ്പെടുവാണ്. അതിനുള്ള കാരണം ഈ ആദിവാസി ഭൂമി അന്ന് സർക്കാർ ഏറ്റെടുക്കുന്ന ആദിവാസി ഭൂമി വിൽക്കുന്നത് സംബന്ധിച്ചൊരു വിഷയമാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു കാരണവശാൽ അതിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങിയ അദ്ദേഹമാണ്. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ഗവർണർ അയച്ചു. അപ്പോൾ അദ്ദേഹം അന്ന് ഗവർണറുടെ മുഖത്ത് നോക്കി നടത്തിയൊരു പ്രസംഗമുണ്ട്. ഒരു കൈ ഗവർണറെ നേരെ ചൂണ്ടി മറുകൈ ആകാശത്തിലേക്ക് ചൂണ്ടി നടത്തിയൊരു പ്രസംഗം. ഒരുപക്ഷെ പരിസ്ഥിതിയുടെ ചരിത്രത്തിലെ മാഗ്ന കാർട്ട എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു സംഭവമാണ്. 1735 ഈ സംഭവം നടക്കണം. അദ്ദേഹം അന്ന് നടത്തിയ പ്രസംഗം ഒരു ആലോചിക്കുക. 1735 അദ്ദേഹം നടത്തിയ പ്രസംഗം 2017 DC ബുക്സ് പുസ്തകമാക്കി. ഞങ്ങളുടെ ഭൂമി നിങ്ങൾ ഏറ്റെടുക്കുമ്പോഴെന്ന് പറഞ്ഞിട്ട് DC ബുക്സ് 2017 അതൊരു പുസ്തകമാക്കുമെന്ന് ആലോചിക്കുക. 1730 ആ പ്രസംഗത്തെ അദ്ദേഹം പറയുന്ന വാക്ക്, നിങ്ങൾ അരുവിയിലെ കേസ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത്. കളകളാരവത്തോടെ ഒഴുകുന്ന ഇവിടുത്തെ അരുവിയിലെ തെളിമ എന്ന് പറയുന്നത് നമ്മുടെ പൂർവികരുടെ ജീവന്റെ പ്രതിഫലനമാണ്. ആ വേടി നോക്കണം, എന്തൊരു കാൽപ്പന്യവും നോക്കണം. ഈ അരുവിയിലെ തെളിമ എന്ന് പറയുന്നത് നമ്മളെ പൂർവികരുടെ ജീവന്റെ പ്രതിഫലനമാണ്. എന്ന് പറഞ്ഞാൽ അവരൊരു നദിയെയും മലിനാക്കിയില്ല, ഒരു കണ്ണാടിയാണ്. ഈ മരങ്ങളിലൂടെ ഊറുന്ന നീരെന്ന് പറയുന്നത് ഞങ്ങളുടെ സിരകളിലൂടെ ഒഴുകുന്ന രക്തമാണ്. എങ്ങനെയാണ് നമുക്ക് അതിനെ മുറിക്കാൻ കഴിയുക? ഈ ഭൂമി എന്ന് പറയുന്നത് നമുക്ക് അമ്മയാണ്. അമ്മയെ എങ്ങനെയാണ് വിൽക്കാൻ കഴിയുക? അദ്ദേഹത്തിന്റെ പ്രസംഗമാണ്. അതാണ് DC ബുക്സ് ഇറക്കിയത്.
അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് കളകളാരവത്തോടെ ഒഴുകുന്ന ഇവിടുത്തെ അരുവിക്ക് എങ്ങനെയാണ് വില നിശ്ചയിക്കാൻ കഴിയുക, ഇവിടുത്തെ കുളിരിന് എങ്ങനെയാണ് വില നിശ്ചയിക്കാൻ കഴിയുക. അതായത് അവർ മണ്ണിനെ, ഭൂമിയെ, പ്രകൃതിയെ അത്ര കണ്ട് സ്നേഹിച്ചൊരു വിഭാഗമാണ്. അതുകൊണ്ടാണ് ഈ സിയാറ്റ് മൂവ്മെന്റ് പ്രസംഗമൊക്കെ പറഞ്ഞില്ലേ, അത്രയും റെഡ് ഇന്ത്യൻസ് ആയിരിക്കും അല്ലേ അവിടുത്തെ ഓരോരുത്തരും ഗോത്രവർഗ്ഗക്കാരെന്ന് പറയുമ്പോൾ ആ സ്ഥലത്തിനനുസരിച്ചിട്ടുള്ള ഒരു വ്യത്യാസം കൂടെ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഗോത്രവർഗ്ഗക്കാർ പറയുമ്പോൾ ഒരുപാട് പേര് എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ഈ ഇപ്പോൾ ഉദാഹരണത്തിന് നോം ചോംസ്കി എന്ന് പറഞ്ഞിട്ട് ഒരു എഴുത്തുകാരനുണ്ട്, അത് ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയാം, ഒരു അമേരിക്കൻ എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എവിടെയെങ്കിലും ഒരു പ്രകൃതി ശോഷണം ഉണ്ടാകുമെങ്കിൽ അല്ലെങ്കിൽ പാരിസ്ഥിതിക ചൂഷണം ഉണ്ടാകുമെങ്കിൽ അതാദ്യം തിരിച്ചറിയാൻ നിങ്ങൾ പണ്ഡിതന്മാരല്ല, മറിച്ച് അതൊരു ഗോത്രവർഗ്ഗക്കാരനായിരിക്കും എന്നാണ്. സത്യം. ചോംസ്കി പറഞ്ഞതാണ്, 150ഓളം പുസ്തകം എഴുതിയ ചോംസ്കി പറഞ്ഞതാണ്, അത് തിരിച്ചറിയുക ഒരു ഗോത്രവർഗ്ഗക്കാരനായിരിക്കും. എഫക്റ്റ് ഉണ്ടാവല്ലേ അതിൻ്റെ. ഇപ്പം നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു അവർ ഗോത്രവർഗ്ഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അറിയാലോ. പക്ഷെ ഇതിനു മുമ്പ് ഒരു രാഷ്ട്രത്തിൽ ഒരു വ്യക്തി ആ രാഷ്ട്രത്തിന്റെ പ്രഥമ പൗരനായി, പ്രസിഡന്റായി, ഒരു ഗോത്രവർഗ്ഗത്തിൽപ്പെട്ട ആൾ. നമുക്കിപ്പം ദ്രൗപദി മുർമുവിനെ ഓർമ്മയുള്ളൂ. ദ്രൗപദി മുർമുവിന് വളരെ മുമ്പല്ല, എനിക്ക് തോന്നുന്നത് 2006 2013 ഒരു വ്യക്തി ആ രാഷ്ട്രത്തിലെ പ്രസിഡന്റായി. അദ്ദേഹം ബൊളീവിയയിലാണ് ജനിച്ചത്. ബൊളീവിയയിലെ ലാപാസിൽ ജനിച്ചിട്ട് ബൊളീവിയയിലെ ആദിവാസികളുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിച്ച് അദ്ദേഹം പിൽക്കാലത്ത് അവിടുത്തെ പ്രസിഡന്റായി. അദ്ദേഹത്തിൻ്റെ പേര് ഇവാൻ മൊറൈൽസ് എന്നാണ്. അദ്ദേഹം പ്രസിഡന്റായിട്ട് ആദ്യം ചെയ്തത് ഭൂമിയിൽ മനുഷ്യനും പ്രകൃതിക്കും തുല്യ അവകാശമെന്ന് നിയമമൂലം രേഖ ഉണ്ടാക്കി. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കറിയാം ഈ പ്രകൃതി എന്തുവാണ്. നമ്മൾ പക്ഷേ ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ആയിട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത് കേരള മലയാളികൾ? ഞാൻ ന്യൂ ജനറേഷനെ കുറിച്ച് അവർ മറ്റുള്ളവർ പറയുന്നതല്ല, അവർക്ക് നല്ല കാഴ്ചപ്പാടാണ്. ന്യൂ ജനറേഷൻ കൂടുതലും എന്തു പറയാൻ ഈ ജൈവ ഇതിനെ തന്നെയാണ് ആശ്രയിക്കുന്നത്. അവർ ഈ പ്ലാസ്റ്റിക്കിനൊന്നും അനുകൂലിക്കുന്നതല്ല. നമുക്ക് ഏത് സോഴ്സിൽ വേണോ നമ്മൾ വിവരം ശേഖരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ നമുക്ക് ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറേ സാധനമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ 100 പ്രാവശ്യം ബ്രീത്തിങ്സ് എടുത്തിട്ടുണ്ടാവും, 100ഒന്നുമല്ല എടുത്തിട്ടുണ്ടാവും. ഈ വായു നമുക്ക് ഫ്രീ ആയിട്ട്, നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ വില നമുക്ക്, ഞാൻ ചുമ്മാ സിമ്പിളാക്കി ഒന്ന് പറഞ്ഞുതരാം. ഒരു മനുഷ്യൻ ഒരു ദിവസം ശ്വസിക്കേണ്ടി വരുന്ന വായു എന്ന് പറയുന്നത്, വായുവിൻ്റെ അളവെന്ന് പറയുന്നത് 13 കിലോ ഓക്സിജനാണ്. 13.5 കിലോ ഓക്സിജനാണ് ഒരു മനുഷ്യൻ ഒരു ദിവസം ശ്വസിക്കേണ്ടി വരുന്ന വായു. നമ്മൾ കൂടിപ്പോയി കഴിഞ്ഞാൽ ദൈവം അനുഗ്രഹിക്കുമെങ്കിൽ എത്ര ദിവസം ജീവിച്ചിരിക്കും? ഒരു 25,000 30,000 25,000-നും 30,000-നും ഇടയ്ക്ക് ദിവസം ജീവിച്ചിരിക്കും. ഒരു ദിവസം വേണ്ടത് 13.5 കിലോ ഓക്സിജൻ. 13 കിലോ ഓക്സിജൻ വെച്ചോ. ഈ 30,000 ദിവസം നമ്മൾ ജീവിച്ചിരിക്കുമെങ്കിൽ, ഈ ഇപ്പം കൊറോണ സമയത്ത് നമ്മൾ 1 മണിക്കൂർ വേണ്ട ഓക്സിജൻ്റെ വിലയുമായിട്ട് കമ്പയർ ചെയ്താൽ ഒരു മനുഷ്യൻ അവൻ്റെ ആയുസിൽ ശ്വസിക്കേണ്ടി വരുന്ന ഓക്സിജൻ്റെ അളവെന്ന് ഓക്സിജൻ്റെ വില എന്ന് പറയുന്ന 3.5 കോടി രൂപയുടെ ഓക്സിജനാണ്. ഈ 3.5 കോടി രൂപയുടെ ഓക്സിജൻ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വന്നാൽ നമ്മൾ എത്ര ജീവിക്കാൻ പറ്റും? സത്യം. അപ്പം നമുക്ക് പൊതുവിൽ സൗജന്യമായി കിട്ടുന്ന സാധനം അത് എന്തും ആയിക്കോട്ടെ, അത് നമ്മളെ സ്വന്തം സാധനം പോലെ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ അതിന് കൊടുക്കേണ്ടി വരുന്ന വില കനത്തതായിരിക്കും. അതിന് യാതൊരു സംശയമില്ല. ഈ ഞാനിപ്പോൾ എക്സൗറേഷൻ കണക്കല്ല പറഞ്ഞത്, ഇപ്പം ജലത്തിൻ്റെ കണക്കാണെങ്കിൽ പറയാം. ഒരു മനുഷ്യന് ഒരു ദിവസം എത്ര വെള്ളം വേണം ഒന്ന് അളയെന്ന് തന്നെ പറഞ്ഞോ. എത്ര ഒരു പണ്ടൊക്കെ പറഞ്ഞ 6 വേണ്ട. നമ്മളെ വീട്ടിൽ 4 പേരുണ്ട്. ഒരു വാട്ടർ ടാങ്കിൽ ഒരു ടാങ്ക് എത്ര 750 കിടക്കണം. നമ്മൾ 4 പേരുള്ള ഒരു കുടുംബത്തിന് 750 ടാങ്കിൽ ഒന്നിലധികം പ്രാവശ്യം അടിക്കേണ്ടി വരും. വേണ്ട, നമുക്ക് ഒറ്റ പ്രാവശ്യം അടിച്ചാൽ മതി. അപ്പോൾ എത്ര ലിറ്റർ വെള്ളം? 750 ലിറ്റർ വെള്ളമായി 4 പേർക്ക്. അപ്പോൾ ഒരാൾക്ക് 200 ലിറ്റർ വെള്ളം. സിമ്പിളാക്കി എടുത്താൽ മതി. കുളിക്കാൻ വേണ്ടി നമ്മളൊരു ബക്കറ്റ് വെള്ളം 25 ലിറ്ററാണ്. 2 ബക്കറ്റ് വെള്ളം വേണം. അപ്പോൾ 50 ലിറ്ററായി. പിന്നെ ആഹാരത്തിന് എടുക്കുന്നത്, രാത്രി കുളിക്കാൻ എടുക്കുന്നത്, എല്ലാവർക്കും 200 ലിറ്റർ വെള്ളമായി. 1 ലിറ്റർ വെള്ളത്തിന് ഇപ്പോൾ എത്ര വിലയുണ്ട്? 1 ലിറ്റർ വെള്ളത്തിന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനൊക്കെ ആണെങ്കിൽ 60 റുപ്യ എടുക്കണം. ഇതിന് 60 രൂപ. നമ്മളെ സാധാരണ ഈ ഒരു ബോട്ടിലിന് 1 ലിറ്റർ ഉള്ളത് എന്തല്ല ഒരു 20 രൂപയ്ക്ക്. അത് നമുക്ക് കുറയ്ക്കാം, 15 ആക്കാം. വേണ്ട 10 ആക്കാം. കാരണം ഞാൻ കുളിക്കണം മാത്രമല്ല, കുളിക്കണം കൂടെ പറഞ്ഞു. വേണ്ട 5 ആക്കാം. 200 ലിറ്റർ വെള്ളം ഒരു ദിവസം വേണം. 1 ലിറ്റർ വെള്ളത്തിന് 5 രൂപ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം എത്ര വേണം? 1000 രൂപ. 200 × 5 1000 രൂപ. നമ്മൾ 30,000 ദിവസം ജീവിച്ചിരിക്കുമെങ്കിൽ 30,000 × 1000 എന്ന് പറഞ്ഞാൽ 3 കോടി രൂപയായി. അപ്പം 3 കോടി രൂപയുടെ ജലം, 3.5 കോടി രൂപയുടെ വായു, ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണം. ഇത് ആരാണ് തരണേ? ആര് തരണേ? ഭൂമിയാണ് തരണേ. ഭൂമി എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ് തരണേ. പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചെടികളാണ് തരണേ. ഇവിടുത്തെ ചെടികളെക്കാൾ നമുക്ക് ഓക്സിജൻ തരുന്ന കടലാണ്. നമുക്ക് അങ്ങോട്ട് പോവാം, അങ്ങോട്ട് സംസാരിക്കണം, അങ്ങോട്ട് പോവാം. അപ്പോൾ
അപ്പം നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണ്ടേ? എന്താ ഞാൻ 6.5 കോടി രൂപയുടെ ഇത് നമ്മൾ സൗജന്യമായിട്ട്, ഇതൊരു ചുമ്മാ കണക്കല്ല പറയുന്നത്, മനസ്സിലായി. 6.5 കോടിയുടെ സാധനം നമ്മൾ സൗജന്യമായിട്ട് ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനെ മലിനമാക്കരുത്. ഇത് നമ്മളെ ഗോത്രവർഗ്ഗക്കാർ കാണും പോലെ തന്നെ ഇതിനെ എന്ത് പറയാൻ, നമ്മൾ ആരാധനാമൂർത്തിയായിട്ട് കാണണം എന്നൊക്കെ പറയാൻ കാരണം അതാ. നമ്മള് ഫസ്റ്റ് ഇതിലേക്ക് തന്നെ വരാം. നമ്മൾ അവിടെ നിന്ന് പോയതാണ്. ഓക്കെ അതാ ഞാൻ പറഞ്ഞത്, ആദ്യമായിട്ട് പോയാൽ അങ്ങനെ പോകുന്നു നമ്മള്. അതന്നെ. അപ്പൊ ഒഴുകണ വെള്ളം നമുക്ക് കുടിക്കാം. ഓക്കെ, അഗ്രി ചെയ്യുന്നുണ്ട്. സ്റ്റാഗ്നന്റ് വാട്ടറോ, കാട്ടില് കെട്ടിക്കിടക്കുന്ന കുളങ്ങളിലുള്ള വെള്ളം ഞാൻ പറയാം. ഒന്ന്, നമ്മൾ ഒഴുകുന്ന വെള്ളം ഞാൻ പറഞ്ഞു അത്രയും പവിത്രമായിരിക്കും എന്ന് പറഞ്ഞു. കാരണം ആരും അതിൽ തൊടുന്നില്ല. പക്ഷെ അതിനകത്ത് ഒരു നെഗറ്റീവ് ഫാക്ടർ ഉണ്ടാവാൻ വഴിയുണ്ട്. കാരണം മുകളിൽ ഒരു പന്നി ചത്ത് കിടക്കുന്നു. ആ പന്നി ചത്തിട്ട് 5-6 ദിവസമായെന്ന് കരുതുക. ഒരു ജീവി വേറൊരു ജീവിയുടെ ഇരയാണ്, മനസ്സിലായില്ല. അപ്പൊ ഇത് നാച്ചുറലി ഉണ്ടാവാം. അങ്ങനെ ഒരു വെള്ളം താഴ്ന്ന് കുടിക്കേണ്ടി വരികയാണെങ്കിൽ ആ വെള്ളം മലിനമായിരിക്കും. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം എന്ന് പറയുന്നത് കാടിൽ എപ്പോഴും അത് കാടിലെ മൃഗങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജലമാണ്. അവര് കുടിക്കുന്നുണ്ടല്ലേ. ഇനി ഈ മനുഷ്യൻ എന്തും കഴിക്കും, അങ്ങനെ ഒരു സംശയമില്ല. ആ ഒരു അവസ്ഥ ഫൂലാൻ ബെഞ്ചിൽ ഗൂഢ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. അതിനകത്ത് ഫൂലാൻ ദേവി കെട്ടിക്കിടക്കുന്ന വെള്ളം കുടിക്കുന്ന ഒരു സീനുണ്ട്. കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ആ ബെഞ്ചിൽ ഗൂഢ 2 സൈഡ് ഇങ്ങനെ കൊടുത്തിട്ട് ഫൂലാൻ ദേവിയുടെ കഥയാണ് ആ സിനിമയ്ക്കകത്ത്. കെട്ടിക്കിടക്കുന്ന വെള്ളം അത് അവരുടെ പുസ്തകത്തിനകത്തുണ്ട്. അതാണ് സിനിമയെ ചിത്രീകരിച്ചത്. അപ്പം നമ്മള് നമ്മള് ഓരവസ്ഥ വരുമ്പോ അങ്ങനെ വെള്ളം കുടിക്കുന്ന ഒരു സാഹചര്യം വരും. പിന്നെ കഴിക്കാൻ പറ്റുന്ന ഫുഡൊക്കെ കാട്ടില് നമുക്ക് ഹണ്ട് ചെയ്യാനൊക്കെ പറ്റുമോ? കാര്യമായിട്ട് നമുക്ക് അതിനുള്ള സ്കില്ല് ഉണ്ടോ എന്നുള്ളതാണ്. ഒരു മൃഗത്തിന്റെ അടുത്തേക്കൊക്കെ എത്താൻ നമുക്ക് പറ്റുമോ ശരിക്കും? ഒന്ന്, ഈ ഹണ്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇത് നമ്മുടെ വായന്നപ്പോൾ വന്നല്ലോ. അത് തന്നെ നമ്മൾ നമ്മുടേതായ ഇപ്പോഴത്തെ ഒരു സേഫ് സോൺ ഇരുന്നുകൊണ്ട് നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടാണ്. നമ്മൾ ഈ ഹണ്ട് ചെയ്യാതെയും ജീവിക്കാൻ പറ്റും ഗ്യാദർ ചെയ്തിട്ട് നമുക്ക് ഓക്കെ ജീവിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു, തുടക്കത്തിൽ തന്നെ പറഞ്ഞു നമ്മുടെ ആമസോണില് അകപ്പെട്ട കുട്ടികളെന്ന്. ആ കുട്ടികൾ 2 മാസം ആമസോൺ പറഞ്ഞല്ലോ, അവർ ഹണ്ട് ചെയ്തിട്ട് ജീവിച്ചേ. അതിലൊരു കുഞ്ഞുണ്ട്. എനിക്ക് തോന്നുന്നു ഓർമ്മയാണെങ്കിൽ ആ കുഞ്ഞിന് 1 ദിവസം 2 ദിവസം അങ്ങനെ പ്രായമുള്ളൂ. ഹണ്ട് ചെയ്തിട്ട് ജീവിച്ചേ, ആഹാരം കഴിച്ചിട്ടാ ജീവിച്ചേ. അതാ പറഞ്ഞത്, മനുഷ്യന് എവിടെയും സർവൈവ് ചെയ്യാൻ പറ്റും. കാട് സത്യമുള്ളതാണ്. കാട്ടിലെ ജലം അല്ലെങ്കിൽ കാട്ടിലെ കായ്കനികള്, കാടൊരു രസമാണ്. അത് ഇപ്പോൾ ഒരു സാധാരണക്കാരുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോഴേ, ഇപ്പോൾ എനിക്ക് കാട് കാണാറുണ്ടാൽ ഇപ്പോൾ വല്ലപ്പോഴും നമുക്ക് ഇങ്ങനെ പോയിട്ട് സൈലന്റ് വാലിയിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അത് പോയിട്ട് അവർ കൊണ്ടുപോകുന്ന ആ സ്ഥലം ഒന്ന് കണ്ടിട്ട് വരാം എന്നുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ സൈഡിലൂടെ കാണുക എന്നുള്ളതല്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ കംപ്ലീറ്റ് കാടിൻ്റെ പ്രസൻസിലൊന്നും അങ്ങനെ നിന്നിട്ടില്ല. നിങ്ങളാണ് നിന്നിട്ടുള്ളത്. നിങ്ങൾ വേണം പറഞ്ഞുതരാല്ലേ ശരിക്കും പറഞ്ഞാൽ എന്താണ് മിസ്റ്ററി ഓഫ് കാടുകൾ? ഇപ്പോൾ കാടിലെ മിസ്റ്ററി എന്താണ്? ശരിക്കും നമ്മൾ നിൽക്കുന്നത് ജോലിയുടെ ഭാഗമായിട്ടാണ്. അത് ശമ്പളത്തിന് കൂലിക്കാണ്, പൈസ കിട്ടുകൊണ്ടാണല്ലോ ഇങ്ങനെ. പക്ഷെ അവിടെ ശരിക്കും അവിടെ നിന്ന് ഇറങ്ങൂല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു വിഭാഗം ഉണ്ട്. അവരാണ് ഈ ഗോത്ര വിഭാഗക്കാർ. അപ്പം ഞങ്ങൾ ഇവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് അനുഭവം കിട്ടും. കാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഒന്ന് ആ അവിടെ നമ്മളൊരു കാടിൻ്റെ അതിർത്തി കടന്നു കഴിഞ്ഞാൽ ഒരാൾ പോലും അതിനകത്തേക്ക് കയറില്ല. കാരണം അതിനകത്തേക്ക് കയറിയാൽ കേസാണ്, ട്രസ്പാസാണ്. അതിനകത്ത് കയറിയാൽ കേസെടുക്കാം. അതുകൊണ്ട് അവിടെ ആരും വരില്ല. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകും തോറും ആദ്യ മനുഷ്യനെ പോലെ നമ്മൾ വേറൊരു ലോകമാണ്. നമ്മൾ റൂമിനകത്തിരുന്ന് AC അനുഭവിക്കും പോലെ അല്ല കാടിൻ്റെ ക്ലൈമറ്റിലെ AC നമ്മൾ അനുഭവിക്കണം. അത് AC ഒന്നും പറയാൻ പറ്റില്ല. AC എന്ന വാക്ക് തന്നെ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ റൂമിൽ ഇരിക്കുന്നോണ്ട് വന്നതാണ്. കാടിൽ നിന്ന് കിട്ടുന്ന തണുപ്പെന്ന് പറയുന്നത് വേറൊരു തണുപ്പാണ്. നമ്മൾ 4 ചുവരുകൾക്കുള്ളിൽ തണുപ്പിക്കുമ്പോൾ കിട്ടുന്ന തണുപ്പ് വേറൊരു തണുപ്പാണ്. ജീവിതം ഭയങ്കര രസമാണ്. അതിൻ്റെതായ സ്ട്രഗിളും ഉണ്ട് അവരുടെ ജീവിതത്തിൽ. എന്താ ഇപ്പോൾ ഒരു സാധാരണക്കാരന് കാടിൻ്റെ അനുഭവം കിട്ടാൻ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു ട്രസ് പാസിംഗ് ആണെന്ന് പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ കിട്ടാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? പെർമിഷൻ എടുത്തിട്ട് കാടിനകത്തേക്ക് പോകാൻ ഒന്ന് എക്കോ ടൂറിസം സ്പോട്ടുകളുണ്ട്. അത് ഇപ്പം നെടുങ്ങ എക്കോ ടൂറിസം സ്പോട്ടുണ്ട് ഇവിടെ, കരിമ്പുഴ വൈൽഡ് ലൈഫ് സെഞ്ചുറിയിലാണ്. പറമ്പിക്കുളം, ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് എക്കോ ടൂറിസം സ്പോട്ടുകളുണ്ട്. ആ എക്കോ ടൂറിസം സ്പോട്ടുകൾ നമുക്ക് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി താമസിക്കാം. പിന്നെ പെർമിഷനോടെയൊക്കെ നമുക്ക് ട്രക്ക് ചെയ്യാം. അങ്ങനെ കാടിന് ഇപ്പൊ എക്സാമ്പിൾ അഗസ്ത്യവനം ട്രിവാൻഡ്രത്ത് അതിന്റെ സീസൺ ആകുമ്പം ഇല്ലും അപ്പം നമുക്ക് ടിക്കാൻ 2 ദിവസം 3 ദിവസം യാത്ര ഉണ്ട്, 3 ഹാൾട്ട് ഉണ്ട്. കാടിനകത്തേക്കുള്ള ഒരു യാത്ര, ഒരു അനുഭവം. പിന്നെ മനുഷ്യ എത്തപ്പെടാത്തടുത്ത് എത്തുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി നോക്കുന്നത്. അതാണ് നമുക്ക് കിട്ടൂലല്ലോ എന്നുള്ളതാണ് സത്യത. അതിനുള്ള ഒരു ഭാഗ്യം അല്ലാതെ അതാണ് അതൊരു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ സീനല്ലേ, നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ സീനല്ലേ. അത് ശരിക്കും നമ്മുടെ നിയമത്തിൽ, അതായത് 27(1) E4 എന്ന് പറഞ്ഞ ട്രസ്പാസാണ്. അത്
അങ്ങനെ ഒരു നിയമം വേണം. ഇല്ലെങ്കിൽ എല്ലാവരും കാണുന്നത്, കാരണം കാടെന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ തുറന്ന ഖജനാവാണ്. ഓ, നമ്മൾ അസറ്റ്സ് അല്ലേ, നമ്മുടെ അസറ്റാണ്. കോടിക്കണക്കിന് രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന ആനക്കൊമ്പോ അല്ലെങ്കിൽ നമ്മുടെ തേക്കോ മുറിച്ച് വയ്ക്കുന്ന കഥയല്ല. ഞാൻ തൊട്ട് മുമ്പ് ഒരു 6.5 കോടിയുടെ കണക്ക് പറഞ്ഞില്ല, അതുപോലുള്ള അനേകം 6.5 കോടിയുടെ സത്യം കലവറയാണത്. അപ്പം നമുക്ക് എന്തുകൊണ്ട് അത്രയും വിലമതിക്കാനാവാത്ത സാധനങ്ങളൂടെ ഉണ്ട്. ഇപ്പം പത്മനാഭത്തിന്റെ ABC നിലവറ തുറന്നിട്ട് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇതിനകത്തേക്ക് ആരും കടക്കാത്ത ട്രസ് പാസിങ്ങിന്റെ നിയമമൊക്കെ ഉള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇനി കാട്ടിലകപ്പെടുക അല്ലെങ്കിൽ പോവുകയാണെങ്കിൽ നമ്മൾ മൃഗങ്ങളൊക്കെ നമുക്ക് കാണാൻ ചാൻസ് ഉണ്ടോ? അതോ അത് നമുക്ക് ശരിക്കും ഹ്യൂമൻ ബീങ്സേ, മനുഷ്യന്മാർക്ക് ശരിക്കും കാട്ടുകൂടി നടക്കാൻ അറിയുമോ എന്നുള്ള ചോദ്യമാണ്. നമ്മൾ ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ബ്രീത്തൊക്കെ ചെയ്ത് ഫുൾ സ്പ്രേ ഒക്കെ അടിച്ച് ഇത് ശരിക്കും കാട്ടിൻ്റെ എലമെൻ്റായിട്ട് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും സൗണ്ട് ഉണ്ടാക്കാതെ വേണ്ടേ കാട്ടിലൂടെ നീങ്ങാൻ? എനിക്കറിയില്ല, ഞാൻ ചോദിക്കുക. അല്ല, അതൊരു നല്ല ചോദ്യമാണ്. എനിക്ക് ശരിക്കും ഇങ്ങനെ എനിക്ക് കേട്ടിരിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കേട്ടിരുന്നത്. ഇതിന് നമ്മൾ കാട്ടിൽ പോകുമ്പോൾ ഒരു രീതിയിലുള്ള സ്പ്രേ അടിക്കാൻ പാടില്ല. കാരണം ഇത് അടിച്ചു കഴിഞ്ഞാൽ കാടാണ്, മറ്റ് ഗന്ധങ്ങളൊന്നുമില്ല. ഇപ്പം നാട്ടിലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ ലിക്കറിൻ്റെ സ്മെല്ല് വരും, അപ്പുറത്തെ വർക്ക്ഷോപ്പിൻ്റെ സ്മെല്ല്, ഇതിനകത്ത് ഒരു സ്മെല്ലും തിരിച്ചറിയാൻ പറ്റില്ല. കാടെന്ന് പറഞ്ഞാൽ അത്രയും ശുദ്ധമായിട്ടുള്ള എയറാണ്. അവിടെ ചെറിയൊരു സ്മെല്ല് വന്നാൽ പെട്ടെന്ന് എത്തും. ആനയൊക്കെ വളരെ പെട്ടെന്ന് ഗന്ധം കൊണ്ടാണ്. ആനയ്ക്കൊക്കെ കാഴ്ച 20-30 മീറ്റർ നേരിട്ട് വ്യക്തമായ കാഴ്ച സൈറ്റുള്ളൂ. 30 മീറ്ററൊക്കെ ആനയ്ക്ക് വ്യക്തമായ കാഴ്ച, അതിനവർ വേഗമാണ് റഫായിട്ടാണ് കാണുന്നത്. അപ്പോൾ കടും കളർ ഷർട്ടൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഗന്ധം കൊണ്ടാണ് തിരിച്ചറിയുന്നത്. വളരെ ദൂരം നമ്മൾ കാട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ ഇവിടെ ഈ കരിയില കുരുവി എന്നൊക്കെ പറയുന്ന ഒരു പൂത്താങ്കിരി എന്നൊക്കെ പറയും. ഈ പൂത്താങ്കിരിയൊക്കെ നമ്മൾ കാടിനകത്ത് കയറുമ്പോൾ തന്നെ ഈ പൂത്താങ്കിരി പക്ഷികളൊക്കെ ശബ്ദം ഉണ്ടാക്കും. ഇത് അതിന്റെ വർഗത്തിന് ഇൻഡിക്കേഷൻ കൊടുക്കുന്നതിനൊപ്പം മറ്റു ജീവികൾക്ക് ഇൻഡിക്കേഷനാണ്. കുരങ്ങ് നമ്മൾ അത് കാരണം കണ്ടിട്ടുണ്ടെങ്കിൽ ദൂരം മോളിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇൻഡിക്കേഷൻ കൊടുക്കും. അത് മറ്റു കുരങ്ങുകളും അറിയും, ഒപ്പം മറ്റു ജീവികളും അറിയും. അതുകൊണ്ട് നമ്മൾ കാട്ടിൽ പോകുമ്പം സുഗന്ധദ്രവ്യം അത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ കളർ മീൻസ് കളർ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ പോകുന്നത് ആരെങ്കിലും മറ്റുള്ള എല്ലാവരും അറിയുന്നല്ല, ഞാൻ ആരും അറിയാതെ രഹസ്യമായിട്ട് പോകണം ആരെങ്കിലും വേണ്ട. പിന്നെ ഒരു മൃഗങ്ങളും നരഭോജികളല്ല. ഇപ്പം കടുവ തിന്നില്ലെന്ന് ചോദിക്കും. കടുവ ഞാൻ 2 പ്രാവശ്യം മാത്രമേ കടുവ നേരിട്ട് കണ്ടിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഗോത്രവർഗ്ഗ ഞാൻ പറഞ്ഞു, ഞാൻ അവരോട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. ഈ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലൊക്കെ ചെയ്യുന്ന അവരെ പ്രത്യേകിച്ച് ഈ ചോല നയിക്കുക, അവരവിടെ തന്നെ ജീവിക്കുന്നവരാണ്, കാടിനെ മാത്രം ആശ്രയിച്ച്. അപ്പോൾ അവരുടെയൊക്കെ അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്കറിയാം ഇതൊന്നും ഒരിക്കലും ഇങ്ങോട്ട് വന്ന് ഒരു ജീവി മനുഷ്യ ഇത് നമ്മുടെ ഏറ്റവും കൂടുതൽ ആക്രമണ ജീവിയാണ് ആന. ആന സസ്യബുക്കല്ലേ, പിന്നെ നമ്മൾ ആക്രമിക്കണേ നമ്മുടെ കയ്യിരിപ്പ്. ഞാൻ പറഞ്ഞില്ല അവസാനം നമുക്ക് എൻ്റെ അടുത്ത് സെൽഫി വരെ എടുക്കുമ്പോൾ തോന്നും ഒരാള് ഈ ചാഞ്ഞ മരത്തിനുള്ള ഓടിക്കാരനെ നനഞ്ഞനെ കുഴിക്കുന്ന സ്വഭാവം. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് മിണ്ടാതെ നിൽക്കുമ്പോൾ നമ്മൾ കൂടുതൽ അടുത്തടുത്ത് അങ്ങറ്റത്തെത്തുമ്പോൾ അതിനെ തനിക്കുളമ്പോൾ കാണി. കാരണം ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയാണത്. നമ്മളെ ഭയങ്കര ബുദ്ധിയുള്ള സാധനമല്ലേ. ആനയ്ക്ക് ബുദ്ധിയുണ്ട്. ആനയ്ക്ക് ഗന്ധം കൊണ്ടാണ് കൂടുതലും തിരിച്ചറിയാൻ കഴിയുന്നത്. ബുദ്ധിയെ സംബന്ധിച്ച് ബുദ്ധി ഏറ്റവും വികസിച്ച നമ്മളൊരു മൃഗമാണ്, അറിയാലോ. ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിൽ പറയുന്നത് പോട്ട് അതെല്ലാവരും അംഗീകരിക്കത്തില്ല. അതിനപ്പുറം ബേസിക് ബയോളജി നോക്കിക്കഴിഞ്ഞാൽ ബേസിക് നോക്കുമ്പോഴും മാൻ ഈസ് എ സോഷ്യൽ അനിമൽ എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. മനുഷ്യൻ നമ്മുടെ സ്വഭാവം ഗുണം. അപ്പം നമുക്ക് മസ്തിഷ്ക വികാസം സംഭവിച്ച ഒരു മൃഗമാണ്, അപ്പം നമ്മൾ മൃഗമാണ്, അങ്ങനെ കണ്ടാൽ മതി. നമ്മളെ സ്വഭാവമൊക്കെ അതല്ലേ, നമുക്ക് നമ്മളെ ഒന്ന് ഒറ്റയ്ക്ക് ചെയ്യാൻ മനസ്സിലാവും. അപ്പോൾ കാട്ടിലേക്ക് പോകുമ്പോൾ ഈ മൃഗങ്ങൾ നമ്മളെ കാണുന്നുള്ള ബോധം നമുക്ക് വേണം. ഇവരാരും നമ്മൾ ആക്രമിക്കില്ല. നമ്മൾ അതിൻ്റെ അടുത്ത് ചെന്ന് ഈ പറഞ്ഞ ഗോഷ്ഠികളൊന്നും കാണിക്കുക. ഇപ്പോൾ ഒരു കടുവ തന്നെ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അത് മിണ്ടാതെ പോകും. പക്ഷെ നേരെ വെച്ചാൽ ഫോട്ടോ എടുക്കണം, അതിൻ്റെ തന്നെ കൈയൊക്കെ ചൂണ്ടുമ്പോൾ ഞാൻ കടുവ കണ്ട 2 പ്രാവശ്യവും ഞാൻ ഒരിക്കൽ പോകുമ്പോൾ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ അടുത്തു. അപ്പോൾ ഇവൻ ഈ ഫോട്ടോഗ്രാഫിയിൽ ഭയങ്കര ക്രൈസ് കൂടിയിട്ട് ഒരു ക്യാമറയൊക്കെ എടുത്ത്, എന്നാലും ഇവൻ്റെ ആഗ്രഹം കൂടെയാണ് ഞങ്ങളിങ്ങനെ പോകുമ്പം പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചിട്ട് കടുവ എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഒരു പാറപ്പുറത്തൊരു സാധനം കിടന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കും, കണ്ട മാത്രം. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് ഫോട്ടോ എടുക്കണമായിരിക്കും. ഞാൻ നോക്കുമ്പോൾ എന്നെക്കാളും മുമ്പ് ആവുന്നുണ്ട്. ആ എലമെന്റിൽ അതിനെ കണ്ടാൽ പേടി വരില്ലേ. പക്ഷേ ഈ ഗോത്ര വിഭാഗക്കാരിൽ കണ്ടവർ ഒരുപാടുണ്ട്, ഒരുപാട് അനുഭവമുണ്ട്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞത് അവരിങ്ങനെ കണ്ടിട്ട് അവരിൽ അന്നത്തെ കാലത്തുള്ള ഫോണുണ്ട്, നമ്മളെ ഈ ആൻഡ്രോയിഡ് ഫോണല്ല, ഫോട്ടോ എടുക്കാൻ പറ്റുക. അപ്പോൾ ഫോട്ടോ എടുത്തിട്ട് വരെ അത് നോക്കിയിട്ട് അത് തിരിഞ്ഞു പോവുകയത്. ഇവർ കാണാതെ ശ്വാസം അടക്കി ആ ഫോട്ടോസ് വരെ അവർ കാണിച്ചു തന്നു, പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്.
അപ്പൊ നമ്മൾ കടുവനെയും അത് ഐ ടു ഐ സൈറ്റിലാണ് ഫോട്ടോ എടുത്തിട്ടുള്ളത്. ഐ ടു ഐ ലെവലിലാണ് ഫോട്ടോ എടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആ ഫോൺ വെച്ച് അത്രയും ക്ലാരിറ്റിയിൽ എടുക്കണമെങ്കിൽ ഒരു 10 മീറ്റർ അടുത്ത് കണ്ടു. എന്നിട്ട് വരെ അത് എന്താ പറയുക ഒരു വന്യജീവി. പിന്നെ നമ്മുടേതായ ഇതുകൊണ്ടാണ് നമ്മളപ്പോ ശരിക്കും സാധാരണ കടുവനെയും പുലിയും കരടിയൊക്കെ എന്താ അവസ്ഥ? കരടിയാണ് ഏറ്റവും ഡേഞ്ചർ കേട്ടിട്ടുണ്ട്. കാട്ടിലെ ഏറ്റവും ഡേഞ്ചർ കരടി തന്നെ ആണോ? കാരണം വെച്ചാൽ മറ്റു ഇപ്പൊ ആന നമുക്ക് എന്തെങ്കിലും മരത്തിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊക്കം കൂടിയ പാറപ്പുറത്തൊക്കെ കയറി കഴിഞ്ഞാൽ ആന വന്നാല് പൊക്കം പിടിച്ച പാറപ്പുറത്തും അത് കയറരുത്. ഒന്ന് ഈ ആനയൊക്കെ അതൊരു സസ്യബുക്കാണ്, അതിന് നമ്മളെ കൊല്ലണമെന്നില്ല. പക്ഷെ നമ്മൾ കാണിക്കുമ്പോൾ നമ്മളൊന്ന് വിരട്ടുകയാണ്. അത് സ്വാഭാവികഗതിക്ക് ആനയെക്കുറിച്ച് പറയണ ഒരുപാടുണ്ട്. അങ്ങോട്ട് നിങ്ങൾ പറയണ എന്താ ഒരു ആന ഇപ്പൊ വന്നാൽ നമ്മൾ എന്താ ചെയ്യണം? ഞാൻ ഒന്ന് ഒരു ആനക്കൂട്ടത്തില് ആന വന്നാലെന്ന് പറഞ്ഞാൽ ആന പല രൂപത്തിൽ വരും. ഒന്ന് ഒറ്റയാനുണ്ടാവും, ഒന്നൊരു കൂട്ടം ഉണ്ടാവും, ഒന്ന് കുട്ടിയുള്ള ആനകളുണ്ടാവും. ഇതിനെ മൂന്നായിട്ട് കാണും. ഈ മൂന്ന് ടൈപ്പ് റിയാക്ഷനാണ് വരുന്നത്. 3 ടൈപ്പ് റിയാക്ഷനാണ് ഈ മൂന്നിൽ നിന്നും ഉണ്ടാവുന്നത്. ഒന്ന് ഈ ആനയുടെ കൂട്ടത്തിനെ ഹേഡ് എന്ന് പറയും. ശ്രദ്ധിക്കണം, ഈ ഹേഡിന്റെ ലീഡർ എപ്പോഴും പെണ്ണാനായിരിക്കും. മനസ്സിലായി? അപ്പൊ ആണാന എന്ത് സംഭവിക്കുക വെച്ചാൽ ആണാന ഒന്ന് മെച്ചുറായി കഴിഞ്ഞാൽ ഒരു 15 ദിവസം കഴിയുമ്പോൾ അത് ഒറ്റയാനായിട്ട് നടക്കും. ഇതിൽ ഹേഡിൽ കൂടില്ല. ഹേഡിന്റെ ലീഡർ എപ്പോഴും പെണ്ണാനായിരിക്കും. അതിൽ മുതിർന്ന പെണ്ണാന ഒരുപാട് പെണ്ണാന ഉണ്ടാവും. അതിൽ മുതിർന്ന പെണ്ണാനായിരിക്കും അതിന്റെ ലീഡർ. അതിന്റെ കൂട്ടം ചിലപ്പോൾ 10, 20, 30, 40 ആന ഇങ്ങനെ വരിവരിയായിട്ട് പോകുന്നുണ്ട്. ഈ ഹേഡിന്റെ ലീഡർ എപ്പോഴും പെണ്ണാനായിരിക്കും. അപ്പൊ ഇതില് കുട്ടികളൊക്കെ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഈ ആന കൂട്ടമായതുകൊണ്ട് ആന ഇത്രയും വലിയ ജീവിയാണ്. അതൊരിക്കലും നമ്മൾ അമ്പലത്തിൽ നാട്ടാനയുടെ കാര്യം തന്നെ എടുക്കാം. നമ്മൾ കെട്ടിയിട്ടിരിക്കുന്ന ആനയെ നോക്കിയാൽ മതി. അപ്പോൾ അത് ഒരിക്കലും ചുമ്മാ ഇരിക്കില്ല. അതിങ്ങനെ നമ്മൾ തോട്ടി വെച്ചാലും അതിങ്ങനെ ബോഡി ഇട്ട് ആടിക്കൊണ്ടിരിക്കുക. അത് ശരീരത്തിലെ ഊഷ്മാവ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കാട്ടിൽ നിന്ന് ഇത് കൂടും. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ചില്ലകൾ ഒടിക്കും. അപ്പോൾ ഈ 10-30 ആന ഉണ്ടെങ്കിൽ ഇതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് തന്നെ പറയാൻ പറ്റും. ഫുൾ സൗണ്ട് ഉണ്ടാക്കിയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ശരിക്കും ഈ ഗോത്രവർഗ്ഗക്കാരൊക്കെ നമ്മളോട് ഉണ്ടെങ്കിൽ അവർ പറയും നമ്മൾ ഇപ്പോൾ ഇത്ര ദൂരം 3 കിലോമീറ്റർ അപ്പുറത്ത് ആനയുണ്ടെന്ന്. നമ്മുടെ അനുഭവം വെച്ച് നമുക്ക് 1 കിലോമീറ്റർ ഒക്കെ ഗസ് ചെയ്യാൻ പറ്റില്ല. ഒരു 3 കിലോമീറ്റർ അപ്പുറത്തെ ഗസ് ചെയ്ത് പറയും. അങ്ങനെ കേൾക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആനയുണ്ട്, നമുക്കിങ്ങനെ മാറിപ്പോവാം. പക്ഷെ നമ്മളങ്ങനെയല്ല, അവിടെ ആനയുണ്ട്. നമ്മുടെ ചിന്താഗതി അതാണല്ലോ. ഇനി ഈ പറയുന്ന ഈ ഞാൻ പറഞ്ഞ ഒറ്റയാനെന്ന് പറയുന്നത്, ഒറ്റ കൊമ്പനെന്ന് പറഞ്ഞാൽ ഒരു കൊമ്പെന്നല്ല, ഒറ്റ കിടക്കുന്ന ആനയാണ്. 2 കൊമ്പുണ്ട്. ഈ ആന ഒന്ന് മെച്ചറായി കഴിഞ്ഞാൽ ഈ ആന ഒറ്റയ്ക്ക് കിടക്കും. ഈ ആനയിൽ സസ്തനികളിൽ ആനയ്ക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് ഈ മതപ്പാട്, മസ്ത്. ഈ മസ്ത് വരുന്നത് വെച്ചാൽ ആനയിൽ പുരുഷ ഹോർമോൺ കൂടുന്നു എന്നിട്ടാണ്. ടെസ്റ്റോസ്റ്റെറോണാണ് പുരുഷ ഹോർമോൺ. ഈ ടെസ്റ്റോസ്റ്റെറോൺ ആനയിൽ കൂടുകയാണ്. ഇത് കൂടുമ്പോൾ അവൻ പുരുഷൻ്റെതായ എല്ലാ വികാരവും അതിൽ പരമായിട്ട് വരും. ആ വാക്ക് ഞാൻ വികാരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ കരുതിക്കോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇങ്ങനെ ഒരു ഇണയെ തേടി നടക്കാൻ ആ ഒരു ഇതായിരിക്കും. അപ്പോൾ ഇത് മറ്റാനെ പോലെ ഒരിടത്ത് ചുമ്മാ ഒടിച്ചൊടിച്ച് നിൽക്കുകയല്ല. ഇത് ടെസ്റ്റോസ്റ്റെറോണിന്റെ എല്ലാ ഗുണവും കാണിക്കും, എല്ലാ ലക്ഷണവും അത് കാണിക്കും. അപ്പോൾ ഇതിന്റെ മുമ്പ് നമ്മളൊരു തിക്ക് ഫോറസ്റ്റിൽ നമ്മളിങ്ങനെ വരും, ഇത് ഇങ്ങനെ വരും. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടേക്ക് നമ്മൾ കാണുന്നത്. രണ്ടുപേരും അപ്രതീക്ഷിക്കണില്ല. അവിടെ സ്വാഭാവികം അപ്രതീക്ഷിത കൂട്ടിമുട്ടുണ്ടാവും. അവിടെയാണ് ആന ആക്രമണകാരിയാവുന്ന ഒരു ഒറ്റയാന. അപ്പം നേരിട്ട് കാണുമ്പോൾ ഡേഞ്ചറാണ്. ഇപ്പം നമ്മൾ ഒരു തേക്ക് തോട്ടം വെച്ചാണ് കാണുന്നത്. നമുക്ക് ഒറ്റയാനാണെങ്കിലും ഒരു ഡിസ്റ്റൻസിനപ്പുറം കാണാൻ പറ്റും. പക്ഷേ തിക്കായിട്ടുള്ള ഫോറസ്റ്റ്, അത് ഞാനീ പറയുമ്പോൾ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞൂടാ. നമ്മൾ കാടിനകത്ത് വഴിയുണ്ടാക്കിയാൽ പോണേ. അങ്ങനെ വഴിയുണ്ടാക്കി പോകുമ്പോഴായിരിക്കും ഇതിന്റെ മുമ്പ് ചെന്ന് ചാടണം. കാടിനകത്ത് വഴി തന്നെ ഉണ്ടാവില്ല ചിലപ്പോൾ. ഇത് പറഞ്ഞില്ലേ, ഇത് ഒറ്റയാണ്. നമുക്ക് പെട്ടെന്ന് മറ്റത് കൂട്ടായതുകൊണ്ട് എവിടെ നിന്ന് നമുക്ക് ഇത് കിട്ടും. ഇതിങ്ങനെ ഫ്രണ്ടിൽ ചെന്ന് ചാടുമ്പോൾ അതും പേടിക്കും, നമ്മളും പേടിക്കും. അതിന് രക്ഷപ്പെടണം, നമുക്ക് രക്ഷപ്പെടണം. അതിന്റെ ആഹാരമൊന്നുമല്ല നമ്മൾ, പക്ഷെ അതിന് രക്ഷപ്പെടണം. ആ ഒരു ഇതില് സംഭവിച്ചു പോകുന്നതാണ്. നമ്മുടെ ഒരുപാടൊന്നല്ല. ഈ കൂട്ടുകാരൊക്കെ അദ്ദേഹം പേര് പെട്ടെന്ന് ഞാൻ ഓർക്കണില്ല. ആനയുടെ ആക്രമണത്തിൽ മരിച്ചിട്ടുണ്ട്. ശരിക്കും ഹേർഡിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ആന കുട്ടി ഉണ്ടെങ്കിൽ എല്ലാ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞ പോലെ എല്ലാ ജീവിക്കും അതിന്റെ കുട്ടിയെ അവർ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. ഞാൻ ആനയുടെ കാലിൻ്റെ ഇടയിൽ കൂടെ പാസ് ചെയ്യുന്ന കുട്ടി വരെ ഞാനിങ്ങനെ മാറി നിന്ന് നിരീക്ഷിച്ചിട്ടുണ്ട്. അതിനടുത്തോട്ടൊന്നും പോയി ഒരു പരിധിക്കപ്പുറം പോവില്ല, പക്ഷെ നിരീക്ഷിച്ചിട്ടുണ്ട്. അതിന് കുഞ്ഞെന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ ആന കുട്ടിയുള്ളപ്പോൾ നമ്മൾ അതിനടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് പക്ഷേ വല്ലാണ്ട് ചാർജ് ചെയ്യും. മറ്റേതൊക്കെ ഒന്ന് വിരട്ടിയിട്ട് ഒരു 10 മീറ്റർ 20 മീറ്റർ ഒന്ന് മോക്ക് ചെയ്യണമെന്ന് പറയും, ഒന്ന് വിരട്ടിയിട്ട് തിരിച്ചു പോകും. ഈ ആനക്കുട്ടി ഉള്ളിടത്താണെങ്കിൽ അത് കുറച്ചുകൂടെ, കാരണം കുഞ്ഞുങ്ങൾക്ക് അത് അത്രയും കെയർ ചെയ്ത് കൊടുക്കുന്ന ജീവിയാണ്. അതുകൊണ്ട് മറ്റേ മോക്കിയുമ്പോൾ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് വീഡിയോ. അത് പോസിബിൾ ആണോ? അതിനെക്കുറിച്ച് പോസിബിൾ ആണോ വെച്ചാൽ എനിക്കത് പറയാൻ കഴിയും. കാരണം ഒന്ന് എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാൻ കഴിയില്ല. കാരണം പലപ്പോഴും ഓടിയാണ് മാറിയിട്ടുള്ളത്. അതായത് ആന അങ്ങനെ ഇളകി വരുമ്പോൾ അതിൻ്റെ മുന്നിൽ നെഞ്ചി വിരിച്ച് നിൽക്കുന്നത്
ധൈര്യമല്ല, വിവരക്കേടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എൻ്റെ അനുഭവം അതാണ്. ഞാനും ഒരു സഞ്ജയ് എന്ന് പറഞ്ഞിപ്പം റേഞ്ച് ഓഫീസറായൊരു പയ്യൻ എൻ്റെ കൂടെ BF ആയിരുന്നു. ഞങ്ങളൊന്നിച്ചായിരുന്നു. ഭയങ്കര നല്ല നല്ല പയ്യനായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കാട്ടി പോകുമ്പോൾ ഒരു ദിവസം സ്റ്റേഷനിൽ അന്ന് ബിരിയാണിയാണ് ഉച്ചയ്ക്ക്. സ്റ്റേഷനിൽ ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ച് പോകാം ബിരിയാണി. അങ്ങനെ പോകുന്ന വഴിക്ക് ആന 2 കുട്ടിയും ആനയായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ എന്നോട് ഇപ്പം പറയുന്നുണ്ട്, ചേട്ടാ അതുപോലെ ആന മാറിയിട്ട് നമുക്ക് പോകാം. ഞാൻ പറഞ്ഞു മാറിയിട്ട് പോയാണ് ബിരിയാണി തീരും, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഒന്ന് ഇങ്ങനെയൊക്കെ പോയിട്ട് ഞാൻ പറഞ്ഞ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. ആരും നമ്മളവിടെ ഒന്ന് മാറാൻ നോക്കി. ആന പിന്നാലെ ഓടി. ഞാൻ കാരണം വന്ന് അവൻ്റെ ജീവനും കൂടെ പോകുന്നൊരവസ്ഥ. രണ്ടുപേരും കൂടെ ആനയുടെ മുമ്പെന്ന് അന്തം വിട്ട് ഓടിയുമ്പോൾ കാലിലെ ചെരുപ്പൊക്കെ മാറി. ഞാൻ ആ നിമിഷം ഭാര്യയും കുഞ്ഞുങ്ങളെ എല്ലാവരെയും കണ്ട ആ ഒരു നിമിഷം. എൻ്റെ അമ്മ സത്യത്തിൽ ആ ഒരു നിമിഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാവരെയും കണ്ടു. ഞങ്ങൾ ഓടിയ വഴിയിൽ ഇളകി കിടക്കുന്ന മെറ്റലുണ്ടായിരുന്നു. ഇത് എല്ലാം ചേർത്ത് അവിടെ ഓടി എന്തോ ആന വേണ്ടാന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം നമ്മളന്ന് രക്ഷപ്പെട്ട്. ഞാൻ അപ്പുറത്ത് ഓടി നിർത്തിയിട്ട് എനിക്കിനി 1 ഇഞ്ച് അനങ്ങാൻ വയ്യാത്ത പരുവാണ്. ഒരു 300 മീറ്റർ ഓടുമ്പോഴേക്കും 1 ഇഞ്ച് അനങ്ങാൻ, കാരണം അത്രയ്ക്ക് കാലിൽ കറുത്ത കയറ്റുകൊണ്ട് കാലിൽ ഇത് വന്നു. എൻ്റെ കൂടെ ഈ സഞ്ജയ് എന്ന് പറഞ്ഞ അവനുണ്ട്. അവന് ഞാൻ വിചാരിച്ചില്ല ഓടുന്നു, പക്ഷെ അവന് നന്നായിട്ട് ഓടി 2 ലക്ഷം. പക്ഷേ എന്നിട്ട് അവിടെ നിന്ന് ഒരടി അനങ്ങാൻ പോയി. 2 പേരോടെ ഇരുന്നിട്ട് സ്റ്റേഷനിൽ ജീപ്പ് വിളിച്ച്. അപ്പോഴും നമ്മുടെ പേടി ഇനി ആന നമ്മുടെ അടുത്തോട്ട് വന്ന് നമ്മളെങ്ങനെ ഒരടി ഇനി നമ്മളെ കൊണ്ട് ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. ആ ഒരു സ്റ്റേജായി. പിന്നെ സ്റ്റേഷനിൽ നിന്ന് അന്ന് ചെറിയാക്കാൻ ഡ്രൈവർ വിളിച്ച് അവർ വണ്ടിയായിട്ട് വന്ന് ഒരു ബിരിയാണി കഥ കിട്ടിയോ? ബിരിയാണി ഇവ കിട്ടിയ ഭാഗ്യം. അത് സ്റ്റേഷനിൽ നിന്ന് വണ്ടി എസതല്ല. എന്നിട്ട് ഞങ്ങളുടെ ചെരുപ്പ് എടുക്കാൻ പോകാൻ ചെരുപ്പൊക്കെ ഊരിപ്പോയി. എടുക്കാൻ പോകാൻ ഞങ്ങൾക്ക് കഴിയണില്ല. പിന്നെ ആന അങ്ങോട്ട് മാറിയ ശേഷം നമ്മുടെ കൂടെയുള്ളവർ ഇതെടുത്ത് ഞങ്ങൾ വണ്ടി തിരിച്ചു പോയത്. ഈ ഒരു അനുഭവത്തിന് ശേഷം ആനയുടെ അടുത്ത് വല്ലാണ്ട് പോണ പരിപാടിയൊന്നുമില്ല. ഒന്ന് സേഫായിട്ട് ബിരിയാണി നാളെ കഴിക്കല്ല. അഡ്രിനാലിനായിരിക്കില്ല, കാരണം നമ്മൾ സാധാരണ ഓടിനെക്കാട്ടി സ്പീഡിൽ ഓടുമായിരിക്കില്ല മിക്കവാറും. ഇതൊക്കെ പിന്നാലെ കൂടുമ്പോൾ ഒരു സംശയവും വേണ്ട. മാത്രമല്ല നെഞ്ചൊക്കെ കിടന്ന് നല്ല ഇടിയിടിക്കും. നമ്മൾ ആ നിമിഷം എല്ലാവരും ഒന്ന് കാണും. അതായത് ഒരു ഡെത്തിന് മുമ്പുള്ള രംഗം പോലെയാണ്. അതെ അങ്ങനെ വന്നിട്ടുള്ള ആ നിമിഷം എല്ലാവരും ഒന്ന് കാണാൻ ഒരു സംശയമില്ല. കണ്ടു, അതുകൊണ്ടാണ് പറഞ്ഞു. കരടിനെ പറ്റി പറഞ്ഞല്ലോ. കരടിയാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഡേഞ്ചർ എന്ന് പറയാൻ കാരണം ഈ മറ്റു മൃഗങ്ങളൊക്കെ വന്ന് ഞാൻ പറഞ്ഞ കടുവ വന്നാലും നോക്കി പോകും. സിംഹത്തിനൊന്നും ഞാൻ കണ്ടിട്ടില്ല. കണ്ട മൃഗങ്ങളിൽ വെച്ച് കരടി എന്ന് പറഞ്ഞാൽ അത് പിന്നാലെ കൂടും. ആ മനുഷ്യനെ പോലെയാണ്. മനുഷ്യൻ തന്നെയല്ലേ കരടി. ഒന്ന് സങ്കല്പിച്ച് കുറച്ച് മുടി കൂടുതലൊന്നല്ലേ ഉള്ളൂ. നിറവൊന്നും നോക്കണ്ട, നമ്മളത് ഇന്ന് ഒന്ന് തന്നെയാണ്. ഇത് മരത്തിൽ കയറി രക്ഷപ്പെടാൻ പറ്റുമോ? മുകളിൽ കയറി രക്ഷപ്പെടാൻ പറ്റുമോ? വെള്ളത്തിൽ ചാടി വെള്ളത്തിൽ ചാടാൻ പറ്റും. ആ നീന്തി വരും. ഇത് ചേസ് ചെയ്യും. അത് പിന്നാലെ കൂടണം. അതിന് ഈ നാട്ടിൽ ഈ തേനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ തേനീച്ച തേന് കൂട്ടുന്നത് ഒരു മരത്തിൻ്റെയൊക്കെ ഏറ്റവും നമ്മൾ ഗോത്രവിഭാഗക്കാരെടുക്കുന്ന തേനൊക്കെയാണ് നമ്മൾ എക്കോ ഷോപ്പ് വഴി വിൽക്കുന്നത്. ഈ തേനീച്ച കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു 50 മീറ്റർ പൊക്കം. 50 മീറ്റർ ഒന്നും മരം പൊങ്ങൂല എന്നുള്ള മനസ്സിൽ കരുതുന്നത്. കാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ മരത്തിൽ ആരും എത്തപ്പെടാത്ത സ്ഥലത്ത് ഇത് കൂട്ടുള്ളൂ. എന്തെന്ന് വെച്ചാൽ ഈ കരടി ഇത് കുടിക്കും. മനസ്സിലല്ലേ? കരടി എല്ലായിടും വലിഞ്ഞു കയറും. അതാ ഞാൻ പറഞ്ഞാൽ അത് മരം കയറുന്നു. അത് കുടിക്കാതിരിക്കാൻ വേണ്ടി അത്രയും മണ്ടയ്ക്ക് അത് കൊണ്ട് പോകാനായിട്ട്. അപ്പോൾ ഈ കരടി എല്ലായിടും കയറിപ്പോവും. ഇനിയിപ്പോൾ നാട്ടിൽ പെട്ടിത്തേന് വയ്ക്കുമെന്നുണ്ടെങ്കിൽ കരടി നാട്ടിലേക്ക് ഇറങ്ങും. നാട്ടിൽ നമ്മൾ പെട്ടിത്തേന് വയ്ക്കില്ലേ, അത് കുടി. അപ്പോൾ ഇതിന് അങ്ങനെ ശീലമായതുകൊണ്ട് ആകെ തീയെ മാത്രമേ പേടിയാ. മുടിയുള്ളതുകൊണ്ട് തീയനെ പേടിയാണ് എല്ലാം. നമ്മളെ വന്നിട്ട് അറ്റാക്ക് ചെയ്യോ? അത് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത. എൻ്റെ ഫ്രണ്ട് ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അവര് എന്താണ് മനാലിയിലോ ലേയിലോ അവിടെ ട്രക്ക് ചെയ്യുമ്പോൾ 400 മീറ്റർ അപ്പുറത്തെ കരടിനെ കണ്ട്. 400 മീറ്റർ അപ്പുറത്ത് കരടി ഉണ്ട് പറഞ്ഞപ്പോൾ തന്നെ ഇവര് എല്ലാവരും ഫുൾ പേടിച്ചു പോയി എന്നാണ്. കരടി ആയോണ്ടാ പേടിച്ചത്. പേടിക്കണം. കരടിയെ പേടിച്ചേ പറ്റുള്ളൂ, മറ്റു മൃഗങ്ങളെ പോലെ അല്ലത്. അപ്പൊ കാട്ടിൽ നമ്മൾ പേടിക്കേണ്ട മൃഗം കരടി. പിന്നെ കാട്ടിൽ ഏറ്റവും പേടിക്കേണ്ട മൃഗം മനുഷ്യൻ തന്നെയാണ്. പിന്നെ കാട്ടിൽ ഏറ്റവും പേടിക്കേണ്ടത് എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ വായിച്ചത് വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാനീ പറഞ്ഞില്ലേ ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഗോത്ര വിഭാഗക്കാരാണ് ചോല നായ്ക്കർ. അവരുമായിട്ട് ഉള്ള ആ ഇടപെടലിൻ്റെ ബന്ധം എന്നൊക്കെ പറയാൻ കഴിയുന്നത്. പക്ഷെ എനിക്ക് അവരോട് സംസാരിക്കാൻ കഴിയില്ല. നമ്മുടെ കൂട്ടത്തിൽ ടിജോ എന്ന് പറഞ്ഞൊരു പയ്യുണ്ട്. അയാൾ നല്ല രീതിയിൽ അവരോട് സംസാരിക്കും. അതുകൊണ്ട് അയാളുണ്ടെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഇത് പറ്റും. അപ്പോൾ അവരുടെയൊക്കെ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ അവർ പറയുന്ന അവർക്കിത് എന്ത് പറയാം, ദിവസം കാണുന്നതല്ലേ. അതെ, അവരുടെ ഡേ ടു ഡേ ലൈഫിൽ ചിലപ്പോൾ കരടി ഉണ്ടാവും. കരടി ഇതൊക്കെ അവരെപ്പോഴും അതിനോട് എലമെന്റിലല്ലേ നിൽക്കുന്നത്. ഡേ ടു ഡേ ലൈഫ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഭാഗമാണ്.
അവരിപ്പോഴും അവിടെ കറണ്ട് ചെയ്യുന്നിട്ടില്ലല്ലോ. അപ്പോൾ അവർക്ക് അവർക്ക് അവിടെ ആ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെൻറ്റിന് ഒന്ന് എല്ലാ രീതിയിലും ഇവരുടേതായ സ്ഥലത്തിലേക്ക്, അതായത് മാഞ്ചേരി വരെ നമ്മൾ വണ്ടി അക്സസിബിൾ ആണ്, ആ രീതിയിൽ റോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സംവിധാനമുണ്ട്. പിന്നെ ഡോക്ടേഴ്സ് പോകുന്നുണ്ട്. കാട്ടിലൊരു അശ്വതി എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയുടെ ഡോക്ടറുണ്ട്. അപ്പോൾ അവർ പോകാറുണ്ട്. ഞാൻ നിൽക്കുന്ന സമയത്ത് അയാളായിരുന്നു. അയാൾ പിന്നെ അതിനുശേഷം മാറിയിട്ടുണ്ടാവും. ഡോക്ടേഴ്സ് അവിടെ പോകാറുണ്ട്. എല്ലാ ബുധനാഴ്ചയും ഡോക്ടർ അവിടെ ചെല്ലാറുണ്ട്. അതായത് ഇവർ കാട്ടിൽ നിന്നുള്ള വനവിഭവങ്ങളെല്ലാം ശേഖരിക്കും. ഇങ്ങനെ ഉൾക്കാണ്ടിലേക്ക് അകത്തേക്ക് ഒരുപാട് കിലോമീറ്റർ അകത്ത് പോയിട്ട് പുറകിലൊരു ഇതുണ്ട്, ഒരു സഞ്ചിയല്ല കൊട്ട, അവർ മുടയുന്ന കൊട്ട. ഈ കൊട്ടയിൽ ഒരു 10, 30, 40 കിലോ ഇത് ഇട്ടിട്ട് ഒരു കൂളായിട്ട് മലകയറി പോകും. കാലിൽ ചെരുപ്പിടില്ല. അപ്പം നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല. കാരണം അവരുടേതായ ജീവരിയുടെ ഭാഗമാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ സബ്ജക്റ്റ് വീണ്ടും വിട്ടു. അല്ല, അവർ 40 കിലോമീറ്റർ വരെ നടക്കുന്നു. അവർ 40 കിലോമീറ്റർ വരെ നടക്കും. ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ ശേഖരിച്ചതിന് ശേഷം ഇത് കാടിനകത്ത് മാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കാടിൻ്റെ ബൗണ്ടറിയിൽ നിന്ന് ഏതാണ്ട് 17 കിലോമീറ്റർ മാറിയിട്ട് ഈ സ്ഥലം ഇവിടെ അവർ കൊണ്ടുവരും. ഈ 17 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ച് നമ്മളവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ഈ സാധനം ശേഖരിക്കും. എന്നിട്ട് ഇത് നമ്മൾ എക്കോ ഷോപ്പ് വഴി വയ്ക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ആ പർട്ടിക്കുലർ ദിവസം ഇവർ എല്ലാ ബുധനാഴ്ചയാണ്, ഈ ബുധനാഴ്ച അവിടെ ഡോക്ടേഴ്സ് വരും, ഹെൽത്തിൽ നിന്ന് എല്ലാ സ്റ്റാഫ് വരും. പിന്നെ ഈ പറഞ്ഞ എല്ലാ അവരെ സഹായിക്കാനായിട്ടുള്ള എല്ലാ സംവിധാനവും ഈ പറയുന്ന ബുധനാഴ്ച അവിടെ ഉണ്ടാവും. മറ്റു ദിവസം എന്തെങ്കിലും എമർജൻസി വരിക എന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് വിൽക്കല്. നമുക്ക് പബ്ലിക്കിന് വിൽക്കുന്ന നമ്മുടെ എക്കോ ഷോപ്പ് ഉണ്ട്. ഇപ്പം കരിമ്പുഴ വൈൽഡ് ലൈഫ് സെഞ്ചുറിയിലാണെങ്കിൽ നെടുങ്കയത്തുണ്ട്. ഞാനിപ്പം പറയുന്ന അവരെ ഇത് വിൽക്കുന്നത് നെടുങ്കയം വഴിയാണ്. മാത്രമല്ല ഇപ്പം കൊടുകുത്തിമല എക്കോ ടൂറിസം സ്പോട്ടുണ്ട്. ഇവിടെ അടുത്ത് പെരിന്തൽമണ്ണയാണ്. പിന്നെ മലപ്പുറം ജില്ലയിൽ നമ്മളെ കഞ്ഞിപ്പുര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു എക്കോ ഷോപ്പുണ്ട്. ഈ എക്കോ ഷോപ്പ് വഴി വിൽക്കുക. ഇപ്പോൾ അവരെടുക്കുന്ന സാധനം അവർ നമ്മളിപ്പോൾ 500 രൂപയ്ക്ക് എടുക്കുകയാണെങ്കിൽ അത് സംസ്കരിച്ച് 600-700 രൂപയ്ക്ക് വിൽക്കും. അപ്പോൾ ഇതിൻ്റെ ലാഭം അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കണം. വെൽബീയിങ് ഓഫ് ദി ലോക്കൽ പീപ്പിൾ എന്ന് പറയുന്നത്. അവർ വെൽബീയിങ് ആണോ? അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്, അവരുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അത് എക്കോ ടൂറിസത്തിൻ്റെ നിർവചനം തന്നെ പറയുന്നത്, എക്കോ ടൂറിസം എന്ന് പറഞ്ഞാൽ അതൊരു റെസ്പോൺസിബിൾ ട്രാവൽ ടു ദി നേച്ചർ വിച്ച് കൺസേൺ ദ എൻവയോൺമെന്റ് ആൻഡ് വെൽബീയിങ് ഓഫ് ദി ലോക്കൽ പീപ്പിൾ. ഇതാണ് ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്ന വിഭാഗമായിട്ടാണ് അവർക്ക് കുറെ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. നമ്മളെ ലാസ്റ്റ് പോഡ്കാസ്റ്റ് വന്നിട്ട് എടുത്തും പറഞ്ഞിരുന്നു. അല്ല, അട്ടപ്പാടിയിൽ ഇവരൊപ്പം നിന്നിരുന്നു. എല്ലായിടത്തും ചൂഷണം. പക്ഷേ ആ ചൂഷണം പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇതും സർക്കാർ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ അവരുടെ ചൂഷണം ചെയ്തിരിക്കപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട്. എന്നാലും എന്നാലും സംഭവിക്കുന്നുണ്ടാവാം. എൻ്റെ അറിവിലില്ല, സംഭവിക്കുന്നുണ്ടാവാം. പക്ഷേ സർക്കാർ എല്ലാ മുൻകരുതലുകളും എടുക്കുന്നുണ്ടെന്നുള്ള സത്യമാണ്. അതിനുള്ള എല്ലാം നമുക്ക് നിർദ്ദേശമുണ്ട്. നമ്മൾ മേലുദ്യോഗസ്ഥ നിർദ്ദേശം തരുന്നു എന്ന് പറഞ്ഞാൽ സർക്കാർ നിർദ്ദേശമായിട്ട് കണക്കാക്കിയാൽ മതി. പിന്നെ എന്താ ട്രസ്പാസ് എല്ലാം ചെയ്യാൻ നിൽക്കണ്ടെന്നുള്ളതല്ലേ നമ്മൾ കാട്ടിലേക്ക്? ട്രസ്പാസ് ഒരിക്കലും ചെയ്യരുത്. കാരണം നിങ്ങൾ ചിലപ്പം കാട്ടിൽ പോകണം, നിങ്ങൾ കാടിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും, 10 മിനിറ്റ് കാടിനകത്തിരിക്കുന്ന സുഖം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കാട്ടിനകത്തുനിന്ന് ഒരു ജീവിയെ കാണാനുള്ള കൗതുകം കൊണ്ടായിരിക്കും. പക്ഷെ തൊട്ട് മുമ്പായിരിക്കും ഒരുത്തൻ അതിനകത്തുനിന്ന് ഒരു മരം മുറിച്ചിട്ട് പോയത്. അപ്പോൾ ഈ മരം കിട്ടാനുള്ള ദേഷ്യത്തിൽ നമ്മൾ നടക്കുമ്പോഴായിരിക്കും ഒരാൾ ഇങ്ങനെ കാടിനകത്ത് നടന്നു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു റിയാക്ഷൻ. നമ്മളൊരു ഫ്രണ്ടിന് ഒരു കഥ, അത് ഇന്നലെ ഫോറസ്റ്റ് ഓഫീസർ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ അവരെടുത്തിട്ടൊരു കഥയായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ ഇവനെ ട്രക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറിയവൻ കുറേ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. എന്നിട്ട് ഏതൊരു മലേൻ്റെ മേലെ പോയപ്പോൾ പിടിച്ചിട്ട് ഓഫീസർ വരുന്നവർ നല്ല കിട്ടിയെന്ന് പറഞ്ഞു. അല്ല, അതിനുള്ള കാരണം ഇതാണ്. ഇത് ഈ പറഞ്ഞ പോയ ഒരു പക്ഷെ പാവമായിരിക്കാം, ആകാം. ചില പല ആവശ്യത്തിന് കാടിനടുത്ത് കയറും. പറയാതെ തന്നെ അറിയാലോ. ഇപ്പം നമുക്ക് 2 അടിക്കണമെന്ന് തോന്നി, ഒരു കുപ്പേര് ഇന്ന് ഇവിടെ ഇരുന്ന് അടിക്കും, നാളെ കുറച്ച് പുഴയുടെ സൈഡിൽ നിന്ന് അടിക്കണമെന്ന് തോന്നും, മറ്റന്നാ കാട്ടിനുള്ളിൽ. അപ്പോൾ ഇത് മനുഷ്യനാണ്, ആഗ്രഹം അതില്ല. അപ്പോൾ ഇതിങ്ങനെ കൂടി വരുമ്പോൾ ഇതെല്ലാം കഴിയുമ്പം ഈ വിശക്കുന്നവൻ ഉണ്ണാൻ ധൃതി, ഉണ്ടവൻ ഉറങ്ങാൻ ധൃതി എന്ന് പറയും. മനസ്സിലല്ലേ? അപ്പം നമ്മൾ അല്ലെങ്കിൽ നമ്മളെ എം വിജയൻ പറഞ്ഞൊരു സാധനമുണ്ട്, വിശക്കുമ്പം പൂവൻകോഴി പുണ്ണാക്ക് മോഹിക്കും, അത് കഴിഞ്ഞാൽ അത് പെടയെ മോഹിക്കും എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ ആദ്യം നമുക്ക് കാടിനകത്ത് കയറുക, കാടിനകത്ത് നല്ല സ്ഥലങ്ങൾ നോക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്യൂഷനെന്ന സാധനം തുടങ്ങും. അപ്പോൾ അതുണ്ടാവാതിരിക്കുവാനാണ് ഈ നിയമങ്ങൾ കർശനമാക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥനും ബാധ്യസ്ഥനാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി മരം വെട്ടി കൊണ്ടുപോകുന്നതും പിന്നെ ഉള്ളിൽ കഞ്ചാവ് തോട്ടങ്ങളും പിന്നെ ചന്ദനമരം വെട്ടുന്നതും അതൊക്കെ അപ്പോൾ റിസ്കി ജോബാണല്ലോ ശരിക്കും. അതൊക്കെ ഉണ്ടോ? എന്താണ് എന്നെ സംബന്ധിച്ച് എന്നെ കിട്ടുന്ന 5ാമത്തെ ജോലിയാണിത്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇതിൽ തന്നെ അങ്ങനെ ഉറച്ചു നിൽക്കാൻ കാരണം. ആസ്വദിക്കുന്നവന് ആസ്വദിക്കാൻ കഴിയും.
പിന്നെ ബർഡൻ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടിയാലേ ഇപ്പോൾ നമ്മളിങ്ങനെ പോകുന്നു, അവിടെ ഒരു കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ഒരു സ്ഥലമാണെന്ന് കരുതിക്കല്ലോ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒരു ഇങ്ങനെ ചാഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ ഒന്ന് കുനിഞ്ഞ് കയറിയാൽ ഇപ്പം വാതിൽ ചെറുതാണെന്ന് കരുതുക, അവിടെ ഒന്ന് കുനിഞ്ഞ് കയറിയാലേ അകത്ത് പോയി നൂന്ന് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു സുഖം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാലം. അതുകൊണ്ടാണ് ജോലി ബർഡനല്ല, പക്ഷേ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. ഒരു അപകടം പറ്റി എന്ത് ചെയ്യും? കാട്ടിൽ പാമ്പ് കടിച്ചാൽ പാമ്പ് കടിച്ചാൽ എന്താ ചെയ്യുക? ഞാൻ അത് അല്ല, അങ്ങനെയൊക്കെ ഉണ്ട്. റെയർ കേസ് ഇന്നുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ഉണ്ടായി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ. അതെ അതെ സത്യം. പക്ഷെ എന്നാലും എന്താണ് ഇപ്പോൾ ഇത് എന്താണ് കാട്ടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പുഷ്പയൊക്കെ വന്നല്ലോ പടം. പുഷ്പ അതാണ്. രാജമൗലിയല്ലേ? രാജമൗലിയല്ലോ ആരാണ്? അല്ല, പുഷ്പ നമ്മളെ പോലെ ഇവന്റെ. അതെ 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 അതെ. അല്ലു അർജുന്റെ ചന്ദനം കടത്തിക്കൊണ്ട് ചന്ദനം കടത്തുന്ന. ഓക്കെ ഓക്കെ, ഞാൻ കണ്ടു. അതൊക്കെ പുഴയുടെ സൈഡിൽ കൂടെ കൊണ്ട് ചന്ദനിട്ട് കിടന്ന. അതിൽ പക്ഷെ ചന്ദന പൊന്തി കിടക്കൂല എന്ന് പറഞ്ഞിട്ടാണ് ഫിസിക്സ് അതിൽ സയൻസ് വന്നത്. അത് ഒരു കാലത്ത് ചന്ദനം അവിടെ ചന്ദനം സംബന്ധിച്ച് നമ്മളെ നിലമ്പൂരൊക്കെ കുറവാണ്. നിലമ്പൂർ മോഷണത്തിന് പുഴകൾ ഉപയോഗിച്ചിരുന്നു, നല്ല സത്യമാണ്. പുഴകളൊക്കെ മോട്ടിച്ച് തടികൾ കൊണ്ടുവന്നിരുന്ന ഒരു കാലഘട്ടം. ഞാൻ 2004-05 സർവീസിൽ വരുന്നത്, അതിന് മുമ്പൊക്കെ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ചന്ദനം പണ്ട് നമ്മളെ വീട്ടിലും ഇവിടെയൊക്കെ ചന്ദനമരത്തിൻ്റെ എന്തെങ്കിലും ചെറിയ തടി എന്തെങ്കിലും ഉണ്ടായി അപ്പോൾ വന്നിട്ട് വെട്ടിക്കൊണ്ടുപോകല്ലോ ഫോറസ്റ്റുകാർ വെട്ടിക്കൊണ്ടു. അതായത് എന്താണ് നമുക്ക് രാജ്യത്തിൻ്റെ കമ്മോഡിറ്റിയാ. ഓക്കെ, ചന്ദനം എന്ന് പറഞ്ഞാൽ സർക്കാർ റിസർവ് മരമാണ്. ചന്ദനം ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ വീട്ടിലുണ്ടെങ്കിൽ വളർത്തുന്നതിന് യാതൊരു കുറ്റമില്ല, ആർക്കത് വളർത്താം, ഒരു പ്രശ്നമില്ല, വളർത്താം. പക്ഷേ അത് മുറിക്കാൻ സമയമാകുമ്പോൾ നിങ്ങളുടെ കാരണം എന്താ വെച്ചാൽ എനിക്ക് അത് പോടായതുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ട് മുറിക്കുന്നത് വനംവകുപ്പ് വെച്ചാൽ അവരൊന്ന് മുറിച്ചിട്ട്, ഉദ്യോഗസ്ഥരൊന്ന് മുറിച്ചിട്ട് അത് ലേലവിധേയമാക്കിയിട്ട് അതിൻ്റെ ലാഭം നിങ്ങൾക്ക് തരും. അല്ലാതെ നമുക്ക് ആ സാധനം വെക്കാൻ നിങ്ങളുടെ സ്വന്തം നിലയ്ക്ക് അത് വിൽക്കാൻ പറ്റില്ല. റിസർവ് മരമാണ്, അത് വിറ്റിട്ട് അതിൻ്റെ ലാഭം നിങ്ങൾക്ക് തരും. അതിൻ്റെ ലാഭം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് വിൽക്കുന്ന, അത് മുറിക്കുവാനും അത് ട്രാൻസ്പോർട്ട് ചെയ്യുവാനും അത് ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനൊക്കെ ഒരു പൈസ ചിലവാകും. അത് പോയിട്ട് ബാക്കിയുള്ള പൈസ നിങ്ങൾക്ക് തരും. ചന്ദനം പ്രൈവറ്റ് വ്യക്തിക്ക് വളർത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല ഞങ്ങൾ അങ്ങോട്ടും പൈസ തരും വളർത്താനോ. ചന്ദനം മാത്രമല്ല, ചന്ദനം, തേക്ക്, പ്ലാവ് ഇങ്ങനെയുള്ള മരം ഒരു പ്രൈവറ്റ് വ്യക്തി അയാളുടെ സ്വന്തം സ്ഥലത്ത് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ വനംവകുപ്പ് അതിനെ പ്രോത്സാഹിപ്പിക്കുക. എന്താണെന്ന് വെച്ചാൽ വനംവകുപ്പിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ എർത്ത് കവർ കൂട്ടുക. എർത്ത് കവർ കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളെ പച്ചപ്പ് കൂട്ടുക എന്നുള്ളത്. ഈ പച്ചപ്പ് കൂടിയാലും ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരു 6.5 കോടിയുടെ കണക്ക് നേരത്തെ പറഞ്ഞില്ലേ, 6.5 കോടി കറക്റ്റ്. അതെ, അത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാനത് പിടിച്ചിരിക്കുന്നത്. അത് കൂടുതലുണ്ട്. ഞാനിങ്ങനെ രണ്ട് എലമെന്റിന്റെ കാര്യം. അതെ അതെ, വെറും 2 എലമെന്റിന്റെ കാര്യം. അപ്പൊ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ മരങ്ങളാണ്. അപ്പൊ ഈ മരം കാട്ടിൽ തന്നെ നിൽക്കണമെന്നില്ലല്ലോ, നാട്ടിൽ നിന്നാലും ഈ പറഞ്ഞ ഗുണം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളുടെ ഒരു 200 തേക്ക് നിങ്ങളെ വീട്ടിൽ നട്ട് നിങ്ങളെ സ്വകാര്യ സ്ഥലത്ത് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ അപേക്ഷ പ്രിസ്ക്രൈബ്ഡ് ഫോം കൊണ്ട് ഒരു മരത്തിന് 50 രൂപ വെച്ച് നിങ്ങൾക്ക് കിട്ടും. ആലോചിക്കുക, നിങ്ങളുടെ പറമ്പിൽ 50 രൂപ വെച്ച് കിട്ടും കേട്ടോ ഗൈസ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ 50 തേക്ക് മരം വയ്ക്കുകയാണെങ്കിൽ ആ ഒരു മരത്തിന് 50 രൂപ വെച്ച് കിട്ടും. 200 മരം വയ്ക്കുകയാണെങ്കിൽ 200 മരത്തിനും 50 രൂപ വെച്ച് കിട്ടും. അതെങ്ങനെ കിട്ടുക? വൺ ടൈം പേയ്മെന്റ് ആണോ? വൺ ടൈം പേയ്മെന്റ്. ഇതുപോലെ അപേക്ഷ കാരണങ്ങൾ കാണിച്ച് അപേക്ഷ ഞങ്ങളൊന്ന് പരിശോധിക്കും. പരിശോധിച്ചതിന് ശേഷം അത് ആദ്യത്തെ 200 മരത്തിന് 50 രൂപ വെച്ച് കിട്ടും. അതിന് ശേഷമുള്ള 425 വരെയുള്ള മരത്തിന് 40 രൂപ വെച്ച് കിട്ടും. അതിന് ശേഷം 625 വരെയുള്ള മരത്തിന് നമ്മൾ വനംവകുപ്പ് ധനസഹായം നൽകുന്നുണ്ട്, 30 രൂപ വെച്ച് കിട്ടും. അപ്പം ഏതാണ്ട് 10 രൂപ 20 രൂപ കിട്ടും. നിങ്ങൾ സ്വന്തം പറമ്പിൽ വെച്ച് വളർത്തുന്നതിനാണ്. അതെ അതെ, വളർത്തുന്നതിനാണ് അത്. അപ്പോൾ അങ്ങനെ സർക്കാരിൻ്റെ ഉദ്ദേശം ഒറ്റ ഇതേ ഉള്ളൂ, ഭൂമിയിൽ എർത്ത് കവർ കിട്ടും. അത് ആഗോളതാപനം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂട്ടിയേ പറ്റും. മരമാണ് മറുപടി, വേറൊന്നുമില്ല. സത്യം. എന്താണ് പ്ലാസ്റ്റിക് ശരിക്കും മറ്റേ ഇപ്പോൾ നമ്മൾ ഇവിടേക്ക് എന്താ ചെന്നൈ ബാംഗ്ലൂരിലേക്കൊക്കെ പോകുമ്പോഴേ 2-3 ചെക്ക് പോസ്റ്റ് വരുന്നുണ്ടല്ലോ. കേരളത്തിൻ്റെത് കഴിഞ്ഞ് തമിഴ്നാടിൻ്റെ വരുന്നുണ്ട്, പിന്നെ കർണാടകത്തിൻ്റെ വരുന്നുണ്ട്. അവിടെയൊക്കെ പ്ലാസ്റ്റിക്കിനെ അവർ ചെക്ക് ചെയ്യുന്നത് ഹെവി ആയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഉണ്ടോ ഇല്ലേ, എന്തെങ്കിലുമൊക്കെ ഭയങ്കര റൂഡായിട്ടാണ് പ്ലാസ്റ്റിക്. ശരിക്കും പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഒരു കുടുംബം ഇരിപ്പുണ്ട്. 2 കുട്ടികളും ഒരു അപ്പൂപ്പനും അച്ഛനും അമ്മ ഇരിപ്പുണ്ട്. ഇതിൽ ട്രെയിനിൽ ഈ സാധനം കൊണ്ടുപോകല്ലോ. അപ്പോൾ ഈ കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിച്ചു. എനിക്ക് തോന്നുന്നത് മറ്റേ ബിങ്കോയോ ഇതാണോ, ലൈസോ ബിങ്കോയാണ്. ലൈസ് തന്നെ. ഓക്കെ ലൈസ് വായിൽ വന്നില്ല.
ലേസാണ് വാങ്ങിച്ചത്. അപ്പോൾ മൂന്ന് പാക്കറ്റ് വാങ്ങിച്ചു. കൊച്ചു നിന്ന് ആദ്യം അപ്പൂപ്പന് കൊടുത്തപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു എനിക്കും വേണ്ട പറഞ്ഞു. പിന്നെ തിന്നപ്പോൾ അപ്പൂപ്പന് രുചി പിടിച്ചു. അപ്പോൾ അപ്പൂപ്പൻ അത് വേണമെന്ന് പറഞ്ഞു. അപ്പൂപ്പനാണ് അങ്ങായിട്ട് ഇരിക്കണേ. ഈ കൊച്ചു ഇതെല്ലാം നിന്നിട്ട് ഇത് കഴിച്ചതിന് ശേഷം ഈ കവർ എടുത്ത് ട്രെയിനിന് പുറത്തോട്ടിടുമ്പോൾ അപ്പുറത്ത് കൊച്ചു അപ്പൂപ്പ ഡോണ്ട് ഡു എന്ന് പറഞ്ഞിട്ട് ആ പ്ലാസ്റ്റിക്കിന് വാങ്ങിച്ചു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ന്യൂ ജനറേഷൻ ഇതിനെക്കുറിച്ച് കെയറാണ്. ഈ കൊച്ചു ആ പ്ലാസ്റ്റിക്കിനെ വാങ്ങി അപ്പൂപ്പ ഇത് വേണ്ട പറഞ്ഞു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഉദാഹരണം പറയാനുള്ളത് എൻ്റെ ഒപ്പം പഠിച്ചൊരു കുട്ടിയുണ്ട്. കുട്ടിയെന്ന് ഞാൻ പറയില്ല, അന്ന് ഞങ്ങൾ രണ്ടുപേരും കുട്ടിയായിരുന്നു. ഞാനീ പറയുന്നത് 6ാം ക്ലാസ്സിലെ കഥയാണ്, 7ാം ക്ലാസ്സിലെ കഥയാണ്. ഈ കഥയിലെ നായിക ഇന്ന് ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ ഇവള് എന്ന് എനിക്ക് മുട്ടായി കൊണ്ടുവരും. അപ്പോൾ ഞാൻ ഈ മുട്ടായി വാങ്ങിച്ച് കഴിക്കും. എന്നിട്ട് തോടിടുമ്പോൾ ഇവൾ ഈ മുട്ടായി തോടിനെ പറക്കി വയ്ക്കും. അപ്പം ഞാൻ ഇവളെ കളിയാക്കി മുട്ടായി തോട് പറക്കിയെന്ന് വിളിച്ചോണ്ട് മനസ്സിലായില്ലേ? ഇവളെ പിൽക്കാലത്ത് ശുചിത്വ മിഷൻ്റെ ഈ മറ്റേ ഇപ്പോൾ ഒരു എംബ്ലം ഉണ്ട്, ഈ കാക്ക ഈ ഇപ്പം കാക്ക നമ്മളെ മാസ്ക് കുത്തിയെടുക്കുന്നത്, അതിന് മുമ്പ് കാക്ക ഒരു ചൂല് കടിച്ചു കൊടുക്കുന്നത്, ആ എംബ്ലം ആ ബോർഡിലുണ്ടായിരുന്നു. അപ്പോൾ അവർ എത്തേണ്ട അടുത്ത് എത്തി എന്നുള്ളതാണ്. ആ ഒരു കോൺഷ്യസ് അവർ അന്നേ ഉണ്ട്. ഈ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞ ഒരുപാട് നമ്മളെ ഒരുപാട് നേരം എനിക്കൊരു കഥ പറയണ്ടേ. ഇത് പണ്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഹൈദരാബാദിലേക്ക് പോവായിരുന്നു. അപ്പോൾ ഞാനിതേപോലെ പ്ലാസ്റ്റിക് നമ്മൾ എല്ലാം വേസ്റ്റിലിടാം എന്നുള്ള കൺസെപ്റ്റിൽ ഞാൻ എല്ലാം വേസ്റ്റിൽ കൊണ്ടുപോയിട്ട് ഇടുന്നുണ്ട്, എല്ലാം നൈസായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ആ റെയിൽവേ ക്ലീൻ ആക്കുന്നൊരു ഏട്ടൻ വന്നു. ഏട്ടൻ വന്നിട്ട് ഹൈദരാബാദിലത്ത് ഏകദേശം എത്താനായിട്ടുണ്ട്, ഇങ്ങനെ ട്രെയിൻ നിർത്താൻ പോവുകയാണ്. അപ്പോൾ ഇയാൾ വന്നിട്ട് മൂപ്പര് ആ വേസ്റ്റ് ബാസ്ക്കറ്റ് എടുത്തിട്ട് പുറത്തേക്ക് ഒരു ഒറ്റ മൂപ്പര് പുറത്തേക്കാണ് കൊട്ടിയത് ആ വേസ്റ്റ് ഫുള്ള്. നമ്മളെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ട വേസ്റ്റൊക്കെ മൂപ്പര് എടുത്തിട്ട് മൂപ്പര് പുറത്തേക്കാണ് കൊട്ടി. ഞാൻ അന്തം വിട്ടിങ്ങനെ എന്താ ഇപ്പം ഉണ്ടായത് എന്നുള്ള രീതിയിൽ നോക്കി. മനസ്സിലായെങ്കിൽ ആ മൂപ്പര് ആ വേസ്റ്റ് എടുത്തിട്ട് നേരെ പുറത്തേക്ക് കൊട്ടുക ചെയ്തു. അപ്പം ഞാൻ അന്തം വിട്ടിട്ടാണ് നിന്ന്. എന്താ ഇപ്പം ഇതിപ്പോൾ ഞാനിപ്പോൾ അത് പ്രതികരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി, പക്ഷെ നമ്മൾ ഒന്നും പറഞ്ഞില്ല. കാരണം നമുക്കറിഞ്ഞൂടാ സ്ഥലം, നമ്മളറിഞ്ഞൂടാ, ഭാഷ അറിഞ്ഞൂടാ, എല്ലാം സീനാണ്. എവിടെ പോയാലും പ്രതികരിക്കുക പറഞ്ഞാൽ കുറച്ചൊക്കെ പ്രതികരിക്കും. പക്ഷേ ഇപ്പോൾ ഈ പരിസ്ഥിതിയെ നമ്മളെ ഒരു ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട്, പരിസ്ഥിതി നല്ല രീതിക്ക് ആക്കാൻ ആദ്യം ചെയ്യേണ്ടത് എല്ലാവരെയും എന്താണ് പ്ലാസ്റ്റിക് നിരോധിക്കുക. പ്ലാസ്റ്റിക് അത്രയും നല്ല ഇമ്പോർട്ടൻ്റ് ഇൻവെൻഷൻ ആയിരുന്നു അത് അല്ലേ? എല്ലാവിധ സ്ഥലത്തും കാണാമല്ലോ പ്ലാസ്റ്റിക്. പക്ഷേ ആൾക്കാരെ ഇയാൾ പറഞ്ഞ കേട്ടോ, ഞാൻ പറയാം, ജോർദൻ പീറ്റേഴ്സനെ കോട്ട് ചെയ്യാണ് ഞാൻ സത്യത്തിൽ. ഇവർ പറഞ്ഞത് എന്താ വെച്ചാൽ എല്ലാവരും ധനികരാക്കുകയാണ് വേണ്ടതെന്നുള്ള, എല്ലാവർക്കും സാമ്പത്തികമായിട്ട് എല്ലാവരും ഓക്കെ ആയിട്ട് വരികയാണെങ്കിലാണ് നമ്മൾ എല്ലാവരും ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുക. ഇപ്പോൾ മുന്നിൽ ഫുഡില്ലാത്തവന് എന്ത് ഫ്യൂച്ചർ എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായോ? ഇപ്പോൾ മുന്നിൽ ഫുഡില്ലാത്തവനിപ്പോൾ എന്താ ഇപ്പോൾ ഒരു എന്താണ് ഇപ്പോൾ ഭക്ഷണമില്ല, അയാൾക്ക് പിന്നെ എന്താണ് പരിസ്ഥിതി അയാൾ മാറ്റർ അല്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഒറ്റയടിക്ക് നമുക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ നിരോധനം നല്ല സ്ട്രോ പേപ്പറാക്കിയിട്ടുണ്ട്, കവറ് തരാൻ പാടില്ലായിരുന്നു. പക്ഷേ അതിൽ തരുന്ന എല്ലാ സാധനവും പ്ലാസ്റ്റിക്കിലാണ്. വെള്ളം എല്ലാം ഇവിടെ വരുന്ന എല്ലാ ഡ്രിങ്ക്സും കൊക്കക്കോള മുതൽ പെപ്സി ആവട്ടെ മിനറൽ വാട്ടർ എല്ലാം പ്ലാസ്റ്റിക്കിലാണ്. മറ്റേ അരി ഇതൊക്കെ വരുന്നൊക്കെ പ്ലാസ്റ്റിക്കിലാണ്. എല്ലാം നമുക്ക് തരുന്നൊക്കെ പ്ലാസ്റ്റിക്കിലാണ്. എന്നിട്ട് എടുക്കുന്നത് മാത്രം ഇതാക്കുമ്പോൾ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത് എന്നുള്ളതാണ്. ഞാൻ ഈ പ്ലാസ്റ്റിക് കൊണ്ടുള്ളൊരു 5 ദോഷം ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഒരു കുട്ടിയോട് ചോദിച്ചാൽ പെട്ടെന്ന് പറയില്ല അവർ, കണ്ടോണ്ട് ഒരു ബോധം മീൻസ് അത് ഞാൻ പറയാം. ദോഷം തന്നെയല്ല, ഞാൻ എതിരെ തന്നെ കേട്ടോ, ഞാൻ ഒരിക്കലും അതിനെ പ്രൊമോട്ട് ചെയ്യില്ല, ഉറപ്പാണ്. അതിനുശേഷം ഞാൻ ഇതിന് മറുപടി പറയാം. അതിനുശേഷം നമ്മൾ തീരുമാനിക്കും, നമുക്ക് തീരുമാനിക്കാം. ഈ നമ്മൾ ഇടുന്ന പ്ലാസ്റ്റിക് പെട്ടെന്ന് എന്താണ് സംഭവിക്കണം? ആദ്യം അത് സ്വാഭാവികമായിട്ടും അത് മഴ പെയ്യുമ്പോൾ ഒലിച്ചിട്ട് ചാലിലെത്തും, അതെവിടെ എത്തും? കടലിലെത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്രയും സേഫ് ആയിട്ടുള്ള ഒരു വേസ്റ്റ് ഡെപ്പോസിറ്റ് വേറെ ഉണ്ടോ നമുക്ക് തോന്നും. സീനാണ്. ഞാൻ നിങ്ങളൊരു ചോദ്യം, ഈ ചോദ്യത്തിന് ഇപ്പോൾ നമ്മൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ആരും ഉത്തരം പറയില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ഓക്സിജന്റെ വില ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്സിജൻ തരുന്ന സസ്യം ഏതാണ്? നമുക്ക് ഏറ്റവും കൂടുതൽ തരുന്നത് കടലിലാണ്. എനിക്കറിയാം, ഫൈറ്റോപ്ലാങ്ക്ടൺസ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒരുപാട് സന്തോഷം. ഭൂമിയുടെ ശ്വാസകോശം എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ആമസോൺ കാടാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ ഒരു സംശയവും വേണ്ട, നമുക്ക് വേണ്ട ഓക്സിജനിൽ ഒരു 60 to 70% തരുന്ന കടലുകളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഓക്സിജൻ തരുന്ന സസ്യം നിങ്ങളിങ്ങനെ പറഞ്ഞു കേട്ടാൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ കടലിൽ ഫൈറ്റോപ്ലാങ്ക്ടൺ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പം ഫൈറ്റോപ്ലാങ്ക്ടൺ എങ്ങനെ ഓക്സിജൻ തരും?
ഫൈറ്റോപ്ലാങ്ക്ടൺ മീൻസ് അത് കടലിനടിയിലാണ്. അപ്പം ഈ ഓക്സിജൻ തരണമെങ്കിൽ അവിടെ ഫോട്ടോസിന്തസിസ് നടക്കണമല്ലോ. ഫോട്ടോസിന്തസിസ് നടക്കാൻ പ്രകാശ സംരക്ഷണം നടക്കാം. പ്രകാശ സംരക്ഷണം നടക്കാൻ എന്ത് വേണം? നിർബന്ധമായിട്ടും വേണ്ട ഘടകം സൂര്യപ്രകാശം വേണമല്ലോ. ഇവിടെ സൂര്യപ്രകാശം കിട്ടുന്നത് അതെ. അത്ര കിലോമീറ്റർ കണക്കിന് പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ് കിടക്കുന്നത് അല്ലേ? അല്ല, അതിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ ഫൈറ്റോപ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ട ഏറ്റവും കൂടുതൽ ഓക്സിജൻ തരുന്ന സസ്യം ഏതെന്ന് ചോദിച്ചാൽ കടലിലെ ഈ പറഞ്ഞ പ്ലാങ്ക്ടണുകൾ, ആൽഗകൾ, ചെറു സസ്യങ്ങൾ, ഇവയൊക്കെയാണ് നമുക്ക് വേണ്ട ഓക്സിജൻ തരുന്നത്. ഇതിൽ ഈ പ്ലാങ്ക്ടണുകൾ 2 തരമുണ്ട്. സസ്യകോശമുണ്ട്, ജന്തുകോശമുണ്ട്. അപ്പം സസ്യകോശത്തിന് മാത്രമേ ആഹാരഭാജ്യേ പറ്റുള്ളൂ. നിങ്ങൾ പറഞ്ഞ ജന്തുകോശത്തിന് സൂപ്പർ പ്ലാങ്ക്ടണും സസ്യകോശത്തിന് ഫൈറ്റോ പ്ലാങ്ക്ടണുകളെന്ന് പറയും. അപ്പോൾ ഈ ഫൈറ്റോ പ്ലാങ്ക്ടണുകളാണ് ഇന്ന് ഏറ്റവും വേണ്ട നമുക്ക് വേണ്ട ആ ഓക്സിജനിൽ സിംഹഭാഗവും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട സിംഹഭാഗം പ്രൊഡ്യൂസ് ചെയ്യുന്ന കടലാണ്. കടലിൽ തന്നെ ഫൈറ്റോ പ്ലാങ്ക്ടനുകളാണ്. ഈ ഫൈറ്റോ പ്ലാങ്ക്ടനുകൾ എന്ന് അവസാനിക്കുന്നുവോ അന്ന് കടലിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പും ഗതികെട്ടിലാവും, നമ്മുടേതാവും. ഞാൻ ഇനി പ്ലാസ്റ്റിക്കിലേക്ക് വരാം. അല്ലെങ്കിൽ ഇത് പറഞ്ഞാലേ നമുക്ക് പ്ലാസ്റ്റിക്കിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഈ പ്ലാസ്റ്റിക് കടലിലെത്തുകയാണ്. 10 ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് ഒരു വർഷം എത്തുന്നു പറഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമുക്ക് ഇമാജിനറി കൺസെപ്റ്റാണ്. അതിന് ഐക്യരാഷ്ട്രത പറഞ്ഞൊരു വേഡിങ് ഓരോ മിനിറ്റിലും ഓരോ ട്രക്ക് മാലിന്യം കടലിലെത്തുന്നു. ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഓരോ ട്രക്ക് മാലിന്യം വെച്ചാൽ എത്രയെന്ന് ഓരോ മിനിറ്റിലും. നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര മിനിറ്റ് ആവും? ഒരു 1.5 മണിക്കൂർ 90 മിനിറ്റ് ആവും എന്ന് വെച്ചാൽ 90 ട്രക്ക് മാലിന്യം കടൽ. ഈ പ്ലാസ്റ്റിക് മാലിന്യം പ്ലാസ്റ്റിക്കാണ്. ഈ പ്ലാസ്റ്റിക് കടലിലെത്തി ആദ്യം എന്ത് സംഭവിക്കും? അത് എന്താ സംഭവിക്കുക? നമ്മൾ പറയും പ്ലാസ്റ്റിക് നശിക്കില്ലെന്ന്. ഇത് മൈക്രോ പ്ലാസ്റ്റിക്കിലായിട്ട് വിഘടിക്കും. സ്വാഭാവികമായിട്ടും നിങ്ങൾ വിചാരിക്കും ഇത് നശിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ 50 പൈസയുടെ കീസ് എന്നാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ആ പ്ലാസ്റ്റിക് കവർ എങ്ങനെ മൈക്രോ പ്ലാസ്റ്റിക് ആവുമെന്ന് തോന്നുന്നു. ഞാൻ സിമ്പിളാക്കി ഒന്ന് പറഞ്ഞുതരാം. നമ്മളൊരു നല്ല ഗോൾഡൻ കളറുള്ള നൈലോൺ റോപ്പ് എടുത്ത് അയ കെട്ടുക. ഈ അയ കെട്ടിയിട്ട് ഒരു 3 മാസം കഴിയുമ്പോൾ അതിൽ വെയിലും മഴയേക്കും. അതിനുശേഷം ഒരു വെയിലത്ത് നമ്മളൊരു തുണി ഇട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഒരു പൊടി ചാടും. പ്ലാസ്റ്റിക് തന്നെ അത് ഇതിനാണ് മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഈ പൊടി നമ്മൾ കിണറിൽ നിന്ന് വെള്ളം എടുക്കുന്നത് എങ്ങനെയാണ്? കയറിട്ടാണ്. ഈ കയറിൽ നിന്നും പൊടിയില്ലേ? പൊടിയും. നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. ഇത് ആരെ വയറ്റിലാണ് പോണേ? നമ്മുടെ വയറ്റിൽ. ഇത് പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ചെറിയ ദോഷം. ഇനി വലിയ ദോഷത്തിലേക്ക് വരാം. ഞാനീ നമ്മൾ പറഞ്ഞ കടലിലെത്തുന്ന ഓരോ മിനിറ്റിലെത്തുന്ന ഓരോ ട്രക്ക് മാലിന്യവും ഈ പറഞ്ഞ കണക്ക് മൈക്രോ പ്ലാസ്റ്റിക്കുകളായിട്ട് മാറുകയാണ്. മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞു അതുപോലെ മാറുകയാണ്. ഇത് ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകളായിട്ട് മാറുമ്പോൾ ഈ മൈക്രോ പ്ലാസ്റ്റിക് പല കളറാവും. പച്ച, നീല, ചുവപ്പ്, പല പ്ലാസ്റ്റിക്. ഇത് തിന്നുന്ന മത്സ്യങ്ങളുണ്ട്. കടലിൽ ഇന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള 504 ഇനം മത്സ്യങ്ങളിൽ 184 ഇനം മത്സ്യങ്ങളും ഈ പറയുന്ന പ്ലാസ്റ്റിക് വയറ്റിലെത്തിയതായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് കഴിക്കുന്ന മത്സ്യങ്ങൾ കൂടാതെ തിമിംഗലം, കടലാമ, ഇവയെല്ലാം. പൊന്നാനി കടപ്പുറത്ത് ഒരു തിമിംഗലം അടിഞ്ഞ് ആ തിമിംഗലത്തിൻ്റെ വയറ്റിൽ നിന്ന് കിട്ടിയ 40 കിലോ പ്ലാസ്റ്റിക്കാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇത് ഒന്ന്, ഈ മീനൊക്കെ നമ്മൾ പിടിച്ച് കഴിക്കും നമ്മുടെ വീട്ടിൽ. ഒന്ന്, ഇതൊക്കെ ചെറിയ ഇതാണ്. 2, ഈ ഫൈറ്റോ പ്ലാങ്ക്ടനുകളുടെ ഈ പറഞ്ഞ ഫൈറ്റോ പ്ലാങ്ക്ടനുള്ള ഈ പ്ലാസ്റ്റിക്കിൻ്റെ മൈക്രോ ആകുന്ന കണങ്ങൾ ഒരു ലെയർ തീക്കും. ഈ ലെയർ കടലിനടിയിലേക്ക് സൂര്യപ്രകാശം കടത്തിവിടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ഈ ഫൈറ്റോ പ്ലാങ്ക്ടനുകൾ ആഹാരം പാചകം ചെയ്യുന്നത്. ഇത് കടൽ ജലത്തിലൂടെ വരുന്ന സൂര്യപ്രകാശം ആഗിരണം ചെയ്തിട്ട് ആണ്. അവിടെ സൂര്യപ്രകാശം വേണം. ഫൈറ്റോ പ്ലാങ്ക്ടനുകൾക്ക് ആഹാരം പാചകം ചെയ്യാൻ സൂര്യപ്രകാശം വേണം. ഇത് കടൽ ജലത്തിലൂടെ വരുന്ന സൂര്യപ്രകാശത്തിന് കടലിന് 2 സ്റ്റേജ് ഉണ്ട്. ഒന്ന് സൺലൈറ്റ് സോണ്, അവിടെ നല്ല സൂര്യപ്രകാശമുണ്ട്. പിന്നെ രണ്ടാമത്തെ സോൺ ഉണ്ട്, അതിനെ മെസോപെലാജിക് സോൺ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊന്നും പോകണില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഈ സൂര്യപ്രകാശം സമുദ്രജലത്തിൽ കൂടെ വരുന്നുണ്ട്. ഇതിന് ആഗിരണം ചെയ്തിട്ടാണ് ഇത്. അവിടെ സൂര്യപ്രകാശത്തിനെ കടത്തിവിടാതെ ഈ മൈക്രോ പ്ലാസ്റ്റിക് ഒരു ലെയറായിട്ട് നിൽക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഫൈറ്റോ പ്ലാങ്ക്ടനുകൾക്ക് ആഹാരം പാചകം ചെയ്യാൻ, അല്ലെങ്കിൽ ആൽഗകൾക്ക് അല്ലെങ്കിൽ ചെറു സസ്യങ്ങൾക്ക് ആഹാരം പാചകം ചെയ്യാൻ സൂര്യപ്രകാശം കിട്ടാതെ വരും. അതെന്ത് ചെയ്യും? ഫൈറ്റോ പ്ലാങ്ക്ടനുകളുടെ നാശത്തിന് കാരണമാവും. അപ്പോൾ എന്ത് ചെയ്യും? ഫൈറ്റോ പ്ലാങ്ക്ടൻ നശിച്ചാൽ ഓക്സിജൻ ഇല്ലാതാവുമ്പോൾ കടൽ ജീവികളുടെ നിലനിൽപ്പ് അപകടത്തിലാവും. ഫൈറ്റോ പ്ലാങ്ക്ടൻ നശിപ്പിക്കുകയാണ്. മനസ്സിലായി? ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഈ കടൽ മാലിന്യം എവിടെ ഉണ്ടാവുമോ അവിടെ മലിനജലത്തിൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞത് കാട്ടിൽ പോകുമ്പോൾ കെട്ടിക്കിടക്കുന്ന ജലം കണ്ടാൽ എന്ത് ചെയ്യും? മലിനജലമാണെങ്കിൽ ഒരു വഴുവഴുപ്പുള്ള ഒരു ചുവന്ന പൊടി അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. കെട്ടിക്കിടക്കുന്ന ആറിലെ വെള്ളം, പുഴയിലെ വെള്ളം നമ്മൾ കിട്ടിക്കെട്ട് ഒരു വർഷാപ്പിൻ്റെ സൈഡിൽ ഒരു വെള്ളം കെട്ടിക്കിടക്കുന്ന വെച്ചാൽ അതിങ്ങനെ ഒരു ചുവന്ന പൊടിയെന്ന് പറയും. ഈ ഉപയോഗിക്കാതെ കിടക്കുന്ന കിണർ, പിന്നെ ഉപയോഗിക്കാതെയുള്ള ഈ കുളങ്ങളൊക്കെ കിടക്കും, അവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ ഒരു ചുവന്ന നിറത്തിലുള്ള വഴുവഴുപ്പുള്ള പൊടി
കണ്ടിട്ടുണ്ടോ? ഉം. ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് നമ്മൾ മനസ്സിലായി. കല്ലെടുത്തിട്ട് അതിങ്ങനെ ആ മാറും. മനസ്സിലായി. ആ ഇതിന് റെഡ് ടൈഡ് എന്നോ, ഇതൊരു പായലാണ്. ആ ആ ഈ റെഡ് ടൈഡ് എവിടെ വരുന്നു? അവിടെ നമ്മൾ കൈ കൊണ്ടിട്ട ചൊറിയും, ആ ചൊറിച്ചിൽ വരും. അപ്പോൾ ഈ കടൽ മാലിന്യങ്ങളിൽ 80% പ്ലാസ്റ്റിക്കാണ്. ഈ പ്ലാസ്റ്റിക് വരുമ്പോൾ കടൽ ഞാൻ മലിനമാകുമ്പോൾ ഈ റെഡ് ടൈഡ് വന്ന് നിറയും. ഈ റെഡ് ടൈഡ് വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ റെഡ് ടൈഡ് മുകളിൽ നിൽക്കുമ്പോൾ സൂര്യപ്രകാശം കടത്തിവിടാൻ വരും. അത് ഫൈറ്റോ പ്ലാങ്ടണുകൾ കാരണമാകും. അവിടെ ഓക്സിജൻ കിട്ടാതെ വരും. അപ്പോഴെന്ത് ചെയ്യും? ജീവികൾ അവിടെ നിന്ന് മാറും. ഇത് ആവാസ വ്യവസ്ഥയെ തകിടമറിക്കും. 2, ഇത് ചൊറിച്ചിലുണ്ടാക്കും. നമുക്ക് വരെ ചൊറിച്ചിലുണ്ടാക്കും, മനുഷ്യന് വരെ. ഈ ജീവിയൊക്കെല്ലാം ചൊറിച്ചിലുണ്ടാക്കും. അത് ഇവിടെ നിന്ന് മാറും. അങ്ങനെ ഞാൻ അഗ്രി ചെയ്യുന്നുണ്ട്. ഞാൻ 100% അഗ്രി അപ്പോൾ ചെയ്യുന്നു. ഇനി ഞാൻ പറഞ്ഞ നമുക്ക് കിട്ടുന്ന നമുക്ക് ഓക്സിജൻ തരുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഫൈറ്റോ പ്ലാങ്ടൺ ആണെന്ന് പറഞ്ഞു. ഇനി ഞാൻ നേരത്തെ നമ്മൾ ഉപയോഗിക്കുന്ന കണക്കും പറഞ്ഞു. ഇനി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, പ്ലാസ്റ്റിക് വേണോ? പ്ലാസ്റ്റിക് വേണ്ടെന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിന് പകരം എന്താണെന്നുള്ളത് പകരം ഞാൻ പറഞ്ഞുതരാം. പണ്ട് എൻ്റെ വലിയ അച്ഛൻ്റെ ചേട്ടായി വരുമ്പോൾ ഒരു കയ്യിൽ മീൻ, ഒരു കയ്യിൽ മലക്കറി, ഇതെല്ലാം ഒരു 15 പ്ലാസ്റ്റിക് കവറായിട്ട് വീട്ടിൽ വരണേ. അപ്പോൾ അമ്മ ഇങ്ങനെ പറയും, നോക്ക് നിന്റെ അച്ഛൻ്റെ ചേട്ടൻ നോക്കും, നന്നായിട്ട് കുടുംബം നോക്കണുണ്ട്, 15 പ്ലാസ്റ്റിക് ആയിട്ട് വരുമ്പോൾ. ഇന്ന് എനിക്ക് എൻ്റെ ടൗണിൽ ഇറങ്ങിയിട്ട് 3 പ്ലാസ്റ്റിക് പിടിച്ച് പറയാൻ മടിയാണ്. അപ്പോൾ 15 3 മാറിയില്ലേ, ഈ 3 0 മാറും. അല്ലെങ്കിൽ നമ്മളെ മാറ്റും. അങ്ങനെ അതാണ് ഇപ്പോൾ സൗദിയിൽ ഞാൻ എന്താ പറയുക, ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പ്ലാസ്റ്റിക് കവറുകൾ നല്ല നല്ല വലിയ കവറുകൾ നമുക്ക് യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തു വെക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് എന്താണ് ഡീഗ്രേഡ് ആയി പോകും. അപ്പോൾ അങ്ങനെയാണ് അവരത് ഉണ്ടാക്കുന്നത്. ലോങ് ടേമിന് പറ്റില്ല, അത് നശിച്ചു പോകും. അങ്ങനെയാണ് അവർ ഒരു സാധാ പ്ലാസ്റ്റിക് അല്ലത്, അത് ഡീഗ്രേഡ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നൂടെ എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. നമുക്ക് ഒന്ന് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാം. 2 നിങ്ങൾ ഇത് ഈ പറഞ്ഞ ഇത് നല്ലൊരു കൺസെപ്റ്റാണ് കൊണ്ടുവരാം. ഈ പ്ലാസ്റ്റിക്കൊക്കെ വൺ ടൈം യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ഇപ്പോൾ ഹരിതസേന എടുക്കാൻ തുടങ്ങി. സർക്കാരിനെ കൊണ്ട് ഇപ്പോൾ കഴിയുന്ന രൂപത്തിലുള്ള ഓരോ വർഷം കഴിയുന്നതോടെ ഇങ്ങനെ മാറി വരികയാണ്. ഇപ്പോൾ ഹരിതസേന എന്ന് കേട്ടു തുടങ്ങി അടുത്ത കാലത്തല്ലേ. അപ്പോൾ അവർ നമ്മൾ കഴുകി വെച്ച് കഴിഞ്ഞാൽ ആ മാലിന്യങ്ങൾ എടുക്കുന്നുണ്ട്, അത് ഡിസ്പോസ് ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ്. നമ്മുടെ ലോകത്ത് 850 കോടി ജനങ്ങളാണ് ഉള്ളത്. 180 കോടി ജനങ്ങൾ ഇന്ത്യയിലാണ്. ഇതൊരു വലിയ ടാസ്ക്കാണ്. അതായത് നമ്മൾ ആലോചിച്ച് തല പോയിക്കണ്ട, പക്ഷേ നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ഒരു സാധനവും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യുക. ഈ ജനപ്പെരുപ്പം എന്ന് പറയുന്നത് ഒരു ഘടകമായിട്ട് നിൽക്കുവാണ്. ഇത് മാത്രമല്ല, പല ഘടകങ്ങളും നമ്മൾ നോക്കുമ്പോൾ ജനപ്പെരുപ്പം ശരിക്കും ഇപ്പോൾ ലോകത്തിൽ വെച്ച് നോക്കുമ്പോൾ എല്ലാ രാജ്യങ്ങളിലും ബർത്ത് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത്. അതായത് ഒരു പോപ്പുലേഷൻ മുന്നോട്ട് പോകാൻ 2.1% ബർത്ത് റേറ്റും ആണല്ലോ, അല്ലേ? എനിക്കറിയില്ല. അപ്പോൾ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലുള്ള പോപ്പുലേഷൻ ശരിക്കും ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതാണ് ഇത്ര മൈഗ്രേഷനൊക്കെ നടക്കുന്നത് തോന്നുന്നുണ്ട്. അവിടെ നിന്നും ആ സിസ്റ്റം വർക്ക് ചെയ്യാൻ ആൾക്കാർ തികയുന്നില്ല തോന്നുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ 1 രൂപ ഉണ്ടെങ്കിലും അത് 180 കോടി ജനങ്ങളിൽ എത്തണം. അതെ, അതൊരു ഹിമാലയൻ ടാസ്ക്കാണ്. ശരിക്കും ഭയങ്കര ടാസ്ക് തന്നെയാണ്. പുറത്ത് പോകുമ്പോഴാണ് ശരിക്കും നമ്മൾ കേരളത്തിൽ എന്ത് സുഖത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള കുറേയൊക്കെ മനസ്സിലാവുന്നത്. ഞാൻ സിമ്പിളാക്കി തന്നെ പറയാം. ഒരു ലോകത്തെ ഏറ്റവും മലിനമായ വായു മലിനീകരണമുള്ള 20 സിറ്റീസ് എടുത്താൽ അതിൽ 10 ഇന്ത്യക്കകത്താണ്. അതിൽ 3-ാം സ്ഥാനം നമ്മളെ ക്യാപിറ്റൽ സിറ്റി ഡൽഹിയാണ്. 1 പാകിസ്ഥാൻ്റെ ലാഹോറാണ്. ഞാൻ 2022 കണക്കാണ് പറയുന്നത്, 2022 ജൂണിലെ. പാകിസ്ഥാൻ്റെ 2 ചൈന ഹൊട്ടൈൻ എന്ന സ്ഥലമാണ്. 3 നമ്മളെ സ്വന്തം ഡൽഹിയാണ്. 4-ാം സ്ഥാനത്ത് നമ്മുടെ ബീഹാറിലെ പാറ്റ്നയാണ്. അതിൽ കൊൽക്കത്ത ഉൾപ്പെടെ പല സ്ഥലങ്ങളുണ്ട്. കേരളത്തിലൊരു സ്ഥലവും നിർഭാഗ്യവശാലെന്ന് പറയുന്നില്ല, നിർഭാഗ്യവശാൽ പെട്ടിട്ടില്ല. പക്ഷേ ഇന്ന് ദൂരത്ത് കാണുന്നത് നാളെ വിരൽത്തുമ്പിൽ വരുമ്പോൾ സൗജന്യമായി കിട്ടുന്ന സാധനം എന്തോ ആയിക്കോട്ടെ, അത് സ്വന്തം സാധനം പോലെ ഉപയോഗിച്ചില്ലെങ്കിൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വില എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും പ്ലാസ്റ്റിക്കിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടുള്ള പറയുന്നത്. നമുക്ക് അതിന് ബദലേ ഇപ്പോൾ പ്ലാസ്റ്റിക് അത്രയും ആൾക്കാരെ ആ ഇൻവെൻഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനത്തിലും ഉണ്ട്. പ്ലാസ്റ്റിക് ഇല്ലാതെ നിങ്ങൾ 1 കിലോമീറ്റർ നടക്കുമ്പോൾ അവിടെ ഇപ്പോൾ നമ്മളെ ഈ സിവിലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ഈ സിറ്റികളിലൊക്കെ നടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ നടക്കുമ്പോൾ തന്നെ ചുറ്റുള്ള ആൾക്കാരെ ഫുൾ പ്ലാസ്റ്റിക്കുകളാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഇൻവെൻഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് ബദൽ ഒരു സാധനം കാണാതെ നമ്മൾ പെട്ടെന്ന് ഇത് പറയുമ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ബദൽ കാണണം എന്നുള്ള എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, ബദൽ നമ്മൾ കണ്ടു. കടൽ ശുദ്ധീകരണം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. ശുദ്ധീകരണം തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അവർ പുതിയ ഓരോ സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം എത്ര കിലോമീറ്റർ കണക്കിനാണ് പ്ലാസ്റ്റിക്കുകൾ കിടക്കുന്നത് കടലിൽ, സഹിക്കാൻ പറ്റുന്നില്ല. പ്ലാസ്റ്റിക് എന്ത് പറയാൻ, ഈ ശരിക്കും മൈക്രോ പ്ലാസ്റ്റിക് നമ്മളെ ഉള്ളിലേക്ക് ചെല്ലിനോടുകൂടി നമുക്ക് എന്തൊക്കെയാണ് പറ്റുന്നത് ഹ്യൂമൻ ബീങ്സിൽ വരുന്നത്? പോയി കഴിഞ്ഞാൽ നമ്മൾ ആന്തരിക അവയവം എല്ലാം തകരാറിലാവും. നമ്മളിങ്ങനെ ഇപ്പോൾ ഡെയിലി ഇപ്പം മീൻ കൺസ്യൂം ചെയ്യുമ്പോൾ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി മീൻ കൺസ്യൂം ചെയ്യുക അല്ലെങ്കിൽ
എന്താ പറയുക, ഒരു വർഷത്തിൽ എത്ര. ഞാൻ സിമ്പിളാക്കി നമ്മളിപ്പോൾ കാട്ടിലായതുകൊണ്ട് ഞങ്ങളൊരു മാനിനെ ശവം എടുത്ത് നോക്കി അതിൻ്റെ വയറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇത് എന്ത് പറയാം, ആനയ്ക്ക് ഇരണ്ടക്കെട്ടെന്ന് പറഞ്ഞ അസുഖമുണ്ട്, ദഹനത്തിൻ്റെ പ്രശ്നമാണ്. ആന കൂടുതൽ മരിക്കുന്ന ഇരണ്ടക്കെട്ട് അസുഖം വന്നിട്ടാണ്, ദഹനത്തിൻ്റെ പ്രശ്നമാണ്. ഇതൊക്കെ ഒരു പരിധി വരെ ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ നമ്മൾ നിൽക്കുന്ന, അപ്പോൾ നമ്മൾ പലതും കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വയറ്റിൽ വന്നാൽ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം മൃഗങ്ങളാകുമ്പോൾ നമുക്കിങ്ങനെ കീറി മുറിക്കണം കാണാം. അത് നമുക്ക് വരുമ്പോഴും എനിക്ക് സങ്കല്പിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്ലാസ്റ്റിക് അതില്ല ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ശരിയില്ല. നമുക്ക് പരമാവധി ഒഴിവാക്കാം. ഞാൻ കടയിൽ പോകുമ്പോൾ ഇപ്പം ഇങ്ങനെ പോകാറുള്ളൂ. എൻ്റെ ഒരു എന്താ ഇവിടെ ആഫ്രിക്കയിലൊക്കെ ഒരു നദി ഫുള്ളായിട്ട് പ്ലാസ്റ്റിക് കാരണം ഇല്ലാണ്ടായിട്ടുണ്ട്. അവർ പണ്ട് വാഴൻ്റെ ഇലയിലാണല്ലോ ഫുഡ് കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ആൾക്കാർ വാഴൻ്റെ ഇലയിൽ ഇത് കഴിച്ചിട്ട് നേരെ പുഴയിലേക്ക് ഇടുക ചെയ്യുക. വാഴൻ്റെ ഇലയല്ലേ അത്, അങ്ങോട്ട് അതിൻ്റെ ഭാഗമല്ലേ, എലമെൻ്റ് അല്ലേ, പ്രശ്നമില്ലാതെ പോകും. പിന്നെ ഇവർ പ്ലാസ്റ്റിക് അവിടെ കൊണ്ടുവന്നു. പ്ലാസ്റ്റിക് കൊണ്ടുവന്നിട്ട് ആൾക്കാരുടെ സ്വഭാവം മാറിയിട്ടില്ല. ആൾക്കാരിത് കഴിക്കും, വീണ്ടും പ്ലാസ്റ്റിക് അതിലേക്ക് എറിയും. അങ്ങനെ ഏകദേശം ഇപ്പോൾ വെള്ളം കാണാൻ പറ്റില്ല. ഏകദേശം 2 ആൾ പൊക്കത്തിൽ പ്ലാസ്റ്റിക് ഇങ്ങനെ പുഴയിൽ കിടക്കുകയാണ്. അതാണ് അവസ്ഥ. പ്ലാസ്റ്റിക്കിൻ്റെ കടലിൻ്റെ അടിത്തട്ടിൽ പ്ലാസ്റ്റിക് കൊണ്ട് നിറഞ്ഞു. ഞാൻ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞാൽ ഇന്ന് മൊത്തം അതാണ് ഞാൻ ആ സബ്ജക്റ്റിലോട്ട്. പ്ലാസ്റ്റിക് ഡെഡ്ലി ഡേഞ്ചറസ് ആണ്, ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാക്സിമം റെഡ്യൂസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത്. ഓക്സിജൻ എന്ന് പറയുന്ന സാധനം നിൽക്കുകയാണ്. അതിന് അന്തരീക്ഷ മലിനീകരണം, പ്ലാസ്റ്റിക്, ഇത് രണ്ടും. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇലക്ട്രിക് കാർ ഇത്രയും ഇതായത്? അന്തരീക്ഷ മലിനീകരണമാണ്. അത് ഡെഡ്ലി ഡേഞ്ചറസ് ആയിട്ടാണ് പോകുന്നത്. പറഞ്ഞാൽ ഒരു വേറൊരു മേഖല ഞാൻ സിമ്പിളായിട്ടൊന്ന് ഇതാക്കി പറഞ്ഞിട്ട്. അതെ, ഞാൻ സിമ്പിളാക്കി ഇപ്പം ഒരു മലിനീകരണത്തിൻ്റെ കഥ നമുക്ക് പറയാം. ഒരു 1800-കളിലാണ് ഇവിടെ വ്യവസായ വിപ്ലവം പറയുന്നത്. വ്യവസായ വിപ്ലവം പറയുമ്പോൾ അന്തരീക്ഷത്തിലെ കാർബണിൻ്റെ അളവെന്ന് പറയുന്നത് 250 ppm താഴെയാണ്, 250 പാർട്സ് പെർ മില്യന് താഴെയാണ്. ഇത് 2000 ആകുമ്പോഴേക്കും 400 ppm ആവും. ഇന്നിപ്പം 410 ppm ആണ് 2020. അതായത് അത്ര കണ്ട അന്തരീക്ഷത്തിലെ കാർബൺ കൂടുന്നു. ഈ അന്തരീക്ഷത്തിലെ കാർബൺ കൂടിയാൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, അന്തരീക്ഷത്തിലെ കാർബൺ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അന്തരീക്ഷത്തിലെ ചൂട് കൂടും. അന്തരീക്ഷത്തെ ചൂട് കൂടുമ്പോൾ സമുദ്രത്തിന് ചൂട് കൂടും, സമുദ്രജല പ്രവാഹങ്ങളുടെ ഗതി മാറും. അവിടെ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ സമുദ്രജലത്തിൽ മർദ്ദവ്യത്യാസം ഉണ്ടാവുകയും തോരാ മഴയായിട്ട് പെയ്തിറങ്ങും. നമ്മളവിടെയൊക്കെ പ്രളയം ഉണ്ടാവാനുള്ള, അതായത് സിമ്പിൾ പച്ചയ്ക്ക് പറഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനം മനുഷ്യനിർമ്മിതമാണ്. കാരണം അന്തരീക്ഷത്തിൽ കാർബൺ കൂട്ടണാര് നമ്മൾ. അപ്പോൾ എന്ത് ചെയ്യും? അന്തരീക്ഷ ചൂട് കൂടും. ഈ പറഞ്ഞ സംഭവിക്കും. ഇതിനേക്കാൾ ഡെഡ്ലി ഡേഞ്ചറസ് വേറൊരു ഇതെന്ന് പറയുന്നത്, ഈ പറഞ്ഞ അന്തരീക്ഷത്തിൽ കാർബണിൻ്റെ അളവ് കൂടിയാൽ അന്തരീക്ഷത്തിലെ ചൂട് കൂടും, ആഗോള താപനം ഉണ്ടാവും. ഈ ആഗോള താപനം ഉണ്ടായാൽ മഞ്ഞുമലകൾ ഉരുകും. ഇവിടുത്തെ ധ്രുവങ്ങളിലെ മഞ്ഞുമലകൾ ഉരുകും, അന്റാർട്ടിക്കയിലെ മഞ്ഞുമലകൾ ഉരുകും. ഈ അന്റാർട്ടിക്കയിലെ മഞ്ഞുമല ഉരുകി എന്ത് സംഭവിക്കും വെച്ചാൽ സമുദ്രജലം 1 മീറ്റർ മുതൽ 4 മീറ്റർ വരെ ഉയരും. ഒരു മിനിറ്റ്, സമുദ്രജലം 1 മീറ്റർ ഉയർന്നാൽ 100 കോടി ജനങ്ങളുടെ ആവാസ വ്യവസ്ഥ വെള്ളത്തിനടിയിലാവും. ആകെ 850 കോടി ജനങ്ങളെ ഇവിടെ ഉള്ളൂ. ഈ മഞ്ഞുമല ഉരുകിയിട്ട് സമുദ്രജലം 1 മീറ്റർ ഉയർന്നു കഴിഞ്ഞാൽ 100 കോടി ജനങ്ങളുടെ ആവാസ വ്യവസ്ഥ എന്നേക്കുമായി അവസാനിക്കും. 100 കോടി ജനങ്ങളുടെ നിലനിൽപ്പ് ചോദ്യചിഹ്നമാവും. 850 കോടി ജനങ്ങളുടെ അടുത്താണ്. അപ്പോൾ ഇനി നമ്മൾ ആലോചിക്കുക, നമ്മൾ ഈ അന്തരീക്ഷത്തിനെ മലിനമാക്കണമെന്ന്. ഇനി സിമ്പിളാക്കി പറഞ്ഞുതരാം. ഈ പറഞ്ഞത് സംഭവിക്കാൻ ഒരു 500 ppm ആയാൽ മതി. അപ്പം 410 ഓരോ വർഷവും 1.6 ppm വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 1.4 ppm വെച്ച് ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ 500-ൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് സംഭവിക്കും. അത് റെഡ് ലൈനാണ്. മഞ്ഞുമല ഉരുകും. ഈ പറഞ്ഞത് സംഭവിക്കും. അപ്പോൾ ശരിക്കും ഇപ്പോൾ 1.4 വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2020 ഒരു 80 വർഷം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്ത്യമുഹൂർത്തത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് നമ്മൾ എന്നേ വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ആലോചിക്കുക, പ്ലാസ്റ്റിക് നിരോധിക്കാം. പ്ലാസ്റ്റിക് വേണോ? വായു മലിനമാക്കണം. പ്ലാസ്റ്റിക് വേണ്ട. ഓക്കെ. അപ്പോൾ ഇനി വായു മലിനീകരണത്തിനെ സംബന്ധിച്ച് ഇപ്പം ഗ്രീൻ ട്രിബ്യൂണലൊക്കെ വന്നില്ലേ? ഇത് ഇപ്പം നിർദ്ദേശം ഗ്രീൻ ട്രിബ്യൂണൽ നമ്മുടെ ചീഫ് സെക്രട്ടറി സർക്കാർ തലത്തിലൊക്കെ അവർ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ തലത്തിൽ നിന്ന് പഞ്ചായത്തിലൊക്കെ വിളിച്ച് ചീഫ് സെക്രട്ടറിനെ ഇടപെട്ട്, ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിനെ ഇടപെട്ട് പഞ്ചായത്ത് സെക്രട്ടറിമാർ എല്ലാവർക്കും ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പ്ലാസ്റ്റിക് എങ്ങനെ ഒഴിവാക്കാം. അത് വളരെ പ്രധാനമാണ്. ഏറ്റവും പ്രധാനം
1972 നമ്മൾ പാരിസ്ഥിതിക ദിനം ആഘോഷിച്ചു തുടങ്ങിയത്. എല്ലാ വർഷവും ഓരോ ഓരോ മോട്ടീവ് മുമ്പോട്ട് വയ്ക്കും. ഈ വർഷം മുമ്പോട്ട് വെച്ച മോട്ടീവ് എന്താണ്? ബീറ്റ് പ്ലാസ്റ്റിക് ഗൈസ്. അതെ, അതാണ് ഈ വർഷം നമ്മൾ മുമ്പോട്ട് വെച്ച ആ ഒരു ഇതൊന്നും. അപ്പൊ അത് അത്രയും കഴുത്തിലൊന്ന് മുറുകി. ഇത് ഇന്ത്യയിൽ വെച്ച് നടക്കുന്നത് 2018 അന്നും ഇതേ മുദ്രാവാക്യമാണ്. അതായത് അന്നും മുന്നോട്ട് വെച്ച സ്ലോഗൻ ബീറ്റ് പ്ലാസ്റ്റിക് ആണ്. 2018 വെച്ച അതേ ആശയം തന്നെ 2023 വീണ്ടും വയ്ക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത് കഴുത്തിനൊന്ന് മുറുകിയെന്നർത്ഥം. ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അതിന്റെ കൺസിക്വൻസ് ഭയങ്കരമായിരിക്കും, യാതൊരു സംശയവും വേണ്ട. ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചിന്തിക്കുക, പ്ലാസ്റ്റിക് വേണോ, അന്തരീക്ഷത്തിന് മലിനമാക്കണോ? അതെ. നമുക്ക് എന്താ ഇനി ഇപ്പോൾ റിവേഴ്സ് പോകാനിപ്പോൾ എന്താ നമുക്ക് മാർഗ്ഗങ്ങളിൽ വാട്ട് വി ക്യാൻ ഡു, എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? പ്ലാസ്റ്റിക്കുകൾ കുറയ്ക്കുക, പിന്നെ എന്താ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? തിരിച്ചു പിടിക്കണ്ടേ? ഞാൻ ഉദ്ദേശിക്കുന്ന വികസനം വേണം, ഒപ്പം പരിസ്ഥിതി വേണം എന്നുള്ളതാണെങ്കിൽ അല്ല, ഒന്ന് വ്യക്തമായിട്ട് ചോദിച്ചാൽ ഞാൻ മനസ്സിലായി. അതായത് എന്താ നമ്മൾ ചെയ്യേണ്ടത് തിരിച്ചു പോകാനേ? അതായത് നമുക്ക് പഴയ രീതിയിലേക്ക് എയർ ക്വാളിറ്റി കൊണ്ടുവരാനും വാട്ടർ കടലിനൊന്ന് 2015 നമുക്ക് എന്താ ഇപ്പോൾ ഒരാൾ എന്നുള്ള ലെവലിലേ നമുക്ക് എന്ത് വ്യത്യാസമാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒരു സാധാ പൗരനെ. ഞാൻ ഈ പറഞ്ഞതില്ലേ ഇതുപോലെ ഞാൻ പറഞ്ഞു അന്ത്യമുഹൂർത്തത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് എന്നേ വെച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇത് ലോകരാഷ്ട്രങ്ങൾക്ക് എല്ലാം അറിയാം. പക്ഷെ വികസനത്തിൻ്റെ പേരും പറഞ്ഞ് കണ്ടില്ല നടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി. അതായത് ഭൂമി അനുദിനം ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമാണെന്നും സമീപ ഭാവിയിൽ തന്നെ ഇത് സകല സീമയും ഭേദിച്ച് മനുഷ്യന്റെ നിലനിൽപ്പ് അപകടത്തിലാക്കുമെന്ന് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞു. 2015 പാരീസ് ഉടമ്പടിയിൽ ഇതിനൊക്കെ ഏതാണ്ട് തീരുമാനമായി. അതിനുശേഷമാണ് ഈ ഞാൻ പറഞ്ഞ ഗ്രീൻ ട്രിബ്യൂണൽ ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയതും. ഇപ്പോൾ പക്ഷെ മനുഷ്യൻ എല്ലാത്തിനും അതിജീവിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ അത് വിശ്വാസം മാത്രമല്ല, അവൻ അതിജീവിക്കും. ഈ പാരീസ് ഉടമ്പടിയൊക്കെ അതിന്റെ ഭാഗമാണ്. അതിനുശേഷം ഒരുപക്ഷെ പരിസ്ഥിതിയുടെ ചരിത്രത്തിലെ ഒരു നിർണായകമായ നാഴികക്കല്ലെന്ന് പറയുന്ന ഈ പാരീസ് ഉടമ്പടിയാണ്. അത് ഇതിനു മുമ്പ് പല ക്യോട്ടോ പ്രോട്ടോകോൾ ഉണ്ട്, മോൺട്രിയൽ ഉണ്ട്. പക്ഷേ ഈ ക്യോട്ടോ പ്രോട്ടോകോൾ ഒന്നും ഒരിക്കലും വിജയിച്ച ഉടമ്പടി അല്ല. കാരണം അതിനുശേഷം ആ ഉടമ്പടി എന്തൊക്കെയാണോ ലക്ഷ്യമിട്ടത് അത് പ്രാവർത്തികമാക്കിയോ നോക്കിയാൽ മതി. പ്രാവർത്തികമായിട്ടില്ല. പക്ഷേ പാരീസ് ഉടമ്പടിക്ക് ശേഷം നല്ല മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ ഓർക്കും ചെയ്യും, സക്സസ് ചെയ്യും. മനുഷ്യന് അതാണേ ഇപ്പോൾ എന്താണ് ഇപ്പോൾ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ വംശനാശം, ഇപ്പോൾ കടുവ വംശനാശത്തിൻ്റെ വക്കിലായിരുന്നു. ഞാനൊക്കെ കുട്ടിയാകുമ്പോൾ ഞാൻ വലുതാവുമ്പോൾ ഇനി കടുവ ഉണ്ടാവില്ല എന്നുള്ള പേടിയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഭയങ്കര റിക്കവറിയാണ് നടക്കുന്നത്, കേട്ടിട്ടുണ്ട്, അറിയില്ല. അതായത് ഒന്ന് എനിക്ക് തോന്നുന്നത് ഇയർ ഞാൻ ഓർക്കുന്നില്ല, 1973 വരെ നമ്മൾ ദേശീയ മൃഗം സിംഹമായിരുന്നു. 73 ശേഷം കടുവായത്. കാരണം കടുവ എന്ന് പറഞ്ഞാൽ അതൊരു പവറിനല്ലേ, അതൊരു ഉച്ചിലുള്ള മൃഗമാണ്, മെജസ്റ്റിക് ആണെന്നാ പറയാ. അതായത് കാണുന്നത് ശരിക്കും മെജസ്റ്റിക് ആണ്, അതായത് ഒരു മാജിക്കൽ ആണെന്നാണ് പറയുന്നത് കടുവനെ. ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് അതിനെ നമ്മുടെ നാഷണൽ അനിമൽ ആക്കിയത്. പക്ഷെ അപ്പോഴും നമ്മൾ സിംഹത്തിന് വിട്ടിട്ടില്ല. നമ്മളെ ദേശീയ ചിഹ്നത്തിന് 4 സിംഹത്തിന്റെ തലയുണ്ട്. നമ്മൾ സിംഹത്തിന് വിട്ടിട്ടൊന്നുമില്ല. സിംഹ സൈഡിലുണ്ടോ? അതുകൊണ്ട് അപ്പോഴും നമ്മൾ കടുവ ആരാധിക്കുമ്പോൾ നമ്മൾ സിംഹത്തിന് വിട്ടിട്ടില്ല. അപ്പോൾ ഈ കടുവ അത്രയ്ക്ക് ബോൾഡാണ്. ഇതിനെ സംരക്ഷിക്കാനായിരിക്കും 74 പ്രോജക്ട് ടൈഗർ എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധി ഗവൺമെന്റാണെന്ന് തോന്നുന്നു. അത്രയ്ക്ക് അങ്ങോട്ട് ഓർക്കാൻ പറ്റില്ല. എന്നാലും അത് തന്നെയാണ് 74 തന്നെയാണ്. പ്രോജക്ട് ടൈഗർ കൊണ്ടുവരികയും അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സ്കീം കൊണ്ടുവരികയും നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുകയും അതിനെ എന്ത് പറയാൻ ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലില്ലേ? കുഴപ്പമില്ല. കടുവയുടെ നമുക്കത് റെഡ് ഡേറ്റ ബുക്കിലുള്ളതാണ്. എന്നാലും നമുക്ക് ടെൻഷൻ ഇല്ലാത്ത രൂപത്തിലേക്ക് അതിനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുറേ അനിമൽസ് ശരിക്കും റിക്കവർ ആയിട്ടില്ലേ? ഇപ്പോൾ മറ്റേ ഒരുപാട് അനിമൽ ഭൂമിയിൽ നിന്ന് എൻ്റെ ഉദാഹരണത്തിന് ഡോഡോ പക്ഷി എന്ന് പറഞ്ഞാല് ഈ നിങ്ങൾക്ക് ഒരു സാധനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് റിയാക്ട് ചെയ്യാൻ, നമുക്ക് കാണാം, നിങ്ങൾ പറയും. ഈ ഡോഡോ പക്ഷി എന്ന് ഉദ്ദേശിച്ചത് ഈ സഹവർത്തിത്വം എന്നൊരു സാധനമുണ്ട്. ഇപ്പൊ ഞാനും നിങ്ങളും മനുഷ്യനുള്ള ഇതൊരു സഹവർത്തിത്വമാണ്. സിംബയോസിസ് എന്ന് പറയും ഇംഗ്ലീഷില്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഡോഡോ പക്ഷി ഉണ്ടല്ലോ, ഈ ഡോഡോ പക്ഷിയും ഒരു കാൽവരിയ മണ്ണെന്നൊരു മരമുണ്ട്. കാൽവരിയമുണ്ട്. ഈ മരം തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ഈ ഡോഡോ പക്ഷി ഭക്ഷണമാക്കിയിട്ട് ഇതിന്റെ കായ ഭക്ഷണമാക്കി തിന്ന് വിസർജിച്ചാൽ മാത്രമേ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത് വിജയന്റെ കസാഖിന്റെ ഇതിനകത്ത് പറഞ്ഞ പോലെ അവിടെ നിന്ന് തൂറിയെന്ന്, ആ ഒരു പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ മരം ഉണ്ടാവുള്ളൂ. ഈ ഡോഡോ പക്ഷി അവസാനിച്ചപ്പോ അത് ഭൂമിയിൽ നിന്ന് പോയി. ഈ പറയുന്ന മരം അവിടെ നിന്നില്ല, മരം പോയി. ഇതിനോടൊപ്പം ഇതും ഇല്ലാതാണ്, ഒന്ന് പൂരകമാണ്. ഈ ഡോഡോ പക്ഷി എന്ന് പറഞ്ഞാൽ ഈ മൗറീഷ്യസിൽ കാണുന്ന ഒരു ഇതാണ്. അവിടെ ഒരുപാട് നാവിയർ വരികയും ഇതിന്റെ ഇറച്ചി നല്ല രസമാണ്. പിന്നെ ഈ പക്ഷി 10-20 കിലോ ഭാരമുണ്ട്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് പറക്കാൻ കഴിവുള്ളൊരു പക്ഷിയല്ല. അവർക്ക് പിടിക്കാൻ നമുക്ക് താരതമ്യേന എളുപ്പമാണ്. ഞാൻ പറഞ്ഞില്ല, നനഞ്ഞോളം കുഴിക്കണം. ഇതിന്റെ ഇറച്ചി രുചിയാണ്. അങ്ങനെ ഈ ഡോഡോ പക്ഷിയെ മൗറീഷ്യസിൽ നാവിയരൊക്കെ പിടിച്ച് തിന്നാൻ തുടങ്ങിയ ശേഷം ഇത് ഭൂമുഖത്തിൽ നിന്ന് പോയി. അതോടെ ആ മരവും അവസാനിച്ചു.
അതെ, മരുന്നൊന്നും അതുകൊണ്ട്. അതുപോലെ തന്നെ ഈ റോബിൻ എന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ട്. ആ പക്ഷി ആ റോബിൻ, ആ ചെറിയ കുരുവി പോലത്തെ അല്ലേ? അതായത് ശരത്കാലം വരെ വിളിച്ചിരിക്കുന്ന ഒരു പക്ഷിയാണ്. അത് മണ്ണിലാണ് ഭക്ഷിക്കുന്നത്. മണ്ണില വിഷമയമായതോടുകൂടെ മണ്ണിൽ നമ്മൾ DDT ഒക്കെ അടിക്കാൻ തുടങ്ങി. ELM എന്ന് പറഞ്ഞൊരു മരമുണ്ട്. ആ മരത്തിൻ്റെ ഇലയൊക്കെ വീണ് മീൻസ് ആ മണ്ണില വിഷമയമായതോടുകൂടെ ഈ റോബിൻ ഇതിങ്ങനെ പരസ്പരം പൂരകങ്ങളാണല്ലോ പ്രകൃതിയിൽ. ഒന്നൊന്നിനെ ശരിക്കും ആശ്രയിക്കുന്നുണ്ട് അല്ലേ? ആശ്രയിക്കുന്നുണ്ട്. മുല്ലവള്ളിയും തേന്മാവും പോലെ ആശ്രയിതരായി കഴിയുന്ന ഒരു സമൂഹമുണ്ട് ആഫ്രിക്കയിൽ ചില നേഷൻസ് ഇപ്പോൾ പുതിയൊരു പ്രിസർവ് ചെയ്യാനേ, സ്പീഷീസിനെ പ്രിസർവ് ചെയ്യാൻ പുതിയൊരു ഐഡിയ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഹണ്ടിങ് ഇല്ലേ? അത് കേട്ടിട്ടുണ്ട്. ലീഗൽ ഹണ്ടിങ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. അതായത് പ്രായം കഴിഞ്ഞിട്ടുള്ള മെയിലായിട്ടുള്ള ജന്തുക്കളെ വന്നിട്ട് വേണമെങ്കിൽ ഹണ്ട് ചെയ്യാം. ഞാൻ വായിച്ചു. പക്ഷെ അവിടെ ജന്തുക്കൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ മൃഗവും സ്റ്റേറ്റിന് ഭയങ്കര പൈസ കൊണ്ടുവരുന്നത് അഡൽട്ടായി കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ അത് മനസ്സിലായി വയ്യബിൾ ആണോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുക. അല്ല, ഓക്കെ, പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഞാനൊരു മനുഷ്യൻ, ഒരു ഹ്യൂമൻ ബീങ് നമ്മുടെ ഒരു സുഹൃത്തുക്കളെന്ന് ഞാൻ ചോദിക്കാം. മനമാനമൊന്നുമല്ല. ഈ ഒരു നിയമം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന പ്രായം കഴിഞ്ഞാൽ മൃഗങ്ങളെ ഹണ്ട് ചെയ്യാൻ ഒരു നിയമം കൊണ്ടുവന്നാൽ അവർ യൂസ്ഫുള്ളായിട്ട് അവിടുത്തെ മനുഷ്യരത് ഉപയോഗിക്കും. ഇവിടെ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നാൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് നമ്മൾ കാട്ടിലെ മാനിനെ മൊത്തം തീർത്ത് തരും. സംശയമുണ്ടോ? അതാണ് കുഴപ്പം. അതാണ് കുഴപ്പം. നമുക്ക് ഒറ്റ ദിവസം മതി, നമ്മളെല്ലാം. ഞാൻ പറഞ്ഞ പക്ഷെ അവിടെ റിക്കവറി ഹെവി ആയിട്ട് നടക്കണ്ടല്ലോ അവിടെ. അതായത് ഗവൺമെന്റിന് ആദ്യം പ്രശ്നം ഉണ്ടായിരുന്നത് പോച്ചേഴ്സ് ആയിരുന്നു. പോച്ചേഴ്സ് വന്നിട്ട് റൈനോസസിനെ അടിച്ചുകൊണ്ട് പോവുക, അതായിരുന്നു മേജറായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫണ്ട് വരാൻ തുടങ്ങിയപ്പോൾ പോച്ചേഴ്സിനെ അവരെന്നെ ഗവൺമെന്റിന് ആൾക്കാരെ വെച്ചിട്ട് തടുക്കൽ തുടങ്ങി. ഞാൻ എഗെയിൻസ്റ്റാണ് അതിനെ സത്യത്തിൽ. ഇപ്പോൾ ആൾക്കാർ ശരിക്കും അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ നല്ല ബുദ്ധിക്ക് തന്നെ അതിനെ സർവൈവ് ചെയ്യാൻ വിടണം എന്നുള്ളിടത്താണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ ഇതിപ്പോൾ അവിടെ റിസൾട്ട് വരുന്നുണ്ട് അതിന്. അപ്പോൾ എന്താ അത് അങ്ങനെയെന്നുള്ളതാണ്. അതായത് അങ്ങനെ ഒരു നിയമം നമ്മളിവിടെ കൊണ്ടുവരുമെങ്കിൽ ഒരു ദിവസം കൊണ്ട് അതിനെ മിസ്യൂസ് ചെയ്യും. അതിൻ്റെ പരമാവധി ആ ഒരു സ്പീഷീസിനെ ഈ ഭൂമിയിൽ തന്നെ ഇല്ലാതാക്കും നമ്മൾ. ഇനി അതൊക്കെ ഉന്നതതലത്തിൽ പഠിക്കേണ്ടതും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനെക്കുറിച്ച് മറുപടി പറയുന്നില്ല. പക്ഷേ ഒരു സ്വാഭാവിക ചിന്തയിൽ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഒറ്റ ദിവസം കൊണ്ട് ആ ഒരു സ്പീഷീസ് നമ്മളെ കാട്ടിൽ നിന്ന് തുടച്ച് നീക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ അനുഭവത്തിൽ നിന്ന് എനിക്കങ്ങനെ പറയാൻ കഴിയും. പിന്നെ എന്താണ് കാട്ടിൽ നിങ്ങൾ കാട്ടിലൂടെ ഇറങ്ങി നടന്നതും ഇതൊക്കെ അല്ലേ, അങ്ങനത്തെ പ്ലേസസ് ആണ് പോയിക്കോട്ടെ. മിസ്റ്റീരിയസ് ആയിട്ടുള്ള പ്ലേസസ് കണ്ടിട്ടില്ല നിങ്ങൾ? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഞങ്ങൾ സാധാരണക്കാർക്ക് കാണാൻ പറ്റാത്ത സാധനങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, മൃഗങ്ങളെയും കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരുപാട്. അതായത് വനം വകുപ്പിൽ വന്നിട്ട് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്ന, പക്ഷേ ഒരു കാര്യം, ആരോഗ്യമുള്ള കാല് വേണം. അത് ദൈവം തന്നിട്ടടുത്തോളം കാലം ട്രക്ക് ചെയ്യാൻ പറ്റണം അല്ലേ? ട്രക്ക് ചെയ്യാം. കാരണം ഇവിടെ ഒന്നും വണ്ടി എത്തില്ല, ഒരാൾക്ക് എടുത്തുകൊണ്ട് പോകാനും കഴിയില്ല. മുട്ട് മൂക്കി തട്ടും, അങ്ങനെയുള്ള കയറ്റങ്ങളായിരിക്കും. അതായത് ദർ ഈസ് എ ലൈറ്റ് അറ്റ് ദി എൻഡ് ഓഫ് എ ടണൽ എന്നാണ്. അപ്പോൾ നമ്മൾ ഒരു വെളിച്ചം കാണണമെങ്കിൽ അത്രയും പ്രതിസന്ധികൾ തരണം ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ചിലപ്പോൾ നമ്മൾ എത്തപ്പെടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്വപ്നലോകത്ത് എത്തിയായിട്ട് തോന്നും ചില സ്ഥലങ്ങൾ കാണുമ്പോൾ. അതാണ് ഞാൻ ചോദിക്കുന്നത്, അത്രയും സ്ഥലങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ള സ്ഥലങ്ങൾ മുക്കുരുത്തി ദ്വീപിലൊക്കെ ഒരുപാട് സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്. ഞെട്ടിപ്പോകുന്ന സ്ഥലങ്ങളുണ്ടോ? അത് ജോലിയുടെ ഭാഗമായിട്ട് പോകുമ്പോഴാണ് കണ്ടിട്ടുള്ളത്, അല്ലാതെ ഒരിക്കലും കുടുംബമായിട്ടോ സുഹൃത്തുക്കളായിട്ടോ പോകും. മനസ്സിലായി. കാരണം നമുക്കൊന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അതൊരു സത്യം. അത് ഇനി നമുക്ക് കടുവ സെൻസസ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്തെങ്കിലും അങ്ങനെ പോകുന്ന സാഹചര്യം ഉണ്ട് നോ NGOസിന്. പക്ഷേ നമ്മളിത് കാണുന്നത് ചിലപ്പം നമ്മൾ പ്രതീക്ഷിച്ച് പോകുന്നതല്ല, അപ്രതീക്ഷിതമായിട്ട് മുന്നിൽ കാണുന്ന ലോകം നമ്മൾ ഇതുവരെ കണ്ടൊരു സൈറ്റ് ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് തന്നെ കൊതി തോന്നും. എൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കാണാലോ. കടുവ സെൻസസ് തരണല്ലോ, നിങ്ങളെങ്ങനെ കടുവ എണ്ണെടുക്കേ? അത് പോസിബിൾ ആണ്? ഒരു ഊഹാപോഹമാണ്? അത് കറക്റ്റ് കിട്ടും? ഊഹാപോഹമല്ല, അത് ഊഹാപോഹമായിട്ട് തന്നെ കണക്കാക്കണ്ട. കടുവ സെൻസസ് ആന സെൻസസ് ഒക്കെ സയന്റിഫിക്കായിട്ട് ഉള്ള രീതി തന്നെയാണ് എടുക്കുന്നത്. ടെറിട്ടറി മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നത് അതല്ല. കടുവയെക്കുറിച്ച് പറയുമ്പോൾ കടുവ ടെറിട്ടറി മാർക്ക് ചെയ്യുന്നൊരു ജീവിയാണ്. കടുവ ടെറിട്ടറി മാർക്ക് ചെയ്യുന്ന ഉദ്ദേശം നമ്മുടെ ചേരെന്ന് പറഞ്ഞാൽ മരണം തൊട്ട് കഴിഞ്ഞാൽ നമ്മളെ ഇതൊക്കെ ചൊറിഞ്ഞ കടി ഈ ചേരെന്ന് പറഞ്ഞ മരത്തിൽ അത് ടെറിട്ടറി മാർക്ക് ചെയ്യും. ഒരു ആൺ കടുവയുടെ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ 100 സ്ക്വയർ കിലോമീറ്ററാണ്. 100 സ്ക്വയർ കിലോമീറ്റർ. അപ്പം നമ്മളതിലേക്ക് കാടിന് നാശം സംഭവിച്ചാൽ കടുവയ്ക്ക് നാശം സംഭവിക്കും. കാരണം ഇതൊരു ഭയങ്കര ഏരിയയാണ്. 100 സ്ക്വയർ കിലോമീറ്റർ ഭയങ്കര ഏരിയ ആണല്ലോ. ഭയങ്കര ഏരിയ. ഇതിങ്ങനെ പെട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ആ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ ഇത് വേറൊരു ആൺ കടുവയെ അടുപ്പിക്കില്ല. പെൺകടുവകൾ മേ ബി ഉണ്ടാവാം, ഷെയർ ചെയ്യാം. പെൺകടുവകൾ മേ ബി ഉണ്ടാവാം, പക്ഷെ ഒരു ആൺകടുവ വരില്ല. അങ്ങനെ ഒരു ആൺകടുവ വന്നാൽ ഒരു പക്ഷേ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുകയും ഇതിലൊന്നിൻ്റെ അവസാനമാവുകയും ചെയ്യും. അത് മറ്റന്നിട്ട്
മനസ്സിലായി. പെൺകടുവ 25 സ്ക്വയർ കിലോമീറ്ററാണ് അതിൻ്റെ ടെറിട്ടറി. അപ്പോൾ ആ ടെറിട്ടറിയിൽ ഞാൻ പറഞ്ഞില്ല മറ്റൊരു അങ്ങനെയാണ് അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞ അതിൻ്റെ ഉശിര അത്രയും ഏരിയ കവർ ചെയ്യാൻ ഒറ്റയ്ക്ക് കവർ ചെയ്യാനുള്ള ഒരു പവർ അതിനുണ്ട്. പക്ഷേ അതിനൊരു 200-250 കിലോ ഭാരം വരുള്ളൂ. പക്ഷെ അത് കൂളായിട്ട് അതിൻ്റെ പ്രയാനിമലിനെ അതിൻ്റെ ഇരട്ടി ഭാരമുള്ള പ്രയാനിമലിനെ കടിച്ചിട്ട് മരത്തിൻ്റെ മുകളിൽ കയറി പോകും. അതിൻ്റെ പവർ അതാണ്. നമുക്കിങ്ങനെ തോന്നുമ്പോൾ നമ്മൾ ടി വിയിലും ഇതിലേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ കടുവയുടെ നീളം എത്രയെന്ന് ചോദിച്ചാൽ നമ്മളൊരു പട്ടി അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ പട്ടി ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര നീളമായി? ഇതൊന്നും അല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. കടുവ 10 അടി നീളം. ഇത് നമ്മൾ അതിൻ്റെ അടുത്തെത്തുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ്. സിമ്പിളാക്കി പറഞ്ഞുതരാം. 5 മീറ്റർ നിൽക്കണ ചിലപ്പോൾ മുകളിലോട്ട് ചാടും. 5 മീറ്റർ മുകളിലേക്ക് ചാടും കടുവ. 10 മീറ്റർ നീളം ബാക്കി ചാടും. അതിൻ്റെ പവർ അതുകൊണ്ടാണ് അതിനെ നമ്മളെ. പിന്നെ നല്ല കാര്യങ്ങൾ കൊണ്ടും ഇപ്പോൾ ഉദാഹരണത്തിന് വേഴാമ്പൽ എന്ന് പറഞ്ഞ പക്ഷി നമ്മുടെ പറഞ്ഞപ്പോൾ എനിക്കറിയാം എൻ്റെ ഒറിജിനൽ ജീവിതത്തിൽ അനുഭവം. അതുപോലെ വേഴാമ്പൽ എന്ന് പറയുന്ന പക്ഷി നമ്മുടെ സംസ്ഥാന പക്ഷിയാണ്. ഈ പക്ഷിയുടെ പ്രത്യേകത ഈ വേഴാമ്പൽ എന്ന് പറഞ്ഞ പക്ഷി എൻ്റെ ജീവിതകാലത്ത് ഒരു ഇണയെ മാത്രമേ തിരഞ്ഞെടുക്കൂ. സ്റ്റോയിക്. അത് നല്ല ജീവിതം ഞങ്ങൾ ജീവിതം. അത് അതിൻ്റെ ജീവിതകാലത്ത് ഒരു ഇണയെ മാത്രമേ തിരഞ്ഞെടുക്കുള്ളൂ. ഇത് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പെൺപക്ഷി മുട്ടയിട്ട് അടയിരിക്കുമ്പോൾ ഈ ആൺപക്ഷി ഇതിൻ്റെ ആ പൊത്തുണ്ടല്ലോ വായിൽ നിന്ന് വരുന്നൊരു ശ്രമം കൊണ്ട് ഈ പൊത്തിനെ അടയ്ക്കും. അപ്പം ഈ മുട്ടയ്ക്ക് പെൺപക്ഷി അടയിരിക്കും. അവിടെ അതിൻ്റെ കൊക്ക് അതിനകത്തേക്ക് കയറ്റാൻ വേണ്ടി മാത്രം ഒരു ഹോൾഡ് പെണ്ണവിടെ കിടക്കുന്ന അതിനകത്ത് കിടക്കുമ്പോൾ ആ മുട്ടയ്ക്ക് അടയിരിക്കും. ഈ ആൺപക്ഷി ഒരു കൊക്ക് ഒരു ഹോള് മാത്രമായിട്ട് ബാക്കി മൊത്തം അടയ്ക്കും. എന്നിട്ട് ഇത് കാതങ്ങളോളം സഞ്ചരിച്ചിട്ട് ഇതിനുള്ള കായ കൊണ്ടുവന്നിട്ട് ഇത് അതുവരെ ഷെയർ ചെയ്യല്ല, ഇണയ്ക്കായി മാറ്റി വയ്ക്കുകയാണ്. അത് കൊണ്ട് ആ പൊത്തി കൂടെ അത് കൊടുക്കും. ഇതിനിടയ്ക്ക് ഇതിങ്ങനെ പോകുമ്പോൾ എവിടെയെങ്കിലും വെച്ച് ഈ പക്ഷി വേട്ടയാടപ്പെടുകയാണെങ്കിൽ ഈ പക്ഷി മരിച്ച പെൺപക്ഷി ചിന്തിച്ച് നോക്കി അവിടെ കിടന്ന് പട്ടിയിടുന്ന് ചാവും. ആലോചിച്ച് നോക്കി. ആ പെൺപക്ഷി എൻ്റെ ഒരു അനുഭവം വെച്ചാൽ ഞങ്ങൾ കാട്ടിൽ ട്രക്കിങ്ങിന് പോകും. ട്രക്കിങ്ങിന് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് പോകും. അപ്പം വല്ലപ്പോഴുമാണ് നമ്മൾ ട്രക്കിങ്ങിന്, വല്ലപ്പോഴും എന്ന് പറയുന്നത് മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ പോകുള്ളൂ, 1-2 പ്രാവശ്യമൊക്കെയാണ് ഭയങ്കര ഇൻറ്റീരിയറായിട്ട് പോകുന്നത്. ബാക്കി ദിവസം മറ്റുള്ളവർ പോകും. അപ്പോൾ ഞാൻ ഒരു ദിവസം പോകുമ്പോൾ എൻ്റെ കൂടെ അന്ന് ഞാൻ പറഞ്ഞില്ല ഈ ആദിവാസി ഗോത്രവർഗ്ഗക്കാരുടെ ഭാഷ സംസാരിക്കുന്ന ഒരു പയ്യനുണ്ട്, ടിജോ. അയാളുണ്ട് ഞാൻ ഓർക്കുന്നില്ല, വിപിനൊക്കെ ഉണ്ട്, ആരെ ഉണ്ടെന്ന് ഓർക്കുന്നില്ല, എന്തായാലും ഇവനുണ്ട്. ഈ പറഞ്ഞ ടിജോ എന്ന് പറഞ്ഞ പയ്യനുണ്ട്. ഞങ്ങളിങ്ങനെ ട്രക്കിങ്ങിന് പോകുമ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഏഷ്യയിലെ ഏറ്റവും പാകം ചെന്ന ഗോത്ര അതിൻ്റെ അത് കഴിഞ്ഞത് ഒരു വേഴാമ്പൽ ചത്ത് കിടക്കുകയാണ്. ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ വായിലൊരു കായ ഇരിപ്പുണ്ട്. നമുക്ക് അറിയാം ഇതിൻ്റെ ഇണ ഇവിടെ എവിടെയുണ്ട്. നമ്മളൊന്ന് മനസ്സിലാക്കണം ഈ പക്ഷി എങ്ങനെയായിരിക്കും മരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു വേടൻ്റെ അമ്പായിരിക്കും. ഇത് അങ്ങനെയല്ല, ഇത് എങ്ങനെയാണെന്ന് അറിയില്ല, മറ്റ് പരിക്കുകളൊന്നുമില്ല, പക്ഷേ എൻ്റെ വായിലിങ്ങനെ ഒരു ഇതിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് പോകാൻ ഇറങ്ങിയല്ല, നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ ഈ ഇണപക്ഷി എവിടെയെങ്കിലും കാണുന്ന കൂടൊക്കെ നോക്കി, പക്ഷെ ഞങ്ങൾ കണ്ടില്ല, ഞങ്ങൾ കാണാൻ കഴിഞ്ഞില്ല. അപ്പം ഈ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ പയ്യൻ ഞാൻ പറഞ്ഞില്ലേ ഈ ഗോത്രവർഗ്ഗക്കാരുടെ ഭാഷ സംസാരിക്കുന്നു പറഞ്ഞില്ലേ, സംസാരിച്ചു ആ പയ്യനോട് ഇവിടെ ഉണ്ടെന്ന് നോക്കിയിട്ടാണ് അവനോട് പറഞ്ഞു നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ആഹാര സാധനം കുറേ പങ്കിട്ട് കഴിച്ചു, നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ ഇവിടെ പോയി അവൻ കൊടുക്കാൻ തോന്നി. നമ്മൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവൻ അത് യാദൃശ്യം ഇവിടെ കാണുന്നു. എനിക്ക് അവനായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭാഷ അറിയില്ല, ഇയാൾ സംസാരിച്ചിട്ട് അയാൾ പിടിച്ചിട്ട് കൂട് കണ്ടുപിടിച്ച് കായകളൊക്കെ കൊണ്ട് കൊടുത്തു. അതൊക്കെ ഒരു വല്ലാത്ത അനുഭവം. അതെ, സത്യമാണ്. പിന്നെ ഇപ്പോൾ അടുത്ത് പിടിക്കുന്ന ഈ നക്ഷത്രാമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, വലിയ അതിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്? ആൾക്കാർ ഭയങ്കരമായിട്ട് ഇതിൻ്റെ പിന്നാലെ പോകുന്നുണ്ടല്ലോ. ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. ഇത് അല്ലാതെ ഇതിനൊന്നും ഈ പറയുന്ന മൂല്യമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഇതെല്ലാം പാവപ്പെട്ട ജന്തുക്കളാണല്ലോ എല്ലാം മനുഷ്യനൊഴികെ എല്ലാ ജീവികളും. മനുഷ്യരിൽ ബഹുഭൂരിപക്ഷം പാവപ്പെട്ടവരാണ് ശരിക്കും പറഞ്ഞാൽ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു മസ്തിഷ്ക വികാസം സംഭവിച്ച ജന്തുവാണ് മനുഷ്യനെന്ന് പറഞ്ഞു. ഭൂമിയിൽ അവൻ്റെ മുദ്രണം ആലേഖനം ചെയ്യപ്പെട്ട ഒരേ ഒരു ജന്തു എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്. കാരണം ആദിമകാലത്ത് നമ്മൾ ഗുഹകളിൽ ജീവിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കമ്പ് നിർത്തിയിട്ട് പുല്ല് മേഞ്ഞ് അതിനകത്ത് ജീവിച്ച് ആണല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ മണ്ണൊക്കെ കൊണ്ട് ചോരൊക്കെ വെച്ച് പുല്ല് മേഞ്ഞ് ജീവിച്ചു. അത് കഴിഞ്ഞത് ഓലയായി, ഓടായി,
ബിൽഡിംഗ് ആയി, ഇപ്പം പലതരത്തിൽ ബിൽഡിംഗ് ആയി, ഇപ്പം വീടിന് 4 ചുവരിൻ്റെ സ്ഥാനത്ത് 3 ചുവരായി, 3 ചുവര് ബിൽഡിംഗ്. ഇങ്ങനെ നമ്മൾ പുരോഗമിച്ചിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ തൂക്കണാങ്കുരുവി അന്നും ഇന്നും ഉണ്ടാക്കണം ഒരേ കൂടാ അല്ലേ? അതെ, മനസ്സിലായി. കാക്ക അന്നും ഇന്നും ഉണ്ടാക്കണം വൃത്തിയുടെ കൂടെ എന്ന് പറയാൻ പാടില്ല, എൻ്റെ മനസ്സിൻ്റെ വികൃതം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. കാക്ക അന്നും ഇന്നും ഉണ്ടാക്കുന്ന ഒരേ കൂടാണ്, ഈ തൂക്കണാങ്കുരുവി അന്നും ഇന്നും ഉണ്ടാക്കുന്ന ഒരേ കൂടാണ്. കാരണം ഇവർ അന്നും ഇന്നും ഒരുപോലെയാണ്. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, ഭൂമിയിൽ അവന്റെ മുദ്രണ ആലേഖനം ചെയ്തിട്ടുള്ള ഒരേ മനുഷ്യനാണ്. അവന് ഈ വികാസം സംഭവിച്ചുകൊണ്ടാണ് അവൻ സ്പേസിലെത്തിയത്. അതുകൊണ്ടാണ് അവൻ യന്ത്രം ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഏതെങ്കിലും ജീവി യന്ത്രം ഉണ്ടാക്കാൻ അത് ശരിക്കും എന്താണ്, നല്ലതാണ് ചീത്തതാണെന്ന് പറയാം. നല്ലതാണ്, ഞാൻ ചീത്തൊന്നും പറഞ്ഞു, നല്ലത് തന്നെ. കാരണം ചീത്തത് പറഞ്ഞാൽ മനുഷ്യനെ വികസനം വേണം. വികസനം വേണം, ഞാൻ അഗ്രി ഉണ്ട്. പക്ഷെ മനുഷ്യനെ ചീത്തത് പറഞ്ഞാൽ മനുഷ്യന്റെ ചിന്ത മനുഷ്യനെ പിടിച്ചു വെക്കാത്ത അവസ്ഥയിലും കൊണ്ടുപോകും. അവനിങ്ങനെ എപ്പോഴും കണ്ടുപിടിക്കാൻ ഇതിനൊന്ന് ഇടയ്ക്ക് ചിന്ത മാറിയിട്ട് പോകുന്നുണ്ട് ആൾക്കാർ. അതാണ് അതിനൊരു മോചനമല്ലല്ലോ. MDMA കാലമാണ്. മനസ്സിലായില്ല. അതന്നെ, അതില്ലെങ്കിലും ഇപ്പോൾ ആൾക്കാർ എന്താണ് ചിന്തിക്കുക എന്നറിയില്ലേ, ഇത് ആൾക്കാർ ഉള്ളിലിരുന്നിട്ട്, അതായത് ആരാ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ ഏറ്റവും വലിയ ശത്രു ഞാൻ തന്നെയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇന്നെ ദ്രോഹിച്ചമാതിരി വേറെ ആരും ദ്രോഹിച്ചിട്ടില്ല എന്നാണ്. സത്യം തന്നെയാണ്. നമ്മൾ ഉള്ളിലിട്ടിട്ട് നമ്മളെ തന്നെ നമ്മൾ ഇട്ട് പുഴുങ്ങല്ലേ. അതായത് മാൻ ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീസ് ഇൻ ചെയിൻ എന്ന് പറഞ്ഞതുപോലെ ഫ്രീ ആയിട്ടാണ് ജനിക്കുന്നത്. പക്ഷേ എല്ലായിടത്തും നമ്മൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. സത്യം. കുടിൻ്റെ അഗ്രി മോർ എന്ന് പറഞ്ഞത് എന്താണ് കേരളത്തിലെ ട്രൈബൽ കണ്ടീഷൻസ് എന്താണ്, ഓക്കെ ആണോ? ഇനിയും ഞാൻ ചോദിക്കുക, പൊതുവെ ഓക്കെ ആണോ? നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് അവരായിട്ടും ഡയറക്റ്റ് പോയിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഇസ് ഇറ്റ് പോസിബിൾ? ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. വനം വകുപ്പിൻ്റെ അനുമതിയോടെ നല്ല ഉദ്ദേശത്തോടെയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഉറപ്പായിട്ടും പറ്റും. അതിനുള്ള വേ എന്ന് പറയുന്നത് വാക്കാണ്. ഞാനിങ്ങനെ ഒരു നിയമമായ രീതിയിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും, ഒരു സംശയം വേണ്ട. പിന്നെ കേരളത്തിലുള്ള മേജർ ട്രക്കിങ്ങുകൾ എവിടെയൊക്കെയാണെന്നുള്ള നിങ്ങളൊന്ന് പറഞ്ഞു തരും, നമ്മളെ പ്രേക്ഷകർക്ക് പോകാലോ. ഓരോരുത്തരുടെ ആഗ്രഹമല്ലേ. ഇപ്പം ചിലർക്ക് കാടിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ, കാടിനെ ആക്സസ് നമ്മുടെ എക്കോ ടൂറിസം സ്പോട്ടുകൾ ആണ് സാധാരണ രീതിയിൽ സാധാരണക്കാരന് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അതിപ്പം പറമ്പിക്കുളമായിരുന്നാലും ഇരവികുളമായിരുന്നാലും ഗവിയായിരുന്നാലും, ഗവിയൊക്കെ കാണാൻ നല്ല സ്ഥലമാണ്, നല്ല തണുപ്പും രസമുള്ള സ്ഥലം തന്നെയാണ്. പിന്നെ ഓരോരുത്തരുടെ ആഗ്രഹം ഓരോന്നാണ്. തണുപ്പെന്ന് മാത്രമല്ല, ചിലർക്ക് കാട്ടിൽ പോകുമ്പോൾ ഇന്ന തരത്തിലുള്ള മൃഗങ്ങളെ കാണണം. ഇപ്പം കരിമ്പുഴ വൈൽഡ് സാഞ്ചുറിക്ക് പോയി കഴിഞ്ഞാൽ ആനയെ കാണാത്ത ദിവസമില്ല. ചിലർ പക്ഷേ അടിപൊളി മൃഗം മറ്റേ ബൈസൺ ഇല്ലേ, ഗോർ, അടിപൊളി മൃഗം. ഇൻ സെൻസ് അതൊരു ശരിക്കും ഒരു ബോഡി ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു കാട്ടുപോത്ത് ലോകത്തിന്റെ എവിടെയും കാണുന്നില്ല. ആ ബോഡിയൊക്കെ ബിൽഡ് ചെയ്ത് മസിലൊക്കെ അതിനെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയാണ്. മസിൽമാനെ കണക്കാണ്, കാലില് മറ്റേ വെള്ള സോക്സ് ഇട്ടിട്ട് ഇത്രയും ദൂരം വെളുത്ത. അതിപ്പോഴത്തെ ഒരു ഓട്ടോറിക്ഷ ഉണ്ട് കുത്തി മലർത്തുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് നമ്മള് കാണേണ്ടത്. കാട്ടിന്നല്ല പറയാ, അതിനെ കാട്ടിയെന്നാ പറയാ, കാട്ടിയെന്നാ പറയുക. കാട്ടിയിലൂടെ ഒന്നും ഒരുമാതിരി മാംസഭോജികൾ ഈ കാട്ടിയെ വല്ലാണ്ട് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യില്ല. അപ്പോൾ കടുവയാണെങ്കിൽ പല ജീവികളാണെങ്കിൽ പോലും ഇത് കടുവക്ക് പോസിബിൾ അല്ല, ആണ് പോസിബിൾ ആണ്. ഞാൻ പറഞ്ഞില്ലേ, അതിന് 200 കിലോ 250 കിലോ വെയിറ്റ് ഉള്ളെങ്കിൽ അത് അതിൻ്റെ മരുന്നിന് മണിക്കറി പോകും. പക്ഷേ ഈ കാട്ടുപോത്തിനെ കടുവ ഈ ഭാഗത്ത് ആ രീതിക്കാണ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അങ്ങനെ തന്നെയാണ്, അത് തന്നെയാണ്. പക്ഷേ കാട്ടുപോത്തുമായിട്ട് കളിക്കാൻ പോയാൽ തിരിച്ചും ചിലപ്പോൾ പരിക്ക് കിട്ടും. ഇങ്ങനെ പരിക്ക് കിട്ടിയാൽ കാട്ടിലെ മൃഗമാണെങ്കിൽ അത് സർവൈവ് ചെയ്യില്ല. കാരണം ഒരു മൃഗത്തിനൊരു പരിക്ക് പറ്റിയാൽ അത് മഴ സമയത്താണ് അത് ഇരുന്ന് വെള്ളം കുളമായിട്ട് അത് ആ രീതിയിൽ അത് അവസാനിക്കും. പിന്നെ അടുത്ത ജന്തു നമ്മൾ സ്വാഭാവികമായിട്ട് ഒരാൾ ഇപ്പോൾ ആന എത്ര ദിവസം ജീവിക്കും, ആന എത്ര ദിവസം ജീവിക്കും, അല്ലെങ്കിൽ കടുവ എത്ര ദിവസം ജീവിക്കും എന്ന് വെച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് ചോദിക്കും, നിങ്ങൾ ഉദ്ദേശിച്ച കടുവ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ആന കാട്ടിലതാണോ അതോ കൂട്ടിലതാണോ എന്ന് ചോദിക്കും. കൂട്ടിലാണെങ്കിൽ അതിന് റേഷനാണ്, അതിന് മറ്റേ ഹോർമോൺ അതിന് വൈറ്റമിൻ കുറയുമ്പോൾ വൈറ്റമിൻ കിട്ടുന്നുണ്ട്. അതിന് പനി വരുമ്പം അല്ലെങ്കിൽ അതിന് അസുഖം വരുമ്പോൾ ചികിത്സിക്കാൻ പറ്റുന്ന ഡോക്ടറുണ്ട്. ആനയ്ക്ക് മറ്റെന്തൊക്കെ ഉണ്ടല്ലോ, ആനപ്പന്തി നമുക്കിവിടെ ഒരു കോന്നിയിലുണ്ട്, കോടനാടുണ്ട്, ഉണ്ട്, എല്ലായിടമുണ്ട് ആനപ്പന്തി. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പിന്നാവാല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ശ്രീലങ്കയിൽ. പിന്നാവാല വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ശരിക്കും അത് വൈൽഡ് ലൈഫ് സാഞ്ചുറി അല്ല ആണെന്ന് അറിയപ്പെടുന്നത്. പക്ഷേ ശരിക്കും നമുക്ക് പിന്നാവാല എലിഫന്റ് ഓർഫണേജ് എന്ന് പറയേണ്ടി വരും. കാരണം
കാട്ടിൽ നിന്ന് അവശ്യനിലയിലെത്തുന്ന ആന ഈ നാട്ടാനയെല്ലാം അവിടെ കൊണ്ട് പാർപ്പിക്കുകയാണ്. നമ്മളിവിടെ നാട്ടാനയെല്ലാം ഓരോ വ്യക്തികൾ പാർപ്പിച്ചിട്ട് അതിനെ കൊണ്ട് ഓരോ ജോലി ചെയ്യിപ്പിക്കുകയാണ്. അത് ജോലി ചെയ്യിപ്പിക്കാതിരിക്കാൻ വേണ്ടി 2012 നാട്ടാന സംരക്ഷണ നിയമമൊക്കെ ഉണ്ട്, അവിടെ നിന്നുണ്ട്. പക്ഷെ അവിടുത്തെ ഇതല്ല, അവിടെ എല്ലാ ആനകളെയും കൊണ്ട് ഇവിടെയാണ് കൊണ്ടുവരുന്നത്. ഈ പിന്നാവാല എന്ന് പറഞ്ഞ എലിഫന്റ് ഓർഫനേജിൽ ഇതൊരു എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്, ഒരു 50 ഏക്കർ ഞാൻ കണ്ടിട്ടില്ല, വീഡിയോ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ബാക്ക് സൈഡ് ഓഫ് ദി വാൾ എന്നുള്ള പുസ്തകത്തിനകത്ത് ഭംഗിയായിട്ട് പറയുന്നുണ്ട്. ഈ അവിടെ ഒരു മഹാവോയു എന്ന് പറഞ്ഞൊരു നദിയുണ്ട്. ഈ നദിക്കരയിലാണ് ഇതിനു വേണ്ടി എലിഫന്റ് ഓർഫനേജിന് വേണ്ടിയിട്ട് ഈ 50 ഏക്കർ സ്ഥലം കണ്ടുവച്ചിട്ടുള്ളത്. ഇവിടെ ഈ പറയുന്ന ആനകളെല്ലാം അവിടെ കൊണ്ടുവന്ന് അതിന് ഫുഡ് കൊടുത്ത് സംരക്ഷണം കൊടുത്ത് ഈ ആനയ്ക്ക് ഫുഡ് കൊണ്ടുവരുന്നത് ഈ ആനകൾ തന്നെയാണ്. ഈ പ്രശ്നക്കാരല്ലാത്ത ആനകളെ വിട്ടിട്ടാണ് ഈ ഫുഡ്. പ്ലാവിലയാണ് അവിടുത്തെ ആനകൾ കൊടുക്കുന്നത്. ഇവിടെ നമ്മളെ പനമ്പട്ട കൊടുക്കുന്നതിന് പകരം അവിടെ പ്ലാവില പോലെ ഇതാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ ഒന്നിച്ച് കുളിക്കാൻ വിടും. ഇതെല്ലാം തുറന്നിട്ട് ആ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ ആനകള് ക്രൂവൽറ്റി ഇല്ലാതെ തായ്ലൻഡിലുണ്ട്, പല സ്ഥലത്തുണ്ട്. ഞാൻ നമ്മൾ അടുത്ത സ്ഥലമാണ് ഞാൻ ശ്രീലങ്ക പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഇവിടേക്ക് അത് ആവുമായിരിക്കും. നമ്മൾ പതുക്കല്ലേ എത്തുള്ളൂ. നമ്മൾ ചെറിയ ശരിക്കും ഭയങ്കര യങ് ആയിട്ടുള്ള നാഷണൽ നമ്മൾ വളരെ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് തന്നെ. നമ്മുടെ ഒപ്പം സ്വാതന്ത്ര്യം കിട്ടിയ നമ്മളെ അനിയന്മാരും ജ്യേഷ്ഠന്മാരും എന്ന രാഷ്ട്രമുണ്ട്. നമ്മളടുത്ത് അതിനെക്കുറിച്ച് ഞാൻ അങ്ങോട്ട് പോകില്ല. എന്തോ നമ്മൾ ആലോചിക്കാം, 850 കോടി ജനങ്ങളിൽ 150 കോടി ജനങ്ങൾ ഇവിടെയാണ്, നമ്മുടെ രാഷ്ട്രത്തിലാണ്. അപ്പോൾ നമ്മളൊരു ചെറിയ രാഷ്ട്രമല്ല. ഇന്ന് ലോകത്തിൽ 5ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ വളർന്നു, അത് നമുക്ക് അഭിമാനിക്കാം. പക്ഷേ മറ്റു കാര്യങ്ങൾ 100ന് പുറകെ ഉണ്ട്. ദാരിദ്ര്യം ഇങ്ങനെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ആ വിഷയങ്ങളിൽ പോകുന്നില്ല. പക്ഷെ നമ്മൾ ഒരു ഭാഗത്ത് വളർന്നു, അതുപോലെ എല്ലാ ഭാഗത്തും നമ്മൾ വളരും, എത്തും. ഞാൻ മലപ്പുറം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോഴും ഞെട്ടിക്കുന്ന, പണ്ടൊക്കെ ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ അപ്പുറത്ത് പ്ലാറ്റ്ഫോമിലേക്ക് പോകാറുണ്ട്, നേരെ ട്രാക്കിലേക്ക് ചാടുക, നടന്നിട്ട് കയറുക എന്നുള്ളതാണ്. പ്ലാസ്റ്റിക്കൊക്കെ അവിടെ ഇടുക. പക്ഷേ ഇപ്പോഴൊക്കെ ഭയങ്കര ആൾക്കാർ കറക്റ്റ് ഓവർ ബ്രിഡ്ജാണ് യൂസ് ചെയ്യുന്നത്. വലിയൊരു പ്രശ്നം കുറേ നന്നായി വരുന്നുണ്ട്, കുറേ ഡിസിപ്ലിൻഡ് ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആ കൊച്ച് അപ്പൂപ്പ ഡോണ്ട് എന്ന് പറഞ്ഞില്ലേ ട്രെയിനിൽ പുറത്തേക്ക് ഇടരുതെന്ന് പറഞ്ഞാലേ. അതെ, കാരണം അതിന് മുന്നത്തെ ജനറേഷൻ അങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. എന്തും അവിടെ ഡിസ്പോസ് ചെയ്യാന്നുള്ള. അതായിരുന്നിപ്പോൾ കാറിലാണെങ്കിൽ താഴ്ത്തിയിട്ട് എറിയുക, പിന്നെ ആളില്ലാതെ കാടിനകത്തൂടെ പോകുമ്പോൾ അവിടെ അത് ഇടുക, പിന്നെ തൊട്ടടുത്ത് തന്നെ മതിലിൻ്റെ മുകളിൽ കൂടെ അപ്പുറത്തിടുക ആളില്ലെങ്കിൽ. ശരിക്കും ഇത് ശരിക്കും വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ ശരിക്കും നല്ലൊരു സാധനം കിട്ടണം ശരിക്കും. അല്ല, ഇപ്പം അവരോട് മാറി. ഇപ്പം ഈ മറ്റേ നമ്മുടെ ഇതിൻ്റെ ഹരിതസേനയൊക്കെ വന്നതിന് ശേഷം അവർ ജൈവ അജൈവം എന്നൊക്കെ തിരിച്ച് അത് കൃത്യമായിട്ട് എല്ലാ പഞ്ചായത്തും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അത് ചെയ്യുകയാണ്. അത് ഏത് വാർഡിലാണ് ആദ്യം തീക്കുന്നത്, അത് കളക്ട് ചെയ്യുന്നു, അത് തിരിക്കുന്നു, അത് സംസ്കരിക്കുന്നു. ഇതൊക്കെ പ്ലാസ്റ്റിക്കിന്റെ ദോഷം കൊണ്ട് എനിക്ക് തോന്നുന്നു പാരീസ് ഉടമ്പടിക്ക് ശേഷം വന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. വരട്ടെ നമ്മളും അതിന്റെ ഭാഗമായിട്ട് മാറണം. ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ വേറെ മാസിലൊക്കെ പോയിട്ട് നമുക്ക് വേറെ ലോകം ഉണ്ടാക്കാന്നൊക്കെ നമുക്ക് അത് അവിടെ ഉണ്ടാക്കണം. എന്തുകൊണ്ട് ഉള്ള സാധനം പ്രൊട്ടക്ട് ചെയ്തുവിടാന്നുള്ളത് തന്നെയാണ് പ്രൈമറി പ്രയോറിറ്റി. അവിടെ പോയിട്ട് ഇനി വേറെ ഒന്നും ഉണ്ടാക്കണ്ടേ. മനുഷ്യൻ വികസിക്കുക, ഉള്ളത് പ്രൊട്ടക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കണം. അല്ലെങ്കിൽ അവിടെ പോയിട്ട് തന്നെയല്ലേ നമ്മൾ ചെയ്യുക. നമ്മൾ വികസനം അത് ഉണ്ടാവും. മനുഷ്യൻ അവിടെ എത്തും. ചന്ദ്രനിലെത്തിയില്ലേ? എത്തുന്നുള്ള തന്നെയാണ് നമ്മള് പ്ലാനറ്റുകളെ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, ദക്ഷിണ ധ്രുവത്തിലെത്തുന്ന ആദ്യ രാഷ്ട്രമാണ്, ചന്ദ്രനിലെത്തുന്ന 4ാമത്തെ രാഷ്ട്രമാണ്. പക്ഷെ നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത് ദക്ഷിണ ധ്രുവത്തിലെത്തിയ ആദ്യ രാഷ്ട്രമാണ്. പക്ഷെ അതൊരു നമ്മുടെ ഒരു പറയുമ്പോൾ തന്നെ നമുക്കൊരു സത്യം നമ്മളെ അതാണ് നമ്മള് ചെറിയ നേഷനല്ല, വലിയ നേഷനാണ്. പക്ഷേ യങ് നേഷനാണ് കമ്പാരിറ്റീവ്ലി. നമ്മൾ എത്തുന്നുള്ളത് തന്നെയാണ് തോന്നുന്നു. ഇപ്പോൾ അടുത്ത ഒരു ജർമ്മൻകാരുടെ നമ്മുടെ കൂടെ റഷ്യയുടെ ഒരു പേടം കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ ഇറങ്ങാൻ നമ്മൾ തോളോട് ചേർന്ന് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഫെയിലിയറായി. നമുക്ക് ശേഷമാണെങ്കിലും ഒരേ ദിവസം അവിടെ ലാൻഡിങ് ഉണ്ടാവുമെന്ന് കരുതി. പക്ഷേ അവർക്ക് സോഫ്റ്റ് ലാൻഡിങ് കിട്ടിയില്ല. എന്ത് ചെയ്യാനാ, നമ്മൾ പണ്ടേ അങ്ങനെയല്ലേ. ശാസ്ത്രത്തിനെ സംബന്ധിച്ച് നിർഭാഗ്യമാണ്. പക്ഷെ ഞാൻ ആഗ്രഹിച്ചത് തോളോട് തോൾ ചെയ്യുന്ന അങ്ങനെ ചെയ്യണമെന്നാണ്. കാരണം റഷ്യ പണ്ട് മുതലേ നമ്മളുടെ എന്താണ് ഇതായിരുന്നല്ലോ, നമുക്ക് ചെറുപ്പം തൊട്ടിട്ട് അറിയാം. നമ്മൾ നോൺ അലൈൻമെന്റ് പോളിസിയൊക്കെ എടുത്തപ്പോൾ നമ്മളെ സഹായിച്ച വളരെ കുറച്ച് നേഷൻസിൽ ഒന്നാണ് റഷ്യ. ടെക്നോളജി തന്നു, സംശയമൊന്നുമില്ല. ഒക്കെ ഉണ്ട്. പിന്നെ ലാസ്റ്റ് നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അല്ല, ഇനി നിങ്ങളടുത്ത് അത്രയും കഥകളാണുള്ളത്, ഇനിയും വരണം എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും സംസാരിക്കണം. ഇനി നിങ്ങളുടെ ഫോറസ്റ്റിലെ കഥകൾ കേൾക്കണം. അതിൻ്റെ മുന്നേ ഇന്ത്യയിലെ യൂത്തിന് നിങ്ങൾ എന്താ നിങ്ങൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ്? ഇന്ത്യയുടെ യൂത്തിന് എനിക്ക് പ്രത്യേകിച്ച് മെസ്സേജ്. കാരണം ആ കോടിക്കണക്കിന് ഭാരതീയനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചൊരു മഹാനുണ്ട്, APJ അബ്ദുൽ കലാം. അദ്ദേഹമൊക്കെ
പറഞ്ഞു വെച്ച പുസ്തകങ്ങളുണ്ട്, അദ്ദേഹം പറഞ്ഞു വെച്ച കോട്ട്സ് ഉണ്ട്, വിങ്സ് ഓഫ് ഫയർ ഉണ്ട്. ഇതൊക്കെ വായിച്ചാൽ മതി. കോടിക്കണക്കിന് ആ പേര് പറഞ്ഞപ്പോൾ നമുക്കൊരു വികാരം വന്നില്ല. കോടിക്കണക്കിന് ഭാരതീയനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച മഹാനാണ്. അപ്പോൾ അവരൊക്കെ പറഞ്ഞതൊക്കെ ഉള്ളപ്പോൾ നമ്മളായിട്ട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ അങ്ങനത്തെ ഒരു ഇതല്ല പറഞ്ഞു. എന്നാലും നിങ്ങൾ നിൽക്കുന്ന അത് പ്ലാസ്റ്റിക്കുകളല്ലേ, പ്ലാസ്റ്റിക്കുകൾക്കെതിരെ നമുക്കൊന്ന് എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് തന്നെ പറയാം വേണമെങ്കിൽ. തീർച്ചയായിട്ടും അത് നല്ലൊരു മെസ്സേജ്. ഞാൻ ന്യൂ ജനറേഷൻ എപ്പോഴും അപ്ഡേഷൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അവർ വളരെ, ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞ അപ്പൂപ്പൻ്റെ കഥ, അപ്പൂപ്പ ഡോണ്ട് എന്ന് പറഞ്ഞില്ലേ, അതതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ നമ്മൾ എന്തെടുത്ത് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി, അവരുടെ വേ ഓഫ് തോട്ട് നമ്മളെല്ലാം കാണുന്ന ഒരുപോലെയാണ്. ഇതിലൊരു ക്ലാസ് വെള്ളമായിരിക്കുന്നത്, പക്ഷെ കാഴ്ചപ്പാടുണ്ട്. വേ ഓഫ് തോട്ട്, അവരുടെ വേ ഓഫ് തോട്ട് ഭയങ്കരമാണ് ന്യൂ ജനറേഷൻ്റെ. മറ്റുള്ള ചിലർ പറയാം ന്യൂ ജനറേഷൻ പോകുമ്പോൾ, അല്ല ഒരിക്കലും അല്ല, അവരുടെ വേ ഓഫ് തോട്ട് ക്ലിയറാണ്. എൻ്റെ അഭിപ്രായത്തിൽ ക്ലിയറാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഭാവി ഉറപ്പാണ്. എന്തു പറയാം, മനുഷ്യനെല്ലാം കഴിയും. അതെ, മനുഷ്യനെ നമ്മൾ അതിജീവിക്കും. അതെ, അതിജീവിക്കുന്നുള്ളതാണ്. എല്ലാ പ്രശ്നത്തിനും അല്ലേ, കഴിഞ്ഞ ഐസേജിൽ നിന്ന് നമ്മൾ കയറി വന്നതാണ്. അപ്പോൾ ഇതും നമ്മൾ എന്തായാലും അതിജീവിക്കുന്ന പ്രതീക്ഷിക്കാം. പക്ഷേ കരുതൽ വേണം. ഇങ്ങനെ ചില കൺസിക്വൻസ് നമ്മുടെ മുന്നിലുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. അതൊരു സത്യം. ഓക്കെ ഓക്കെ ശരിയല്ലേ? അപ്പോൾ ഓക്കെ, താങ്ക് യു. ഓക്കെ, ദാറ്റ്സ് എ റാപ്പ്. എല്ലാവരും എന്താ, സേവ് ദി എൻവയോൺമെൻറ്റ് അല്ലേ, അങ്ങനെ തന്നെ പറയാമല്ലോ. അതെ അതെ, ദാറ്റ്സ് എ റാപ്പ്. വൈ ദ ഹെൽ നോട്ട്. ഓക്കെ, താങ്ക് യു. ശരിയല്ലേ?